ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി. എന്താണ് വിവര സാങ്കേതിക വിദ്യ? നമ്മുടെ ഒരു മാനവരാശി ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം വളരെ ചരിത്രപരമായിട്ടുള്ള മാറ്റമാണ് മനുഷ്യൻ്റെ ജീവിത രീതിയെ കൊണ്ടുവന്നത്. ചക്രം, അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി അല്ലേ, വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തമായിരുന്നു എന്ത്? ഇൻഫർമേഷൻ ടെക്നോളജി. എന്താണ്? വിവര സാങ്കേതിക വിദ്യ അല്ലേ. അപ്പോൾ ക്യാൻ മെഷീൻസ് തിങ്ക് അല്ലേ, മെഷീൻസിന് ചിന്തിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കപ്പെട്ടത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, വളരെ പണ്ടല്ലേ, അലൻ ട്യൂറിങ്ങിൻ്റെ കാലത്ത് തന്നെ അത്തരത്തിലുള്ളൊരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഏകദേശം എന്താണ്, റിയാലിറ്റിയിലോട്ടൊക്കെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തിങ്ക് ചെയ്യാൻ പറ്റും. ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു അതോറിറ്റി ആർക്ക് കിട്ടിയിട്ടില്ല. ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആർക്ക് കിട്ടിയിട്ടില്ല? നമ്മുടെ കമ്പ്യൂട്ടറിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയ സംഭവം മൊത്തം കൊളാവാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, എന്തായാലും മെഷീൻസിന് ചിന്തിക്കാൻ കഴിയുമോ എന്ന് പണ്ട് കാലം മുതലേ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഇൻവെൻഷൻസ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആകത്തുകയാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് സഹകാരിയുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി നമുക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പോകും. IoT എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊരു ചോദ്യം 2024 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് തരത്തിലുള്ള നമ്പർ സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ITയുടെ ഇൻട്രൊഡക്ഷനെ ബന്ധപ്പെടുത്തി ഒത്തിരി PYQs വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ അല്ലേ, എവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റം, നമ്മുടെ ഒരുപാട് നമ്പർ സിസ്റ്റംസ് ഈജിപ്ഷ്യൻ സംസ്കാര കാലം മുതൽ തന്നെ ആൾക്കാർ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എവല്യൂഷൻ കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഏത് ചോദ്യം നമുക്ക് ഈ പറഞ്ഞ മേഖലയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോൺഫിഡൻസ് നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ധർമ്മം. അപ്പോൾ നിങ്ങളപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഫോണ് DND മോഡിലേക്ക് ആക്കിയിടുക. DND ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലേ. അങ്ങനെ ആക്കിയിട്ട് മാത്രം ക്ലാസ് കണ്ടു തുടങ്ങുക. നോട്ട് ആവശ്യമെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അവസാനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വിളിച്ച് പറയണം. ഏറ്റവും റീസെൻ്റ് ആയിട്ട് PSCയിൽ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 4ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു ഡിസ്കസ് ചെയ്ത് പോകാം. അസർഷൻ റീസണിംഗ് എന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകാം. പക്ഷെ എന്ത് ചെയ്യണം? അവസാനം വരെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ നമുക്ക് വേഗം പറഞ്ഞു പോകാം. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. നമുക്കറിയാം ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലേ. എന്താ അതിനകത്തുള്ളത്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ അല്ലേ. ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എന്താ ഹാർഡ്വെയർ, എന്താ സോഫ്റ്റ്വെയർ? നമുക്കറിയാം തൊടാൻ കഴിയുന്ന സാധനങ്ങളെ എല്ലാം ചേർത്ത് നമുക്ക് ഹാർഡ്വെയർ എന്ന് വിളിക്കാം. എന്നാൽ നമുക്ക് നേരിട്ട് കൈകൊണ്ട് സ്പർശിക്കാനോ നേരിട്ട് കണ്ണുകൊണ്ട് കാണാനോ പറ്റാത്ത സാധനങ്ങളെ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം അല്ലേ. കാണാനും തൊടാനും പറ്റിയാൽ അത് ഹാർഡ്വെയർ, ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. നമ്മുടെ ബോഡി എടുക്കുമ്പോൾ ഇത് ഹാർഡ്വെയർ, ഇതിനകത്തുള്ള ജീവനും ചിന്തയും എല്ലാം അതിൻ്റെ സോഫ്റ്റ്വെയർ. ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപകരണം ഉണ്ടാക്കി അവിടെ വെച്ചാൽ അത് പ്രവർത്തിക്കില്ല എന്ന് സാരം. അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ രൂപത്തിൽ രണ്ട് തരത്തിലുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കമ്പ്യൂട്ടറോട് ഫീഡ് ചെയ്താൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനമാണ് കമ്പ്യൂട്ടർ. എന്താണ്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് അല്ലേ, അൺഓർഗനൈസ്ഡ് ആയുള്ള സാധനം. അതിനെ എന്തായിട്ട് മാറ്റും? ഇൻഫർമേഷൻ ആയിട്ട് മാറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ. സ്പെസിഫിക് ആയിരിക്കണം കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. ഗിഗോ അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടിലേക്ക് വരത്തുമില്ല. അങ്ങനെയുള്ള ഒരു ഉപകരണത്തെയാണ് എന്ന് വിളിക്കുക, കമ്പ്യൂട്ടർ എന്ന് വിളിക്കുക. ഇനി ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ദ വേർഡ് കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഭാഷ ഏതാ മക്കളെ? ലാറ്റിനാണ് ഭാഷ. ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന വാക്ക് ഏതാ? കമ്പ്യൂട്ടറെ. എന്താണ്? കമ്പ്യൂട്ടറെ. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? വിച്ച് മീൻസ് ടു കാൽക്കുലേറ്റ്. എന്താണ്?
ടു കാൽക്കുലേറ്റ്, കണക്ക് കൂട്ടുവാൻ എന്നർത്ഥം അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളിവിടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ലാറ്റിൻ വാക്ക് എന്നാണ് കമ്പ്യൂട്ടർ വന്നത്, കമ്പ്യൂട്ടറെ എന്ന് പറയുന്ന വാക്ക് എന്നാണ് വന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ടു കാൽക്കുലേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഈ ഒരു സ്ലൈഡിൽ നിന്ന് കൃത്യമായിട്ട് ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ട് കാലം തൊട്ടേ ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബാക്കി ഈ കമ്പ്യൂട്ടർ ഡിവിഷൻ ഒന്ന് പഠിച്ചു വെക്കേണ്ട, എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ലാറ്റിൻ പദമാണല്ലേ, ലാറ്റിൻ പദമായിട്ടുള്ള കമ്പ്യൂട്ടറെ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വന്നത്. ഈ പദം എന്താ അർത്ഥമാക്കുന്നത്, ടു കാൽക്കുലേറ്റ് എന്നാണ്. എന്താണ് ടു കാൽക്കുലേറ്റ്, കണക്ക് കൂട്ടുവാൻ. ഇനി ഫിയർ ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ച് ഒരാൾക്ക് ഭയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു, സൈബറോഫോബിയ എന്ന് വിളിക്കുന്നു. എന്താണ്, സൈബറോഫോബിയ എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്ക് ഒരുപാട് ഭയങ്ങളുണ്ട്, നിക്റ്റോഫോബിയ, ഒരുപാട് ഭയങ്ങളുണ്ട് അല്ലേ. നമുക്ക് അഗോറോഫോബിയ അല്ലെങ്കിൽ ഒരുപാട് ഭയങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഉയരത്തെക്കുറിച്ചുള്ള പേടി, ഇരുട്ടിനെ കുറിച്ചുള്ള പേടി, അപ്പോൾ അതിനെല്ലാം ഓരോ ഫോബിയാസാണ്. കമ്പ്യൂട്ടർ ഒരാൾക്ക് എന്താണ് ജീവിതത്തിൽ കമ്പ്യൂട്ടർ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കണമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഒരു അകാരണമായ ഭയം ഉണ്ടാകുന്നു. ഐ കാൺ ഡു ദാറ്റ്, അല്ലെങ്കിൽ ഇതെന്നെ നമ്മുടെ ഭാവിയെ നശിപ്പിക്കും, അങ്ങനെയൊക്കെ ഒരു അകാരണമായ ഭയം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ അവസ്ഥയാണ് സൈബറോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുമായിട്ട് IT ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടാവും നോക്കുന്നത് ഗിഗോ കേട്ടോ. ഗിഗോ പണ്ടോട്ട് നിങ്ങൾ കേൾക്കുന്നതാണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട് എന്താ ഗിഗോ. ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിരിക്കണം, നേരത്തെ പറഞ്ഞു അല്ലേ. കമ്പ്യൂട്ടർ എങ്ങനെ തരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടേ തരൂ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഡാറ്റയും കറക്റ്റ് ആയിരിക്കണം, ഇൻസ്ട്രക്ഷനും കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നോക്ക്, ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്, നമ്മൾ കൊടുക്കുന്ന സാധനം മോശമാണെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്താൽ നല്ലത് വരണേ തമ്പുരാനെ എന്ന് ഇങ്ങനെ പറയൂലേ. അതേപോലെ നല്ലത് കൊടുത്താൽ എന്ത് വരും, നല്ലത് കിട്ടും. ചീത്ത കൊടുത്താൽ ചീത്ത കിട്ടും. നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവന് നല്ലത് പഠിപ്പിച്ചാൽ അവൻ നല്ലത് ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനെയും പഠിപ്പിക്കേണ്ടത് അല്ലേ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ പ്രോഗ്രാം കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഗിഗോ, എന്താണ് മക്കളെ, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. എന്താണ്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് ചോദിക്കും. ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്ന് ചോദിക്കും, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്, മറന്നുപോലെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് അഡ്വാൻറ്റേജസ്. എന്നാലും നമ്മുടെ NCERT അല്ലേ, +1 കോമേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 1 നമുക്ക് പ്രധാനമായിട്ടും ഒരു 1, 2, 3, 4, 5 അഡ്വാൻറ്റേജസ് എടുത്ത് പറഞ്ഞിട്ട് 2 ലിമിറ്റേഷനും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഒന്ന്, സ്പീഡ് വേഗത അല്ലേ. കമ്പ്യൂട്ടറിനേക്കാൾ വേഗതയിൽ കണക്ക് കൂട്ടിയ ഇന്ത്യക്കാരുടെ പേരെന്താണ്, അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കാലം ഒരുപാട് മുന്നെയാണ് കേട്ടോ, ഒരുപാട് കാലം മുന്നെയാണ് ഈ സംഭവം. പക്ഷേ എന്താ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്കൊരു മനുഷ്യനെ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ മത്സരിപ്പിക്കാൻ കഴിയില്ല ഇൻ ടേംസ് ഓഫ് സ്പീഡ്. കാരണം എന്താണ്, മൈക്രോ പ്രോസസറൊക്കെ അത്രമാത്രം വികസിച്ചു പോയി അല്ലേ. എന്താ സംഭവം, എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ഓർ ഇൻ എ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് അല്ലേ. മില്യൺ കണക്കിന് ഓപ്പറേഷൻസ് ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സിൽ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറൊക്കെ നിർവഹിക്കാൻ കഴിയും അല്ലേ. നോക്കുക, നമ്മൾ ഒരു മനുഷ്യൻ എന്താണ് വർഷങ്ങളോ മാസങ്ങളോ കൊണ്ട് ചെയ്യുന്ന കാര്യം 1 മിനിറ്റ് കൊണ്ട് കമ്പ്യൂട്ടറിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ സെൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 വർഷ കാലയളവിന് മുന്നേ ഉള്ള സെൻസസുകളെല്ലാം എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്, ഒരാളൊരു പേപ്പറും കൊണ്ടുവരും, ഈ പേപ്പർ കൊണ്ടുവന്ന് ഡാറ്റ എഴുതിയെടുക്കും, ഓരോ വാർഡിനെയും ഡാറ്റ എഴുതിയെടുക്കും, അത് പഞ്ചായത്ത് തലത്തിൽ ക്രോഡീകരിക്കും, അതിനുശേഷം അതിൻ്റെ ഹയർ അതോറിറ്റി അയക്കും, അവിടുന്ന് ഡാറ്റ എൻട്രി പരിപാടിയൊക്കെ നടക്കും. അതെല്ലാം ചെയ്തിട്ട് കണക്കൂട്ടി പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്ന ഫിഗറാണ്. 2-2.5 വർഷം എടുക്കും ഈ പണി തീരാനായിട്ട്. എത്ര പേരുടെ അധ്വാനമല്ലേ പണ്ടത്തെ സെൻസസ് അല്ലേ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് നമുക്ക് നേരത്തെ ഇപ്പോൾ ഈ 5 വർഷം മുന്നേ ആണെങ്കിലും കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചാലേ ഇത് ഈ 2 വർഷം കൊണ്ട് തീരത്തുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ജോലിയായിരുന്നു പണ്ട്, മനസ്സിലായില്ലേ. അത്രയും പേപ്പർ വർക്കായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഡാറ്റ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വെച്ച് ഇത് കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ എൻട്രി ആയിട്ടാണ് അവരുടെ ബാക്കി കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരുന്നത്. ആ ഡാറ്റ എൻട്രിക്കാണ് സമയം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ ചെയ്തത്, ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊണ്ടുവരാണ് അല്ലേ. മൊബൈൽ വെച്ചോ അല്ലെങ്കിൽ ടാബ് വെച്ചോ മാത്രം ഡാറ്റ കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ
വളരെ ഫാസ്റ്റായിട്ട് ഇന്നത്തെ കണക്ക് നമുക്ക് ഇന്ന് തന്നെ ഔട്ട് കിട്ടും. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. ആ സ്പീഡ് അല്ലെ, അത്രയും അല്ലെ, ഒരു മാസം കൊണ്ടൊക്കെ മനുഷ്യർ ചെയ്തിരുന്ന ആ പണി കമ്പ്യൂട്ടർ മിനിറ്റുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. സ്പീഡ് ഒന്നാമത്തെ ഗുണം, വേഗത അല്ലേ, വേഗത ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താ മക്കളെ? ആക്യുറസി. ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താണ്? ആക്യുറസി, അത് തന്നെ വളരെ വളരെ ആക്യുറേറ്റ് ആണ്. നമ്മളൊരു ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ കൊള്ളേണ്ട അടുത്ത് കൊള്ളും, അത് ഭയങ്കര ആക്യുറേറ്റ് ആണെന്ന് പറയും. അതാണ് എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് എ വെരി ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. വളരെ ഉയർന്ന ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഫ്യൂവർ എറേഴ്സ് ഇൻ ദ ഔട്ട്പുട്ട് അല്ലേ. ഔട്ട്പുട്ടിൽ എറേഴ്സ് വളരെ വളരെ കുറവായിരിക്കും, അതുപോലെ പ്രിസിഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ കട്ടായിട്ടുള്ള സാധനമായിരിക്കും നമുക്കിവിടെ നടക്കുക. എന്താണ് ആക്യുറസി? എന്താണ് ആക്യുറസി? കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ 4ഉം 2ഉം വെച്ച് നമ്മൾ കൂട്ടുന്നു. അപ്പോൾ 4ഉം 2ഉം 6 നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, കമ്പ്യൂട്ടറിന് പെട്ടെന്ന് പറയാൻ പറ്റും, അതിന് കൊടുത്ത് പ്രോഗ്രാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ 1,38,422ഉം 2,82,527 തമ്മിൽ കൂട്ടാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു നിമിഷം ഒന്ന് നോക്കാം, എന്തുട്ടാ പറഞ്ഞേട്ടാ എന്ന് ചോദിക്കും അല്ലേ. കാര്യം ഇവിടെ നിന്ന് കേട്ട കുറേ സാധനം ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഒന്നുകൂടെ പറ എന്നിട്ട് നമ്മൾ എഴുതിയിട്ട് നമ്മൾ കൂട്ടി വെക്കും. കമ്പ്യൂട്ടറിന് 4ഉം 2ഉം തമ്മിൽ കൂട്ടുന്ന അതേ സമയം മതി ഈ പറഞ്ഞ 2 തുക തമ്മിലും കൂട്ടാൻ. തെറ്റുകൾ അവിടെ സംഭവിക്കില്ല. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ത് മക്കളെ? ആക്യുറസി, മറന്നു പോകരുത്. അടുത്ത എന്താണ്? ഡിലിജൻസ്. എന്താണ് ഡിലിജൻസ്? എന്താ ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കാണെങ്കിൽ ഒരു പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ പോകേണ്ടി വരും, ബ്രേക്ക് എടുക്കാൻ പോകേണ്ടി വരും, വാട്സാപ്പ് നോക്കും. എന്തിനാ നമ്മൾ മടുത്തു പോവല്ലേ? എങ്ങനെ? റൊട്ടീനായിട്ടുള്ള ജോബുകൾ ചെയ്യുമ്പോഴത്തേക്കും, റൊട്ടീനായിട്ടുള്ള പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എന്താണ്? മടുത്തു പോകും. പക്ഷേ കമ്പ്യൂട്ടർ നമുക്കറിയാം അതൊരു മെഷീനാണ്, മടുപ്പൊന്നും ഉണ്ടാകത്തില്ല. മനുഷ്യരെ പോലെയല്ല, ഇറ്റ് വിൽ നോട്ട് ഷോ എനി ഇമോഷൻ ഓർ ഡിസോബേ യു. നിങ്ങളെ അനുസരിക്കാൻ പോടോ ഒന്ന്, എനിക്ക് മതി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആര് പോകില്ല? കമ്പ്യൂട്ടർ പോകില്ല. ഡിലിജൻസ് അല്ലേ. എന്താണ്? ഫോർ ലോങ് അവേഴ്സ്, ഒരുപാട് മണിക്കൂറുകൾ ഒരു വിഷമവും ഇല്ലാതെ ഒരു ക്ഷീണവും ഇല്ലാതെ അല്ലേ വർക്ക് ചെയ്യാനുള്ള കഴിവിനാണ് ഡിലിജൻസ് എന്ന് പറയുക. ഡിലിജന്റ്. ഓക്കെ, പണ്ട് സഹകാരി തുടങ്ങിയ സമയത്ത് ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ജോലി സമയം രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം 10:30 മണി വരെയൊക്കെ പോകും. നമ്മൾ ഡിലിജന്റ് ആണ് അല്ലേ. ഓക്കെ, എന്നാൽ നമ്മൾ അവിടെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും, ശരിയാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് ആ ബ്രേക്കിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ വെർസാറ്റിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിന് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ അത്ര വെർസറ്റൈലാണോ മക്കളെ? നമ്മൾ അത്ര കണ്ട് വെർസറ്റൈലല്ല. ചില ആൾക്കാർ നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും, പടം വരയ്ക്കുകയും ചെയ്യും അല്ലേ. ചില ആൾക്കാർ 2 കൈ കൊണ്ട് 2 രീതിയിൽ എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈക്ക് അത് ഇതുപോലെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് ഈ 2 കാര്യത്തിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക. കമ്പ്യൂട്ടറാണെങ്കിൽ 2 അല്ല 3, 4, 5 കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. അതിനാണ് വെർസാറ്റിലിറ്റി എന്ന് പറയുക അല്ലേ. കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസിങ് ടാസ്ക് അല്ലേ. ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോസസിങ് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ സമയത്ത് തന്നെ ബാക്കിൽ നമുക്ക് ഏതെങ്കിലും കോപ്പി പേസ്റ്റിംഗ് പരിപാടി ഇട്ടേക്കാം അല്ലേ. ഇത് കുറേ ഫയൽസ് നമുക്ക് അങ്ങോട്ട് കോപ്പി ചെയ്യണം. അതവിടെ കോപ്പി ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മൾ റെൻഡറിങ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് അതിനെ റെൻഡർ ചെയ്ത് കോപ്പി ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അത് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ആ സമയം റെൻഡർ ഇട്ടിട്ട് നമുക്ക് അടുത്ത ഫോട്ടോഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നതാണ് വെർസാറ്റിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ? സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വെർസാറ്റിലിറ്റി. വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ ഈ വാക്ക് മറന്നു, ഡിലിജൻസും വെർസാറ്റിലിറ്റി മറന്നു. കാരണം നമുക്ക് ആ വാക്കുകൾ പൊതുവെ സാധാരണക്കാരനായ ഒരു ആൾക്ക് അത്ര വലിയ പരിചയമില്ലാത്ത വാക്കുകളായതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സാറ് ഈ 2 വാക്കുകൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വളരെയേറെയാണ്. നോക്കാം. ഇനി അടുത്ത ഹ്യൂജ് മെമ്മറി. നമുക്കറിയാം കമ്പ്യൂട്ടറിന് ഇനോമസ് മെമ്മറി ഉണ്ട് അല്ലേ, ഇഷ്ടം മാതിരി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എങ്ങനെ നമ്മുടെ ഇത് മെമ്മറി കാർഡ് വന്നപ്പോഴത്തേക്ക് ആദ്യം 516 അത്ര MBയുടെ കാർഡായിരുന്നു പണ്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ അത്ര 512 MB, പിന്നെ 1 GB കാർഡ്, പിന്നെ 2 GB കാർഡ്, പിന്നെ 6 GB, 8 GB അല്ലേ. അങ്ങനെ കാര്യങ്ങൾ നടന്നു വന്നു. ഇപ്പോഴൊക്കെ ഒരു മൊബൈലിൻ്റെയൊക്കെ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും 1 TB, 1 ടെറാബൈറ്റ് വരെ, അതായത് 1024 GB ഉൾപ്പെടുന്ന 1 ടെറാബൈറ്റ് വരെ
ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഒരു മൊബൈലിൻ്റെയൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐഫോണിലൊക്കെ ആണെങ്കിൽ 1 TB ഐഫോൺ ഉണ്ട്, അതിൻ്റെ പകുതി ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത്രയും മെമ്മറി, അമ്മാതിരി മെമ്മറി എന്തിനുണ്ട്, ഇപ്പോൾ നിലവിൽ കമ്പ്യൂട്ടർ ഉണ്ട്. മാത്രമല്ല നമുക്ക് ആവശ്യമെങ്കിൽ എന്താണ് അത് വർദ്ധിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് അല്ലേ. നമുക്കതിനെ എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ മെമ്മറി നമുക്ക് ആടിയെടുത്തുകൊണ്ട് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹ്യൂജ് മെമ്മറി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 3, 4, 5 മൂന്നാമത്തെ 4ാമത്തെ പോയിന്റ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഇനി 2 ലിമിറ്റേഷൻ പറയുന്നു. എന്താ? ലാക്ക് ഓഫ് ഐക്യുവിൻ്റെ കുറവ്. എന്താ? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യന് വേണ്ടി മാത്രമുള്ള സാധനമാണ്. IQ മനുഷ്യന് മാത്രമുള്ളതാണ്. അതായത് മക്കളെ നോക്ക്, പലപ്പോഴും നമുക്ക് തോന്നും, നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ AI ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും കോഡ് ചെയ്യുന്നു, കോഡ് എഴുത്തരുന്നു, അത് ചെയ്യുന്നു, നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു, അത് ആലോചിച്ച് പറഞ്ഞു തരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, കമ്പ്യൂട്ടറിന് എന്തുണ്ട്, ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന്. അല്ലേ? അത് ശരിയല്ല, തെറ്റാണ്. അത് തെറ്റാണ്. അതായത് നമുക്കുള്ളതുപോലെയുള്ള ഇമോഷണൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ശേഷിയോ ഇപ്പോഴും എന്തിനായിട്ടില്ല, AIക്കാവട്ടെ കമ്പ്യൂട്ടറിനൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അത് കൊടുക്കാനും പാടില്ല. അങ്ങനെ ഒരു അതോറിറ്റിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ സംഗതി കുഴപ്പമാവും. നമ്മൾ എന്തിനൻ സിനിമ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. എന്തിനൻ സിനിമയിൽ ആദ്യമായിട്ട് ഈ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ റോബോട്ടിന് എന്ത് ചെയ്യുന്നു, വികാരം ഫീൽ ചെയ്യുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഹൈ ലെവൽ സാധനമാണ്. അതിനുള്ള സോഫ്റ്റ്വെയർ എന്തിലില്ല, അതിൻ്റെ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു കാര്യത്തിൽ നമ്മൾ ഒരിടത്ത് എടാ എന്ന് വിളിച്ച് നമ്മൾ പോടാ എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ സ്രവിക്കപ്പെടുന്ന കുറേ കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ആ ഒരു ആങ്കർ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ, ഡിസിഷൻസ് എല്ലാം ഈ ആങ്കർ, ഫിയർ ഇതുപോലുള്ള വികാരങ്ങളുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്നു അല്ലേ. ഒരിക്കലും നമുക്ക് ഈ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ വികാരങ്ങളെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവറിലേക്കും പലപ്പോഴും എത്താൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴുള്ള AI ടൂൾസ് ഒന്നും ഡിസിഷൻ എടുക്കാറില്ല, പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും. കാരണം എന്താ, ആസ് പെർ ദ ഡാറ്റ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഉപദേശം അവർ തരും, AI തരും. നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, നല്ലത് കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും. ഈ കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരും. പക്ഷേ തീരുമാനം നീ ഇന്നതേ ചെയ്യാവൂ എന്ന് ഒരു AI പറയില്ല, നീ ഇത് തന്നെ ചെയ്യണം എന്നൊരിക്കലും പറയില്ല. അങ്ങനെ തീരുമാനം എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആർക്കില്ല, കമ്പ്യൂട്ടറില്ല. അതുപോലെ എന്താണ്, IQ എന്ന് പറയുന്ന സാധനവും ആർക്കില്ല, കമ്പ്യൂട്ടറിനില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇതാണ് 2 പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് ഒന്നും കൂടെ എടുത്ത് പറയുന്നു. 1 സ്പീഡ് പറഞ്ഞു, 2 ആക്യുറസി പറഞ്ഞു, 3 ആട്ടോമേഷൻ. ഇതും കൂടെ പറഞ്ഞു പോകണം. ആട്ടോമേഷൻ എന്താ? ആട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ, ഓട്ടോമേഷൻ നമുക്ക് നിരന്തരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കൃത്യമായ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ചുമ്മാ ഒരു എക്സൽ ഷീറ്റ് എടുക്കാം മക്കളെ. എക്സൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണക്ക് കൂട്ടുവാനും അതുപോലെ ഡാറ്റയെ കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം എക്സൽ ഷീറ്റ്. ഒരുപാട് കോളങ്ങളുണ്ട് എക്സൽ ഷീറ്റിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ എക്സൽ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഓട്ടോമേഷൻ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താണ്, A എന്ന് പറയുന്ന കോളത്തിൽ വരുന്ന സാധനത്തിനെല്ലാം Bയിൽ വരുന്ന കോളത്തിലെ സാധനം കൊണ്ട് ഗുണിച്ച് Cയിൽ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ഫോർമുല കൊടുത്താൽ മാത്രം മതി അല്ലേ. ആ സെല്ലിൻ്റെ അഡ്രസ്സും ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഇൻറ്റു മാർക്കിട്ട് അടുത്ത സെല്ലിൻ്റെ അഡ്രസ്സും കൊടുത്ത് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എപ്പോഴും ഇരുന്ന് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, എപ്പോഴും ഇരുന്ന് കാൽക്കുലേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പ്രോഗ്രാമബിലിറ്റി, നമുക്ക് എന്താണോ വേണ്ടത് ഔട്ട് ഓഫ് ദിസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദിസ് മെഷീൻ നമുക്ക് എന്താണ് വേണ്ടത് അതിന് ആവശ്യമുള്ള തരത്തിലുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ പ്രോഗ്രാമബിലിറ്റി. അതുപോലെ ഡിലിഗൻസ് നേരത്തെ പറഞ്ഞു അല്ലേ. ഡിലിഗൻസ് പറയുമ്പോൾ എന്താണ്, ഒന്ന് പോടാന്ന് എഴുന്നേറ്റ് പറയില്ല, ചായ കുടിക്കണിച്ച് പോകത്തില്ല, അൺടയറിംഗിൽ ഇരുന്ന് പണിയെടുത്തുകൊള്ളും അല്ലേ. വെർസാറ്റിലിറ്റി, ഒരേ സമയം മൾട്ടി ടാസ്കിങ്, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനുള്ള കഴിവുണ്ട് കമ്പ്യൂട്ടറിന്. അതുപോലെ ഹ്യൂജ് മെമ്മറി, നേരത്തെ പറഞ്ഞ കാര്യമാണ്. റിലയബിലിറ്റി, നമ്പാൻ കൊള്ളാം. കാര്യം എന്താ, ഇത്രയേ ഉള്ളൂ, 4ഉം 6ഉം തമ്മിൽ കൂട്ടുമ്പോഴത്തേക്കും 10 ആണ് എന്നാണ് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ കൊടുത്ത പ്രോഗ്രാം എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ 2-3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും കിട്ടുന്ന സാധനം ശരിയായിരിക്കും, ഉറപ്പായിട്ടും കറക്റ്റ് ആയിരിക്കും. അതാണ് റിലയബിലിറ്റി. അവനെ നമ്പാൻ കൊള്ളാം, സംഖ്യ കൂടിയനുസരിച്ച് അവൻ തെറ്റ് വരുത്തില്ല. അപ്പോൾ ലിമിറ്റേഷൻസ് നോക്കാം മക്കളെ, ഏതൊക്കെയാണെന്ന്. ലാക്ക് ഓഫ് ഐക്യുവിൻ്റെ കുറവ് അല്ലേ, IQ ഇല്ല. അതുപോലെ എന്താണ്, ഡിസിഷൻ മേക്കിംഗ് പവറും ആർക്കില്ല, കമ്പ്യൂട്ടറിനില്ല, മറന്നു പോകരുത്. ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക്
വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം. ഇനി അടുത്ത ഡാറ്റ. എന്താണ് ഡാറ്റ? ഡാറ്റ ഡിനോട്ട്സ്. എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ നോക്കാം, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഫാക്റ്റും ഫിഗറുമാണ്, അത് റോ ആണ്, അതായത് പ്രോസസ്ഡ് അല്ല. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. അതിനകത്ത് എന്തൊക്കെ വരും? നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്സ്, ക്വാണ്ടിറ്റി. അത് കൃത്യമായിട്ട് അടുക്കിയിട്ടില്ല, അത് പ്രോസസ്സ് ചെയ്തിട്ടില്ല. പ്രോസസ്സ് ചെയ്യപ്പെടാത്ത സാധനത്തിന് നമ്മളെന്ന് വിളിക്കുക? ഡാറ്റ എന്ന് വിളിക്കുക. എല്ലാ മോഡേൺ കമ്പ്യൂട്ടേഴ്സും എന്തിനാണ്? ഡാറ്റയിലാണ് പ്രവർത്തിക്കുന്നത്, മറന്നു പോകരുത്. അതുപോലെ ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ലാറ്റിൻ പദമാണ്. അതും എന്താണ്? ലാറ്റിൻ പദമാണ്. പദം എന്താണ്? ഡാറ്റം എന്നാണ് പദത്തിന്റെ പേര്, അല്ലേ? എന്താണ്? ഡാറ്റം. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് പരിചയപ്പെടാം. എന്താണ്? ഡാറ്റ എബൌട്ട് ഡാറ്റ. എന്താ അത്? മെറ്റാ ഡാറ്റ. മെറ്റാ ഡാറ്റ. നോക്കൂ, ഡാറ്റ എബൌട്ട് ഡാറ്റ അല്ലേ, ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു മക്കളെ? നമ്മളൊരു വേർഡ് ഫയൽ എടുക്കുന്നു. ആ വേർഡ് ഫയൽ നിങ്ങൾ എഴുതി വെക്കുന്നു. ഞാൻ എഴുതി വെക്കുന്നു മൈ നെയിം ഈസ് ശ്യാം, അല്ലേ? മൈ ഡേറ്റ് ഓഫ് ബർത്ത് ദിസ് ഡാഷ്. ഇത് ഞാനൊരു ഡാറ്റയാണ്. അത് ഞാൻ സേവ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഇൻപുട്ട് ഞാൻ കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയ കമ്പ്യൂട്ടർ അതിൽ എന്ത് ചെയ്തു? ഒരു വേർഡ് ഫയലിൽ ഞാൻ സേവ് ചെയ്തു, നമ്മളെ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്തു. അപ്പോൾ അത് ഡാറ്റയാണ്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡാറ്റ ഉണ്ടായിരിക്കും. ഈ ഡാറ്റ ഞാനെന്നുണ്ടാക്കി, അല്ലേ? അതിൽ എത്രത്തോളം സൈസ് ഉണ്ട്, അത് നമ്മളെ കമ്പ്യൂട്ടറിന് എത്രത്തോളം സ്ഥലം അത് എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡാറ്റകൾ, അല്ലേ? അങ്ങനെയുള്ള ഡാറ്റകൾ എന്ന് വിളിക്കുക മെറ്റാ ഡാറ്റ എന്ന് വിളിക്കുക, അല്ലേ? ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയാണെന്ന് വിളിക്കുക മെറ്റാ ഡാറ്റ. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഇൻഫർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവര സാങ്കേതിക വിദ്യയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അല്ലേ? വിവരം എന്താണ്? എന്താണ്? പ്രോസസ്ഡ് ഡാറ്റയാണ് എന്ന് വിളിക്കുക, ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. എന്താണ്? ഇൻഫർമേഷൻ. എന്താണ്? പ്രോസസ്ഡ് ഡാറ്റയാണ് എന്ത്? ഇൻഫർമേഷൻ എന്ന് വിളിക്കുക, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ്? എന്താ ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അതിനകത്ത് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്സ്, ക്വാണ്ടിറ്റി എല്ലാം ഉൾപ്പെടാം. അതിന് നമുക്ക് മറ്റൊരു രീതിയിലേക്ക്, അല്ലെ, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഡാറ്റ എന്ന് വിളിക്കുക. അതുപോലെ എല്ലാ മോഡേൺ കമ്പ്യൂട്ടേഴ്സും ഡാറ്റയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ ടേം എവിടെ നിന്നാണ് വന്നത്? ലാറ്റിൻ വേർഡായിട്ടുള്ള ഡാറ്റം എന്ന് പറയുന്ന വേർഡ് നിന്നാണ് ഈ ഒരു ടേം വന്നത്. ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ എന്താണ്? മെറ്റാ ഡാറ്റയാണ്. പ്രോസസ്ഡ് ഡാറ്റയെ വിളിക്കുന്ന പേരെന്താണ്? ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വിവരം എന്ന് വിളിക്കുന്നു, അല്ലേ? അപ്പോൾ എന്താ ഇൻഫർമേഷൻ നോക്കാം? പ്രോസസ്ഡ് ഡാറ്റ, അല്ലേ? അതുപോലെ ഇൻഫർമേഷന് പ്രത്യേകതയുണ്ട്, അതിനൊരു മീനിങ് ഫുൾ മെസ്സേജ് നമുക്ക് തരാൻ പറ്റും, അല്ലേ? നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സാധനം കുറേ നമ്പേഴ്സും അക്കങ്ങളും ലെറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് അത് എന്തിനാണ് കൊടുക്കുന്നത്? ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനമായി പുറത്തേക്ക് തരാനാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്ഡ് ഡാറ്റയാണ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. ആ ഇൻഫർമേഷൻ എന്ത് തരാൻ പറ്റും? നമുക്കൊരു വിവരം തരാൻ പറ്റും. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരു മീനിങ് ഫുൾ മെസ്സേജ് കൺവേ ചെയ്യാൻ കഴിയും ഇൻഫർമേഷന്. അപ്പോൾ ഡാറ്റ ചേർന്ന് ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് എന്താക്കി? നമ്മൾ ഇൻഫർമേഷൻ ആക്കി. അപ്പോൾ നോക്ക്, അത് ആ പരിപാടിക്ക് പറയുന്ന പേരാണ് ഡാറ്റ പ്രോസസിംഗ്, അല്ലേ? എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ്. അത് എന്ത് ചെയ്യുന്നു? ദാറ്റ് കൺവേർട്സ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ. ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡാറ്റ പ്രോസസിംഗ്. എന്താണ്? ഡാറ്റ പ്രോസസിംഗ്. മറന്നു പോകില്ല, വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? ഇനി ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് ആരാണ്? ഹെർമൻ ഹോളറിത്ത്. ആരാണ് മക്കളെ? ഹെർമൻ ഹോളറിത്ത്. ആരാണ്? ഹെർമൻ ഹോളറിത്ത്. ഒരുപാട് പേരുകൾ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ ഹോളറിത്തിന്റെ മെഷീനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് ആരാണ്? ഹെർമൻ ഹോളറിത്ത്. ആരാണ്? ഹെർമൻ എന്ന് പറഞ്ഞു, ഒന്ന് ഉറച്ചു പറഞ്ഞേ, 2 പ്രാവശ്യം പറഞ്ഞു, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ? ഹെർമൻ ഹോളറിത്ത്. ആരാണ്? ഹെർമൻ ഹോളറിത്ത്. ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് ആരാണ്? ഹെർമൻ ഹോളറിത്ത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോസസ്ഡ് ഡാറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. ഇൻഫർമേഷൻ നമുക്കൊരു കൃത്യമായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യാൻ കഴിയും. അതുപോലെ എന്താണ്? ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് അങ്ങനെ പഠിച്ചു, അത് മതി നമുക്ക്. ഹെർമൻ ഹോളറിത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇൻഫർമേഷനായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു ഇവല്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഇവിടെ എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൊസിഷണൽ നമ്പർ സിസ്റ്റങ്ങളുണ്ട്, നോൺ പൊസിഷണൽ ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പൊസിഷണൽ നമ്പർ സിസ്റ്റവും നോൺ പൊസിഷണൽ എന്നും? ഈ നമ്പർ സിസ്റ്റംസ് വിശദമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റംസ് അല്ല കേട്ടോ പഠിക്കുന്നത്. നമ്മുടെ ചരിത്രാതീത കാലം തൊട്ട് നമുക്ക് ഡെവലപ്പായി വന്നിട്ടുള്ള എവല്യൂഷൻ, നമ്പർ സിസ്റ്റങ്ങളിൽ വന്നിട്ടുള്ള എവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബേസ് പഠിച്ചേ പറ്റൂ. എന്താണ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അക്കങ്ങളുടെ ആകത്തുക എത്ര എണ്ണമുണ്ട്, ഇതാണ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് ആർ ആക്ച്വലി യൂസ്ഡ് ഇൻ ദ ഗിവൺ നമ്പർ സിസ്റ്റം.
വാട്ട് എവർ ബി ദ നമ്പർ സിസ്റ്റം. ചൈനീസ് ആണോ, നിനക്ക് ചൈനീസിൽ എത്ര അക്കം ഉണ്ടടാ എന്ന് ചോദിക്കുന്നു. അത് എത്ര, ഇത് 10 അക്കം എങ്കിൽ അതാണ് അതിൻ്റെ ബേസ്. മനസ്സിലായി. ഇനി നിങ്ങൾ എടുക്കുന്നു എന്താണ് ഡെസിമൽ സിസ്റ്റം. ഇതിൽ എത്ര അക്കം ഉണ്ടടാ എന്ന് ചോദിച്ചാൽ എത്രയാണ്? ഡെസിമൽ സിസ്റ്റത്തിൽ 10 ഉണ്ട്. 10 ഉണ്ടാടേ 1 മുതൽ 9 വരെ ഉള്ളൂ. അല്ല, 0 കൂടെ ഉണ്ട് അല്ലേ? യെസ്, 0 കൂടെ ചേരുമ്പോൾ 10 അക്കമായി. അപ്പോൾ എന്താണ് നമ്മളെ ഡെസിമൽ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിന് വേറൊരു പേരും കൊണ്ട് റാഡിക്സ് എന്നൊരു പേരും ഉണ്ട് അല്ലേ? റാഡിക്സ് ഓഫ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് ചോദിക്കാം. അത് ചോദിക്കില്ല, കാരണം റോമൻ നമ്പർ സിസ്റ്റത്തിൽ എന്തില്ല? റാഡിക്സ് ഇല്ല. കാരണം അതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റം അല്ല. അങ്ങോട്ട് വരാം. അപ്പൊ എന്താണ് ബേസ് ഓഫ് എ നമ്പർ സിസ്റ്റം? ഇനി നമുക്ക് ബൈനറി നോക്കാം. ബൈനറിയുടെ ബേസ് എത്ര അല്ലെങ്കിൽ റാഡിക്സ് എത്ര എന്ന് ചോദിച്ചാൽ എത്ര? ഉത്തരം 2 ആണ്. കാര്യം എന്താ? 0 ആൻഡ് 1 എന്ന് പറയുന്ന 0 അല്ലെങ്കിൽ 1 ഈ 2 അക്കങ്ങൾ മാത്രമേ ബൈനറിയിൽ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ 2 അക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 2 ആണ് അല്ലേ? അതേസമയം 0, 1, 2, 3, 4 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ മൊത്തം 10 അക്കങ്ങളുണ്ട്. അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എത്രയാണ്? 10 ആണ്. എത്രയാണ്? 10 ആണ്. മറന്നു പോകരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ചെറിയൊരു ഇക്വേഷൻ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. ബേസിന് പകരം റാഡിക്സ് എന്ന് ചോദിക്കാം കേട്ടോ. ബേസ് ഓർ റാഡിക്സ് എന്ന് ചോദിക്കാം, മറന്നുപോലെ. അപ്പോൾ എന്താണ്, ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ n ബേസ് ആണ്. നമ്പർസിന്റെ ബേസ് n ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉള്ള ഡിജിറ്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 0 മുതൽ n-1. ഇതാണ് കണക്കോ. ഓക്കെ, 0 മുതൽ n-1. ഇപ്പോൾ നമ്മുടെ എന്താണ് ബൈനറിയുടെ ബേസ് 2 അല്ലേ മക്കളെ? നോക്കാം. അപ്പോൾ ബൈനറിയുടെ ബേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0ഉം 1 മാത്രം കിട്ടും. നോക്കാം നമുക്ക് എന്താണ് വരുന്നത്. 0 to 0 മുതൽ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? n-1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. n എന്ന് പറയുമ്പോൾ എന്താണ്? 2 അല്ലേ? അപ്പോൾ 0 മുതൽ എത്ര? 2-1 എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 0 മുതൽ 1 ആകുമ്പോൾ 0 to 1 2 അല്ലേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് നിങ്ങൾ 0 മുതൽ 9 വരെയുള്ള നമ്മുടെ 10 ബേസ് ആയിട്ടുള്ള സിസ്റ്റത്തിലും പരിഗണിച്ച് നോക്ക്. ഇത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ അവസാനത്തെ ഏറ്റവും വലിയ സംഖ്യയുടെ കൂടെ 1 കൂട്ടുക. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മൈനസ് ഇട്ടൂടെ എഴുതിയിരിക്കുന്നത്. 0 to n-1, 0 to n-1, 0 to n-1, 0 to n-1. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n എന്ന് പറയുമ്പോഴത്തേക്കും ബേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മൊത്തം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ നമ്പർ സിസ്റ്റത്തിനും റാഡിക്സ് ഉണ്ട്. എല്ലാ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിനും റാഡിക്സ് ഉണ്ട് അല്ലെങ്കിൽ ബേസ് ഉണ്ട്. അല്ലാത്ത നമ്പർ സിസ്റ്റത്തിന് റാഡിക്സ് ഇല്ല. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ബൈനറിയിൽ നോക്കാം. ബൈനറി നമ്പേഴ്സിൽ 0ഉം 1ഉം ആണുള്ളത്. അതിനെ നമ്മളൊരു ബിറ്റ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാം ബിറ്റ് പിന്നെ ബൈറ്റ് അങ്ങനെ കുറേ മാറി പോകും. മെമ്മറി അല്ലേ? ഓക്കെ, അത് പഠിക്കാം. ഇനി എവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റം നമുക്കറിയാം. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ട്, ഒരുപാട് കൾച്ചറുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അല്ലേ? സംസ്കാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും വ്യത്യസ്തമായ രീതിയിലാണ് ഈ നമ്പേഴ്സിനെ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആവശ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഉദാഹരണത്തിന് ഇവിടെ ഉണ്ട്, ഞാനാണ് ഈ ഒരു സംഘത്തിൻ്റെ തലവൻ. എൻ്റെ കൂടെ 4 പെണ്ണുങ്ങളുണ്ട്, 5 ആണുങ്ങളുണ്ട്. മൊത്തം അറിയണ്ടേ മൊത്തം എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? കാര്യം എന്താ, കഴിഞ്ഞ പ്രാവശ്യപ്പോഴത്തേക്കും ഇതിനു മുന്നേ നോക്കിയപ്പോഴത്തേക്കും കുറേ പേര് വന്ന് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം അടിച്ചു വന്നിട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഇത്ര പേരേ ഉള്ളൂ. അപ്പോൾ അറിയണം എത്ര പേരുണ്ടെന്ന് അറിയണം അല്ലേ? അതിനുവേണ്ടി ഓരോരുത്തർക്ക് ഒരു കമ്പ് കൊടുത്തിട്ട് അവിടെ വെച്ചേക്കാം. അങ്ങനെ കമ്പൊക്കെ വെച്ച് കൂട്ടിയാണ് ആദ്യം നമ്മൾ എണ്ണാൻ പഠിച്ചത്. നമ്മൾ പണ്ട് കുഞ്ഞുനാളിലെ പഠിച്ച പോലെയാണ് മനുഷ്യനും പണ്ട് പഠിച്ചത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ദൂരെ നിർത്തം വരുന്നു, അവൻ്റെ കൂടെ കുറേ ആൾക്കാർ. അപ്പോൾ കുറേ ഉണ്ടല്ലോ, അത് എണ്ണണ്ടേ? കണക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റംസ് ആണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ചെമ്മരി ആടുകളുണ്ട് അല്ലെങ്കിൽ എത്ര ആടുകളുണ്ട് അറിയണം. 5 ആടുകളെ കൊടുത്തപ്പോഴത്തേക്കും അവൻ 3 പോത്തിനെ തന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ ബാർട്ടർ സിസ്റ്റംസ് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം കണക്ക് ആവശ്യമായിട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗോത്രവർഗ്ഗക്കാരും അവരുടേതായ രീതിയിൽ, ഓരോ സംസ്കാരങ്ങളും അവരുടേതായ രീതിയിൽ ഓരോരോ നമ്പർ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പുരാതനമായ നമ്പർ സിസ്റ്റമാണ് എന്ത്? ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം അല്ലേ? ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം. ഈജിപ്റ്റ് നമുക്കറിയാം, ഫറവോൻ്റെ ഒക്കെ ഈജിപ്റ്റ് അല്ലേ? അല്ലെങ്കിൽ എന്താണ് പിരമിഡുകളുടെ നാട്. ഒരുപാട് പഴയ സംസ്കാരമാണ്. 3000 BC എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 5000-ഓളം വർഷങ്ങൾക്ക് മുന്നെയാണ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം ഇവോൾവ് ചെയ്തത്. ഇവിടെയും 10 ആയിരുന്നു ബേസ് അല്ലേ? 10 ആണ് അതിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇത് 1ൻ്റെ ചിഹ്നം, ഇത് 2ൻ്റെ ചിഹ്നം, 3, 4, 5, 6ൻ്റെ ചിഹ്നം അപ്പോൾ 2 സെറ്റായി, 7ൻ്റെ ചിഹ്നം 2 സെറ്റായി, 8ൻ്റെ ചിഹ്നം 2
സെറ്റ് 9ന്റെ ചിഹ്നം 2 സെറ്റ് 10 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവരൊരു യുണീക്ക് ആയിട്ടുള്ള ചിഹ്നം അതിന് കൊടുത്തു അല്ലേ. 10 ഇതാണ് കേട്ടോ 10. അത് കഴിഞ്ഞ് 20ന് ചിഹ്നമുണ്ട്, അങ്ങനെ എല്ലാത്തിനും ചിഹ്നമുണ്ട്. 30ന് 40ന് 50ന് 60ന് 100ന് അടുത്ത ചിഹ്നം, അങ്ങനെ ചിഹ്നങ്ങൾ. ഓക്കെ, അപ്പോൾ നോക്കാം, ദേ ഹാഡ് യുണീക്ക് സിമ്പിൾസ് ഫോർ 0 to 9, 10 to 90 അല്ലേ, അതുപോലെ 100 to 900, അതുപോലെ 1000 to 900, അങ്ങനെ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള സിമ്പിൾസ് ഓരോന്നിനും ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് പഠിച്ചിരിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരും. 2021 ചോദിച്ച റോമൻ നമ്പർ സിസ്റ്റത്തിന്റെ കാര്യം ചോദിച്ചല്ലേ. നോക്കാം, ഈജിപ്ഷ്യൻസിന് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈജിപ്ഷ്യൻസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ പവർ അല്ലെ 10ന്റെ പവർ റൈറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് 12427 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പവർ കൂടിയ സാധനം എന്താ ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ലെഫ്റ്റ് അല്ലേ, ഇതാ ഈ ഒന്നിനാണ് ഏറ്റവും കൂടുതൽ പവർ കൂടുതൽ. അവർക്കാണെങ്കിൽ ഇതാ ഇവിടെ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത് എഴുതി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അവിടെ ചോദ്യമൊന്നുമില്ല, ചോദിക്കാൻ സാധ്യതയുള്ള എത്രയേ ഉള്ളൂ. ഈജിപ്ഷ്യൻ നമ്പർസിന്റെ ബേസ് എത്രയാണ്, അല്ലെങ്കിൽ റാഡിക്സ് 10 ആയിരുന്നു കേട്ടോ. ഈജിപ്ഷ്യൻ നമ്പർസിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്തായിരുന്നു, 10 ആയിരുന്നു, മറന്നു പോകണ്ട. അതുപോലെ ഇതും കൂടെ നോക്കി വെച്ചേക്കാം. ഈജിപ്ഷ്യൻസ് വലത് നിന്നും ഇടതിലേക്ക് എഴുതിയതുകൊണ്ട് തന്നെ ഏറ്റവും പവർ കൂടിയ ആ ഒരു ഡിജിറ്റ് എപ്പോഴും റൈറ്റ് സൈഡിലായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇത് എല്ലാ NCERT പറയുന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെ എടുത്ത് വെച്ചേക്കണമെന്നേ ഉള്ളൂ. ദർ ഈസ് നോ അഡിഷൻ. ഓക്കെ, അടുത്ത സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. 2 പേരുണ്ട്, സുമേറിയക്കാർ അല്ലെങ്കിൽ ബാബിലോണിയക്കാർ. നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്, ചരിത്രാധികാലത്ത് ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ. സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം നോക്കാം. ഇറ്റ് യൂസ്ഡ് 60 ആസ് ഇറ്റ്സ് നമ്പർ ബേസ്. വളരെ വിശാലമായിട്ടുള്ളൊരു ബേസ് ആണ് അല്ലേ. നോക്ക്, കണ്ടോ നിങ്ങൾ അവിടെ ഇങ്ങനെ എഴുതി വന്നിട്ട് 60 വരെ അവർക്ക് എന്തുണ്ട്, പ്രത്യേകം എന്തുണ്ട്, സിമ്പിൾസ് ഉണ്ട്. 60 ആയിരുന്നു അവരുടെ നമ്പർ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് സെക്സാജെസിമൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. എന്താണ് സെക്സാജെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നു. അപ്പോൾ ചോദ്യം ഇവിടെ കിടക്കുന്നു, എന്താണ് സുമേറിയൻ നമ്പർ സിസ്റ്റം മീൻസ് ആൾസോ നോൺ ആസ് എന്താണ് സെക്സാജെസിമൽ സിസ്റ്റം, അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം ആൾസോ നോൺ ആസ് എന്താണ് സെക്സാജെസിമൽ സിസ്റ്റം അല്ലേ. അങ്ങനെ 2 പോയിന്റ് അവിടെ കിടക്കുന്നു. അതുപോലെ ഏറ്റവും ഉയർന്ന ബേസ് ഉണ്ടായിരുന്ന, ചരിത്രത്തിൽ ഏറ്റവും വലിയ ബേസ് ഉണ്ടായിരുന്ന നമ്പർ സിസ്റ്റവും എന്താണ്, ബാബിലോണിയൻ അല്ലെങ്കിൽ സുമേറിയൻ നമ്പർ സിസ്റ്റമാണ്. ബേസ് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. മൊത്തം എത്ര അക്കമാണ് നമ്മുടെ ഈ നമ്പർ സിസ്റ്റത്തിൽ ഉള്ളത് എന്ന് എണ്ണിയെടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ. അപ്പോൾ 60 ആയിരുന്നു നമ്പർ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ എന്താണ് 10 നമ്മുടെ നമ്പർ ബേസ്. 10 കഴിഞ്ഞാൽ 11, 12 അങ്ങനെ പോകുന്നത് അല്ലേ. യെസ്, അപ്പോൾ എന്താണ് 60 ആയിരുന്നു അതിന് നമ്പർ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ അതിനെ സെക്സാജെസിമൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. അതുപോലെ അവർക്ക് 0യ്ക്ക് പ്രത്യേകിച്ച് സിമ്പൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 0 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുമായിരുന്നു. എങ്ങനെ, ഒരു ബ്ലാങ്ക് ഇട്ടിട്ട് അല്ലേ. അവർക്ക് എവിടെയാണോ 0 കൊടുക്കേണ്ടത് അവിടെ അവർ എഴുതാതെ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഇട്ടിട്ട് അവിടെ അസ്യൂം ചെയ്യുന്നതായിരുന്നു അല്ലേ. ഓക്കെ, അതുപോലെ റൈറ്റിംഗ് ഒക്കെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് തന്നെ ആയിരുന്നു. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, ലാർജസ്റ്റ് ബേസ്. നേരത്തെ പറഞ്ഞ അതേപോലെ ലാർജസ്റ്റ് ബേസ് ദാറ്റ് പീപ്പിൾ എവർ യൂസ്ഡ് ഇൻ ഹിസ്റ്ററി. അതായത് ഒരു നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബേസ് ഉള്ള നമ്പർ സിസ്റ്റം ഏതാണ് ചരിത്രത്തിൽ ഉണ്ടായെന്ന് ചോദിച്ചതാണ് സുമേറിയക്കാരുടെ അല്ലെങ്കിൽ ബാബിലോണിയക്കാരുടെ നമ്പർ സിസ്റ്റമാണ്, അല്ലെങ്കിൽ സെക്സാജെസിമൽ സിസ്റ്റം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ് നിങ്ങളിവിടെ പഠിച്ചിട്ട് പോകേണ്ടത്. ഓക്കെ, എന്താണ് ലാർജസ്റ്റ് ബേസ് അല്ലേ, ലാർജസ്റ്റ് ബേസ് പീപ്പിൾ എവർ യൂസ്ഡ് ഇൻ ഹിസ്റ്ററി ഏതാണ്, സുമേറിയൻ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. മറന്നു പോകേണ്ട മക്കളെ. അടുത്ത് നോക്കാം നമുക്ക് ചൈനീസ് നമ്പർ സിസ്റ്റം അടുത്ത് നോക്കാൻ പോകും. എന്താണ് ചൈനീസ് നമ്പർ സിസ്റ്റം. ചൈനക്കാര് എങ്ങനെ 2500 BC ഏകദേശം 4500 വർഷങ്ങൾക്ക് മുന്നെയാണ് ചൈനീസ് നമ്പർ സിസ്റ്റം ഇവോൾവ് ചെയ്തു വന്നത്. അതുപോലെ ഇറ്റ് വാസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് എഫിഷ്യന്റ് നമ്പർ സിസ്റ്റം അല്ലേ. അപ്പോൾ ചൈനീസ് നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ് മക്കളെ, അത് കുറച്ച് സിമ്പിൾ ആയിരുന്നു, അതുപോലെ വളരെ എഫിഷ്യന്റ് ആയിരുന്നു ഉള്ളത് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ എന്താണ് അവർക്കും നമ്പർ ഉണ്ടായിരുന്നു, 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും. അതുപോലെ എന്താണ് ബേസ് 10 ആയിരുന്നു. പക്ഷെ അവർക്ക് എന്താണ് അന്ന് 0 ഉണ്ടായിരുന്നില്ല. 0 ഇല്ലാത്ത മാത്രമായിരുന്നു അവരുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ സിസ്റ്റം പോലെ തന്നെയാണ് ചൈനക്കാരുടെ നമ്പർ സിസ്റ്റവും. അപ്പോൾ അതും ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കൊക്കെ ആയിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ. അപ്പോൾ 1, 2, 3 അല്ലേ, എല്ലാ കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. നോക്കാം,
അപ്പൊ നോക്കാം അടുത്തത് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഗ്രീക്ക് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും 500 ബി സി ക്രൈസ്റ്റിനും 500 വർഷം മുന്നെയാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം വന്നത്. അതിന് മറ്റൊരു പേരുണ്ട് അയോണിയൻ നമ്പർ സിസ്റ്റം. എന്താണ് അയോണിയൻ നമ്പർ സിസ്റ്റം? മറന്നു പോകരുത്, ഇതാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്. എന്താണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ് എന്ത് അയോണിയൻ നമ്പർ സിസ്റ്റം, അല്ലെങ്കിൽ അയോണിയൻ നമ്പർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്ന നമ്പർ സിസ്റ്റം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. മറന്നു പോകരുത്. അതുപോലെ ഇത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പൊ നോക്കടാ, ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അതിന് എന്തുണ്ടായിരുന്നില്ല? സീറോയ്ക്ക് സിമ്പിൾ അവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. അയോണിയൻ നമ്പർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? ഗ്രീക്ക് നമ്പർ സിസ്റ്റമാണ്. ഇനി നമുക്ക് നോക്കാം റോമൻ ന്യൂമറൽസ്, അല്ലേ? റോമൻ നമ്പർ സിസ്റ്റം ദേ യൂസ്ഡ് 7 ലെറ്റേഴ്സ്. മൊത്തം എത്ര? 7 ലെറ്റേഴ്സ് ആണ് ഉണ്ടായത്. പക്ഷെ അവയ്ക്ക് എന്തില്ല? അവയ്ക്ക് ബേസ് ഇല്ല, അല്ലെങ്കിൽ റാഡിക്സ് ഇല്ല. കാരണം എന്താണ്? അതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റം അല്ലായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന്. നമുക്കറിയാം, നമ്മളിവിടെ 1 എഴുതുന്നു, അല്ലേ? ഒന്നിന്റെ വില എങ്ങനെ മാറ്റാം? ചുമ്മാ അതിന്റെ വലതുവശത്ത് ഒരു 0 ഇട്ട് കൊടുത്താൽ ആ 1ന്റെ വില മാറിയില്ലേ മക്കളെ? മാറി. പിന്നെ ഒരു 0 കിട്ടാലും മൊത്തം വില മാറിയില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 1ന്റെ വില മാറിയില്ലേ? ഈ 1നെ ഇവിടുന്ന് മാറ്റി നമ്മൾ ഇവിടെ കൊണ്ടുപോയാൽ പിന്നെ വില മാറിയില്ലേ? ഇതാണ് പൊസിഷൻ. ഇവിടെ ഒന്നില്ല എന്ന് വെച്ചോ, ഒന്നില്ല 2 0 1 1. അതാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. പൊസിഷൻ അനുസരിച്ച് വില കൂടുകയും വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ റോമൻ നമ്പർ സിസ്റ്റം അങ്ങനെയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെന്തില്ല? ഈ പറഞ്ഞ പോലെ റാഡിക്സ് ഇല്ല. നമുക്ക് ഈ 10 100 100 1000 എന്നുള്ള വെയിറ്റ് ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നാൽ റാഡിക്സ് വേണം. ആ റാഡിക്സിന് അടിസ്ഥാനത്തിലല്ലേ ഒരു വിലയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ ഇല്ല. ഇവിടെ ഈ 5 എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊണ്ടെഴുതിയാൽ 5 തന്നെയാണ്. ഈ എക്സ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ എന്താണ്? 10 തന്നെയാണ്. അപ്പോൾ മൊത്തം എത്ര ലെറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 7 ലെറ്റർ ആണുള്ളത്. റോമൻ നമ്പർ സിസ്റ്റം എത്രയാണ്? 7 ലെറ്റർ ആണുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞത്? മൊത്തം എത്ര? 7 ലെറ്റേഴ്സ് ആണുള്ളത്. ഒന്നൊക്കെയാണ് 1 I V X L C D ഇങ്ങനെ അതിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് ഉപയോഗിച്ചാൽ അവരെന്ത് ചെയ്യുന്നത്? ഫുൾ നമ്പേഴ്സ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റം അല്ല. ചോദ്യം വളരെ വ്യക്തമായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇവിടുന്നാ വന്നേ അല്ലേ? ഇനി ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും നമ്മൾ ബേസ് ഒക്കെ പഠിച്ചു. 60 ഒരു ബേസ് സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ അല്ലെങ്കിൽ സെക്സാജിസിമിൽ 60 പഠിച്ചു. ബാക്കിയുള്ള എല്ലായിടത്തും മിക്കവാറും 10 തന്നെയാണ് നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വരുന്നത്. മായൻ നമ്പർ സിസ്റ്റം എടുക്കുമ്പോഴത്തേക്കും അവിടെ ബേസ് എത്ര മക്കളെ? 20 ആണ്. അപ്പോൾ ബേസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മായന്റെയും അടുത്ത സുമേറിയ അല്ലെങ്കിൽ സെക്സാജസിമിൽ അല്ലെങ്കിൽ ബാബിലോണിയ, അത് 3 ഒന്നാണ്. അവരുടെയാണ് ബേസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതല്ല കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻസ് എന്തിനു വരും? മായൻ നമ്പേഴ്സിന്റെ ബേസ് എല്ലാം ചോദിക്കാം. എത്രയാണ്? 10 അല്ല 20 ആയിരുന്നു. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി മായന്മാർക്ക് ഒരു ചെറിയ കണക്കുണ്ടായിരുന്നാണ് 5 5 10 കാലിലും കയ്യിലും കൂട്ടി. പണ്ട് നമ്മൾ കൂട്ടാനൊക്കെ പഠിച്ചപ്പോൾ കൈ കൂട്ടി തീർന്ന് ഈ കാല് ഇനി ഇവിടെ ഇട്ട് കൂട്ടുമല്ലേ? അപ്പോൾ അതായിരുന്നു അവരുടെ പരിപാടി. അവരുടെ ബേസ് 20 ആയിരുന്നു. എന്താണ്? 20 ആയിരുന്നു. എങ്ങനെയാണ് അതിലൊക്കെ അസ്യൂം ചെയ്യുന്നത്? ഇറ്റ് ഈസ് സം ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് ടോസ്, അല്ലേ? കാലിൻ്റെയും കയ്യിലെയും വിരലുകളുടെ എണ്ണം. അങ്ങനെയാണ് അവർ ആ ബേസിലേക്ക് എത്തിയെന്നുള്ളതാണ്. മായൻ നമ്പർ സിസ്റ്റം ബേസ് ഈസ് 20. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മായൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് പഠിച്ചിരിക്കുക. ബാബിലോണിയ, സുമേറിയ അല്ലെന്നുണ്ടെങ്കിൽ സെക്സാജെസിമലിൻ്റെ ബേസ് പഠിച്ചിരിക്കുക. അത് 60, ഇവിടെ 20, ബാക്കിയെല്ലാം 10. ബേസ് ഇല്ലാത്ത ആർക്കാണ്? റോമൻ നമ്പർ സിസ്റ്റം. കാരണം എന്താണ്? കാരണം അത് പൊസിഷണൽ നമ്പർ സിസ്റ്റം അല്ല. ഇനിയാണ് നമ്മുടെ പരിപാടി. എന്താ? ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം, അല്ലേ? ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂമറൽ സിസ്റ്റം നോക്കാം. അത് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിലുണ്ടായ സാധനമാണ്. എന്താണ്? ഇന്ത്യയിലുണ്ടായ സാധനം, അല്ലേ? അതിൻ്റെ ഒരു ബേസ് തന്നെയാണ്. കാരണം നമ്മൾ 0 കൂടെ അങ്ങ് സംഭാവന ചെയ്തു, അല്ലേ? 0 കൂടെ സംഭാവന ചെയ്തു എന്നുള്ളതാണ്. നോക്കാം. ഇറ്റ് വാസ് എ പൊസിഷണൽ ഡെസിമൽ ന്യൂമറൽ സിസ്റ്റം ആൻഡ് ഹാഡ് എ സിംബൽ ഫോർ 0. 0ക്ക് സിംബൽ 0 കണ്ടെത്തിയ ആരാ? ഇന്ത്യക്കാരാ, അല്ലേ? 0 കണ്ടെത്തിയ ഒരുപാട് ചേഞ്ച് ആണ് ഈ നമ്പർ സിസ്റ്റത്തിൽ വന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞ എല്ലാ ക്രിയകളൊക്കെ ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം സഹായിച്ചു എന്നുള്ളതാണ്. അവിടെ 0യ്ക്ക് വളരെ വലിയൊരു വെയിറ്റ് കിട്ടി എന്നുള്ളതാണ്. ഇന്ത്യക്കാരാണ് 0നെ സംഭാവന ചെയ്തത്, അല്ലേ? ഓക്കെ, അപ്പോൾ യൂറോപ്യൻ നമ്പർ സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ? ഡിസെൻഡ് ഫ്രം ദ വെസ്റ്റ് അറബിക്കിൽ നിന്നാണ് യൂറോപ്യൻ നമ്പർ സിസ്റ്റം ഉണ്ടായി വന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറബിക്കാരുടെ നോക്കണേ 0 ഉണ്ട്, 1 2 അല്ല എല്ലാം ഉണ്ട്. അതിന് പകരം വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഈസ്റ്റേൺ അറബിക് ഇന്ത്യക്ക് നോക്കാം. ഈസ്റ്റേൺ പേർഷ്യൻ ആൻഡ് ഉറുദുവിലാണ് ഇങ്ങനെ എഴുതുന്നത്. അവർ ദേവനാഗരി ഹിന്ദി വന്നപ്പോഴത്തേക്കും 0 തൊട്ട് അവിടെ തുടങ്ങിയിരിക്കുകയാണ്, അല്ലേ? യെസ്, തമിഴ് വന്നപ്പോഴത്തേക്ക് ഇവിടെ 0 ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ദേവനാഗരി ഹിന്ദിയിലാണ് 0ത്തിന് സമാനമായിട്ടുള്ള സാധനം വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂറോപ്പിലേക്ക് പോയപ്പോഴത്തേക്ക് 0 ഒക്കെ വിശാലമായിട്ട് എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നോക്കണേ
നോക്ക. എന്താണ് 1500 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ അല്ലെ 1500 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ ഡെവലപ്പ് ആയ സാധനം ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്തുണ്ടായിരുന്നു, 0 ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഒരുപാട് കൺട്രീസ് ഈ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്തു അവരുടെ രീതിയിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പൊസിഷണൽ, വെയ്റ്റഡ്, നോൺ വെയ്റ്റഡ് എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അല്ലേ. നോക്ക്, ഇങ്ങനെ ഒരു നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലേ അതിന്റെ പൊസിഷൻ തീരുമാനിക്കും അതിന്റെ വില എത്രയാണെന്നുള്ള കാര്യം. ഇവിടെ എത്രയാണ് അതിന്റെ പൊസിഷൻ തീരുമാനിക്കും അതിന്റെ വില എത്രയാണെന്നല്ലേ. ഇറ്റ്സ് വാല്യൂ ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്. എവിടെയാണോ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് അല്ലേ, ഇവിടെ 10 റാഡിക്സ് വരുമ്പോൾ 10ന്റെ പവറാണ്, 10ന്റെ ഗുണിതങ്ങളായിട്ടാണ് പവർ ഇങ്ങോട്ട് കയറി വരുന്നത്. ഒറ്റ 10 100 1000 ഇങ്ങനെ വരുന്നത് 10ന്റെ ഗുണിതങ്ങളായിട്ടാണ് വെയിറ്റ് ഇങ്ങനെ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നു അല്ലേ. വെയ്റ്റഡ് നമ്പർ സിസ്റ്റം ഏറ്റവും ഇങ്ങേറ്റത്തിരിക്കുന്നവന് ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാത്ത എന്താണ് പൊസിഷണൽ നമ്പർ സിസ്റ്റത്തെ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നും വിളിക്കുന്നു അല്ലേ. ഓക്കെ, ഉദാഹരണം ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മുടെ അല്ലെ, ബൈനറി നമ്പർ സിസ്റ്റം ഒക്കെ എന്താണ് വെയ്റ്റഡ് നമ്പർ സിസ്റ്റമാണ്. 0 1 മാത്രമേ ഉള്ളെങ്കിൽ കൂടിയും ബൈനറിയും എന്താണ് ഒരു വെയ്റ്റഡ് നമ്പർ സിസ്റ്റമാണ്. ഇനി എന്താ നോൺ പൊസിഷണൽ നോക്കാം. അവിടെ എന്താണ് ഒരു ഡിജിറ്റിന്റെ വാല്യൂ അതിന്റെ പൊസിഷൻ അനുസരിച്ച് മാറുന്നേ ഇല്ല. അങ്ങനെ ഉള്ളതിനെയാണ് നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുക അല്ലെ. എന്താണ് നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. മറ്റൊരു പേര് എന്താണ് നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം. അത് സ്ഥാനം മാറുന്നതനുസരിച്ച് വെയിറ്റ് മാറുന്നില്ല. അതുകൊണ്ട് അതിനെ നോൺ പൊസിഷണൽ അല്ലെങ്കിൽ നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നു. അതുപോലെ ഇനി നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം ഈച്ച് സിമ്പിൾ റെപ്രസെന്റ് ദ സെയിം വാല്യൂ റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ അല്ലെ. എവിടെ ഇരുന്നാലും കറക്റ്റ് സാധനമായിരിക്കും. ഉദാഹരണം നോക്കി വെക്കാം മക്കളെ, റോമൻ നമ്പർ സിസ്റ്റം അല്ലേ, അവിടെ നിന്നാണ് PYQ വന്നത്. അതുപോലെ ഗ്രേക്ക് കോഡ് ആക്സസ് 3 കോഡ് എന്നുള്ള സംഭവങ്ങളൊക്കെ എന്താണ് ഇതിനുള്ള ഉദാഹരണമാണ്. ഗ്രേക്ക് കോഡും ആക്സസ് 3 കോഡും ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ കോഡിങ്ങിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റംസ് ആണ്. അല്ലാതെ നമുക്ക് ചരിത്രത്തിൽ ഉണ്ടായിരുന്ന റോമൻ നമ്പർ സിസ്റ്റമാണ് എന്താണ് ഈ പറഞ്ഞ നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എന്താ പ്രത്യേകത, ഇങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിലെല്ലാം ഒരു ഡിജിറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ലെഫ്റ്റോ റൈറ്റോ എത്രാമതോ ഒന്നും നോക്കിയിട്ടല്ല അതിന്റെ വില തീരുമാനിക്കുന്നത്. അതിന്റെ വില സെയിം ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എ കമ്പ്യൂട്ടർ മെഷീൻ ക്യാൻ ഓപ്പറേറ്റ് ഫോർ ലോങ് അവേഴ്സ് അൺടയറിംഗ്ലി. ദിസ് ക്വാളിറ്റി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കൺസിഡർഡ് ആസ് അല്ലെ. ക്ഷീണിക്കാതെ പണിയെടുക്കാനുള്ള ക്വാളിറ്റി നമ്മൾ എന്ത് വിളിക്കൂ, എന്ത് വിളിക്കാം, ഡിലിജൻസ് വിളിക്കും അല്ലെ, ഡിലിജൻസ് എന്ന് വിളിക്കും അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാദർ ഓഫ് ഡാറ്റ പ്രോസസിംഗ് നമുക്കറിയാം ഹെർമൻ ഹോളർത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ നമ്പർ സിസ്റ്റം ഹാസ് n ബേസ് ദെൻ ദ റേഞ്ച് ഓഫ് ഡിജിറ്റ്സ് മേ ബി. എത്രയാണ് 0 to n-1 അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കറിയാം. അതുപോലെ ലാർജസ്റ്റ് ബേസ് ദാറ്റ് പീപ്പിൾ എവർ യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റം ബിലോങ്സ് ടു. ഏറ്റവും വലിയ ബേസ് ഉണ്ടായിരുന്ന ആർക്കായിരുന്നു, സുമേറിയൻ നമ്പർ സിസ്റ്റം ആയിരുന്നു. അതിന് വേറെ പേരുണ്ടാടെ, അയോണിയൻ നമ്പർ സിസ്റ്റം അതിന്റെ പേരാണോ, അല്ല അല്ലേ. അപ്പോൾ ലാർജസ്റ്റ് ബേസ് ആർക്കായിരുന്നു, സുമേറിയക്കാർക്കായിരുന്നു. അതിന് വേറെ 2 പേരുണ്ട്, ഹെക്സാഡെസിമലും അതുപോലെ എന്താണ് ബാബിലോണിയൻ അല്ലേ. ഓക്കെ, ദ വേർഡ് കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. എന്താണ് കമ്പ്യൂട്ടർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാറ്റിൻ വേർഡ് കമ്പ്യൂട്ടർ മീൻസ് നമുക്കറിയാം ടു കാൽക്കുലേറ്റ്. എന്താണ് മക്കളെ, ടു കാൽക്കുലേറ്റ്. നിങ്ങൾ വേഗം ഉത്തരങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ ദ ഫിയർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഈസ് കാൾഡ് എന്താണ്, സൈബറോഫോബിയ. എന്താണ് സൈബർഫോബിയ അല്ലേ. ഓക്കെ, അതും അറിയാം നമുക്ക്. അതുപോലെ ദ ടേം ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. മറന്നു പോകണ്ട, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചതാണ്, നമുക്കറിയാം വെർസാറ്റിലിറ്റി ഉണ്ട്, ഡിലിജൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ബോത്ത് A and C D ആണ് ഉത്തരമായിട്ട് വരിക അല്ലേ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻ എന്താണ്, ഹ്യൂജ് നമ്പർ ലിമിറ്റേഷൻ അല്ല, ലാക്ക് ഓഫ് IQ ലിമിറ്റേഷൻ ആണ്, ആക്യുറസി ഓട്ടോമേഷൻ ലിമിറ്റേഷൻ അല്ല. ഉത്തരം ഏതാണ് മക്കളെ, B ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഡസ് ഡാറ്റ ഡിനോട്ട്സ്. എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ റാ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനാണ് ഡാറ്റ എന്ന് പറയാം. പ്രോസസ് ചെയ്ത സാധനത്തിനല്ല, പ്രോസസ് ചെയ്ത ഇൻഫർമേഷൻ എന്നാണ് വിളിക്കുക അല്ലേ. ഓക്കെ, അതുപോലെ ദ ടേം ഡാറ്റ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഏത് ലാറ്റിൻ വേർഡാണ്, ഡാറ്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് ഡാറ്റ വന്നിരിക്കുന്നത്, മറന്നു പോകരുത്. അതുപോലെ വാട്ട് ഈസ് മെറ്റാഡാറ്റ. എന്താണ് മെറ്റാഡാറ്റ എന്നാണ്, ഡാറ്റ എബൌട്ട് ഡാറ്റ. B ആണ് ഉത്തരം അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ പ്രോസസ് ഡാറ്റയെ നമ്മൾ എന്ന് വിളിക്കുക, പ്രോസസ് ഡാറ്റ എന്ന് വിളിക്കുന്നു ഇൻഫോർമേഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക, ഇൻഫോർമേഷൻ എന്നാ വിളിക്കുക.
അതുപോലെ ദ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം എമർജ്ഡ് അറൗണ്ട് ഏകദേശം എത്ര 3000 BC അല്ലേ, 3000 BC-യിലാണ് നമ്മുടെ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം വന്നത്. അതുപോലെ റാഡിക്സ് യൂസ്ഡ് ബൈ ദ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എത്ര 10 ആയിരുന്നു അല്ലേ, 10 ആയിരുന്നു. സുമേറിയക്കാർക്ക് എത്ര 60 ആയിരുന്നു. അതേപോലെ എന്താണ് മായന്മാർക്ക് എത്രയാണ് 20 ആയിരുന്നു, മറന്നു പോകണ്ട. അതുപോലെ വിച്ച് നമ്പർ സിസ്റ്റം യൂസ്ഡ് 60 ആസ് നമ്പർ ബേസ്, 60 നമ്പർ ബേസ് ആയിട്ട് ഉപയോഗിച്ച നമ്പർ സിസ്റ്റം ഏതാണ് മക്കളെ, നമുക്കറിയാം സുമേറിയക്കാരുടെ അല്ലെങ്കിൽ ബാബിലോണിയക്കാരുടെ അല്ലെങ്കിൽ സെക്സാഡെസിമൽ സിസ്റ്റം എന്നൊക്കെ വിളിച്ചു അല്ലേ അതിനെ. അതുപോലെ ദ ചൈനീസ് നമ്പർ സിസ്റ്റം എമോജ്ഡ് അറൗണ്ട് എന്നാ വന്നേ 2500 അല്ലേ, 2500 BC-യിലേക്കാണ് ചൈനീസ് നമ്പർ സിസ്റ്റം വന്നത്. അതുപോലെ ചൈനീസ് നമ്പർ സിസ്റ്റം ആരുടെ ബേസ് എത്രയായിരുന്നു, 10 തന്നെയായിരുന്നു അവരുടെ ബേസ് അല്ലേ, 10 ആയിരുന്നു ചൈനീസുകാരുടെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഇസ് അതർവൈസ് കാൾഡ് ആസ് എന്താണ്, അയോണിയൻ നമ്പർ സിസ്റ്റം എന്ന് വിളിച്ചിരുന്നു. ഓക്കെ. അതുപോലെ വിച്ച് ലെറ്റർ ഈസ് നോട്ട് വൺ ഓഫ് ദി 7 ലെറ്റേഴ്സ് യൂസ് ഇൻ റോമൻ ലെറ്റർ, നമുക്കറിയാം ഇസഡ് റോമൻ ലെറ്ററിലുള്ള സാധനമല്ല അല്ലേ, ഇസഡ് ഉള്ളതല്ല, ബാക്കിയുള്ളത് റോമൻ ലെറ്റർ ആണ്. മൊത്തം 7 ലെറ്ററുകളാണ് അവർ എന്ത് നമ്പർ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അല്ലേ. അല്ലെ വാട്ട് ഈസ് ദ ബേസ് ഓഫ് മായൻ നമ്പർ സിസ്റ്റം, മായന്മാർക്ക് 2 കൈയും 2 കാലും ചേർത്ത് 20 ആയിരുന്നു അവരുടെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ദ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം വാസ് ഒറിജിനൽ ഇൻ എവിടെയാണ്, ഇന്ത്യയിലാണ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം വന്നത് നമുക്കറിയാം. അതുപോലെ അപ്രോക്സിമേറ്റ്ലി ഹൗ ലോങ് എവോ ദ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഒറിജിനേറ്റ് എന്താണ് പറ, 1500 വർഷങ്ങൾക്ക് മുന്നേ ആണല്ലേ, 1500 വർഷം മുന്നേ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയിൽ. അതുപോലെ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്താണ്, ഒരു പൊസിഷണൽ ഡെസിമൽ ന്യൂമറൽ സിസ്റ്റം എന്നാണ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഡിഫൈൻസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം, എങ്ങനെയാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് ഡിജിറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ, തെറ്റാം. അത് പൊസിഷണൽ നോൺ പൊസിഷണൽ അല്ലേ, ഇറ്റ് ഈസ് നോൺ ആസ് നോൺ വെയ്റ്റഡ്, തെറ്റാം. ഇറ്റ്സ് വാല്യൂ ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്, ശരിയാണ് അല്ലേ. ഡിജിറ്റിന്റെ സ്ഥലം മാറുന്നതനുസരിച്ച് അതിന്റെ വാല്യൂ മാറൂലേ മക്കളെ, മാറും. അതുകൊണ്ടാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുക. അതുപോലെ എ പൊസിഷണൽ നമ്പർ സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ് എന്താണ്, വെയ്റ്റഡ് നമ്പർ സിസ്റ്റം അല്ലേ, വെയിറ്റ് കയറി വരും സ്ഥാനം മാറുന്നതിനനുസരിച്ച്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം, ഡെസിമലിന്റെ പൊസിഷനിലാണ്, ബൈനറി പൊസിഷനിലാണ്, റോമൻ എന്തല്ല പൊസിഷണൽ നമ്പർ സിസ്റ്റം അല്ല അല്ലേ, അത് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം, റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ് എന്താണ്, നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്ന നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം വിളിക്കുക. അതുപോലെ വിച്ച് അഡ്വാൻറ്റേജ് റെഫേഴ്സ് ടു ദ കമ്പ്യൂട്ടേഴ്സ് എബിലിറ്റി ടു ഡു മെനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാസ്ക്, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കഴിവിനെ നമ്മൾ എന്ന് വിളിക്കുന്നു, വെർസാറ്റിലിറ്റി എന്ന് വിളിക്കുന്നു. എന്താണ് വെർസാറ്റിലിറ്റി. വിച്ച് നമ്പർ സിസ്റ്റം ഈസ് ഗിവൺ ആസ് ആൻ എക്സാമ്പിൾ ഓഫ് പൊസിഷണൽ നമ്പർ സിസ്റ്റം, റോമൻ അല്ല, ഗ്രേക്ക് കോഡ് അല്ല, ബൈനറി ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം, XS3 കോഡ് എന്തല്ല, അതൊരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. നമ്മൾ കൃത്യമായിട്ട് 3 എക്സാമ്പിൾ ആണ് നമ്മുടെ NCERT പഠിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ ദ സുമേറിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം ഈസ് യുണീക്ക് ഫോർ ഇറ്റ്സ് യൂസ് ഓഫ് ബേസ്, എത്ര 60 ആണല്ലേ, സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നു സുമേറിയക്കാരുടെ നമ്പർ സിസ്റ്റം. അതുപോലെ നോക്കാം. അപ്പൊ അടുത്തൊരു പ്രസ്താവന ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിക്കാൻ പറയുന്നു. അതുപോലെ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. മക്കളെ നമ്മൾ കൃത്യമായിട്ട് എലിമിനേഷനുള്ള ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും വായിക്കാതെ തന്നെ ഉത്തരം കണ്ടെത്താൻ ടെക്നിക്കാണ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. നോക്കുക, എ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ശരിയല്ലേ, ശരിയാണ്, പരിപൂർണമായിട്ട് ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് നമ്മുടെ ശരിയാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ശരിയാണെന്ന് പറയാത്ത കാരണത്താൽ നമ്മൾ എന്ത് വെട്ടിക്കളയും, സി വെട്ടിക്കളയും. കാരണം എന്താണ്, സി 2ഉം 3ഉം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് 2ഉം 3ഉം ശരിയാണെന്ന് അറിയില്ല, പക്ഷെ 1 ശരിയാണെന്ന് അറിയാം. അപ്പോൾ 1 ശരിയാണെന്ന് പറഞ്ഞതിന് മാത്രം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മതി അല്ലേ. നോക്കാം. ദ ടേം ഗിഗോ മീൻസ് ദാറ്റ് ദ കമ്പ്യൂട്ടർ ഗിവ്സ് ദ കറക്റ്റ് റിസൾട്ട് ഈവൻ ഇഫ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ ആർ ഇൻകറക്റ്റ്, തെറ്റ് അല്ലേ. ഗിഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്, ശരി കൊടുത്താൽ ശരി കിട്ടും, തെറ്റ് കൊടുത്താൽ തെറ്റ് കിട്ടും എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് എ പറയുന്നു എന്ത്, 1ഉം 2ഉം ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എ ഒരിക്കലും ഉത്തരമായി വരില്ല. ഡി പറഞ്ഞിരിക്കുന്നു 1ഉം 2ഉം 3ഉം ശരിയാണെന്ന്, അതും ഒരിക്കലും ഉത്തരമായി വരില്ല. ബി മാത്രമാണ് വരാൻ സാധ്യതയുള്ളൂ. സി, ഈ പറഞ്ഞ മൂന്നാമത്തെ പ്രസ്താവന വായിക്കാതെ തന്നെ നമുക്ക് തീരുമാനത്തിലെത്താൻ പറ്റും അത് തെറ്റായിരുന്നു എന്ന്. കാരണം എന്താ, നമ്മൾ എലിമിനേഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചല്ലേ. ശരിയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്, എലിമിനേഷൻ ടെക്നിക്ക് പ്രകാരം നമുക്ക് പടപടാ ഉത്തരം കിട്ടി. ഓക്കെ, സഹകാരിയുടെ കുട്ടികൾ പടപടാ ഉത്തരം നേടി പോകണം കേട്ടോ. ഇനി നമുക്ക് 3 തെറ്റാണോ നോക്കണ്ടേ. ലാക്ക് ഓഫ് IQ is listed as a major advantage of the computer. No, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. IQ ഇല്ലാത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് പറഞ്ഞത്, തെറ്റ് തന്നെയാണ്.
അടുത്ത് നോക്കാം, ഇവാലുവേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റയും ഇൻഫർമേഷനെ കുറിച്ചുള്ള താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പരിശോധിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് ശരിയെന്ന് പറയണം. ഓക്കെ, ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ്. അതെ, ശരിയാണ്. റോ ഫാക്ട്സും ഫിഗേഴ്സിനെ ഡാറ്റ എന്ന് വിളിക്കുന്നത്, അത് പിന്നെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തെ ഡാറ്റ എന്ന് വിളിക്കുക. അത് ശരിയല്ലേ? ശരിയാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ സി വെട്ടിക്കളയുന്നു. എ ആണോ ബി ആണോ ഡി ആണോ എന്ന് മാത്രം സംശയം കാണാം. എയിലും ഒന്ന് ശരിയെന്ന് പറയുന്നു, ബിയിൽ ഒന്ന് ശരിയെന്ന് പറയുന്നു, ഡിയിൽ ഒന്ന് ശരിയെന്ന് പറയുന്നു, സി എന്ന് പറയുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല, അതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. ദ ടേം ഡാറ്റ ഇസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്പ്യൂട്ടർ. തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം. ഉത്തരം എന്തായിരിക്കും? എ ആയിരിക്കും. അതും നമുക്ക് വേഗം ഉത്തരം കിട്ടിയല്ലേ. മെറ്റാഡാറ്റ ഈസ് ഡിഫൈൻഡ് ആസ് പ്രോസസ്ഡ് ഡാറ്റ. തെറ്റ് അല്ലേ? എന്താണ് മെറ്റാഡാറ്റ എന്ന് പറയുമ്പോൾ? എന്താണ്? ഡാറ്റ എബൌട്ട് ഡാറ്റയാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ സുമേറിയൻ ഓർ ബാബിലോണിയൻ ആൻഡ് ഗ്രീക്ക് നമ്പർ സിസ്റ്റംസ്. നോക്കാം, both the Sumerian or Babylonian and the Greek number systems didn't use a specific number symbol for zero. ഇതിനൊന്നും സീറോ ഇല്ലായിരുന്നു, സിമ്പിൾ ഇല്ലായിരുന്നു. നമുക്ക് സംശയം കിടക്കുന്നു എന്ന് വെച്ചോ, അവിടെ കിടക്കട്ടെ, നമ്മൾ അതുമായി ബന്ധപ്പെടുത്തി ഒന്നും ചെയ്യുന്നില്ല. അടുത്ത് നോക്കാം, ദ സുമേറിയൻ ഓർ ബാബിലോണിയൻ സിസ്റ്റം യൂസ്ഡ് 60 ആസ് ഇറ്റ്സ് നമ്പർ ബേസ്. സുമേറിയക്കാർക്ക് എന്തായിരുന്നു? 60 ആയിരുന്നു. അപ്പോൾ ശരിയല്ലേ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ആക്യുറേറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ശരിയാണ്. അപ്പോൾ രണ്ട് ശരിയാണെന്ന് പറയുന്നത് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ബാക്കിയെല്ലാം കളയുക. മൂന്നാമത് നോക്കാം, ദ ഗ്രീക്ക് നമ്പർ സിസ്റ്റം വാസ് നോൺ ആസ് ദ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തെറ്റിനെ ശരിയെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാരണത്താൽ നമ്മൾ ഇതിനെയും വെട്ടി ഉത്തരം എ ആയിരിക്കും അല്ലേ? ഉത്തരം എ ആയിരിക്കും, ഉറപ്പാണ്. നമുക്ക് ഇവിടെ ചെറിയൊരു സംശയം വന്നെങ്കിൽ കൂടി നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസ്താവന മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എലിമിനേഷനുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ അതാണ് നമ്മളെ മിടുക്ക്. ആ മിടുക്ക് നമ്മൾ ഇനി അങ്ങോട്ട് ആവർത്തിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider the following statements about the positional and non-positional number systems. നോക്കാം, in a positional number system a digit's value changes depending on its position. ശരിയല്ലേ? അത് ശരിയാണ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ശരിയാണ് നമുക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്നതല്ല, അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വെട്ടിക്കളയും, ബാക്കി എല്ലാം ഒന്ന് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. The Roman number system is an example of a positional or weighted number system. തെറ്റാണ്. അത് നോൺ പോസിഷണൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ്? ഈ രണ്ട് പാവപ്പെട്ട ഈ പറഞ്ഞ രണ്ട് തെറ്റാണല്ലേ? രണ്ട് തെറ്റാണ്. അപ്പോൾ ഇതും വരില്ല, ഇതും വരില്ല. കാര്യം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒന്നും രണ്ടും ശരി, രണ്ട് തെറ്റല്ലേ? ഡി പറഞ്ഞിരിക്കുന്നു 1, 2, 3 ശരി, രണ്ട് തെറ്റല്ലേ? അപ്പോൾ അത് വെട്ടിക്കളയാം. അപ്പോൾ ഏതാണ്? 3 ശരിയായിരിക്കും. എന്താണ്? സി ആയിരിക്കും ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത്. എലിമിനേഷൻ ടെക്നിക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ എലിമിനേഷനോട് തന്നെ കണ്ടുപിടിക്കാം. നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഹിന്ദു അറബിക് ആൻഡ് മായൻ നമ്പർ സിസ്റ്റംസ്. ഓക്കെ, ശരിയായതാ ചോദിച്ചിരിക്കുന്നത്. ദ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഹാഡ് എ സിമ്പിൾ ഫോർ സീറോ. ശരിയാണോ? ശരിയാണോ? അപ്പോൾ സി ഒരിക്കലും ഉത്തരമായി വരില്ല. ബാക്കിയുള്ള എയോ ബിയോ ഡിയോ മാത്രമേ ഉത്തരവാൻ സാധ്യതയുള്ളൂ. ദ ബേസ് ഓഫ് ദ മായൻ നമ്പർ സിസ്റ്റം ഈസ് 10 ആൻഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം നമ്പേഴ്സ് ഓഫ് ഫിംഗേഴ്സ്. തെറ്റ്. മായൻസ് കൈയും കാലും മൊത്തം കൂട്ടിയല്ലേ? അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. ആ തെറ്റായ പ്രസ്താവന ആയിട്ടുള്ള രണ്ടിനെ ശരിയെന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ ബി പറഞ്ഞിരിക്കുന്നു 1ഉം 2ഉം ശരിയാണെന്ന് പറയും. തെറ്റാണ് അല്ലേ? കാരണം എന്താണ്? ആ രണ്ട് തെറ്റല്ലേ? അപ്പോൾ ഇത് ഒരിക്കലും വരില്ലല്ലോ. അതേ കാരണത്താൽ ഇതിനെ വെട്ടിക്കളഞ്ഞു. ഉത്തരം എ ആയിരിക്കും മക്കളെ. ഉത്തരം എ ആയിരിക്കും. നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിലേറെ ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ ഈ പറഞ്ഞ ഡെയിലി എക്സാമിനേഷൻ വരിക. ഇനി നമുക്ക് രണ്ട് PY കൂടെ പരിചയപ്പെട്ടു പോകാം. IoT എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ റോമൻ നമ്പർ സിസ്റ്റം എന്താണ് മക്കളെ? സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ് എന്ത്? റോമൻ നമ്പർ സിസ്റ്റം. അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് അല്ലെങ്കിൽ നോൺ വെയ്റ്റ് നമ്പർ സിസ്റ്റം ആണ് എന്ത്? റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മുടെ ഡെയിലി എക്സാമിനേഷൻ വരും. ഓരോ ഡെയിലി എക്സാമിനേഷനും അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ക്ലാസ് കഴിയുമ്പോൾ വരുന്ന ഡെയിലി എക്സാമിനേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എഴുതുക. പരീക്ഷകൾ എഴുതുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ പ്രതിഭയെ നമുക്ക് തേച്ചു മിനുക്കാൻ കഴിയുന്നത്. ഇതിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ കേട്ടോ. സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻസ്, മറ്റുള്ള സെർച്ച് ആൻഡ് റീസണിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവും. നിങ്ങളെ കൃത്യമായ പ്രതിഭയെ നമുക്ക് അളക്കാൻ പറ്റും. ഇതേപോലെയുള്ള കുറച്ച് യൂണിറ്റ്സ് ആണ് നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ. ആ ഓരോ യൂണിറ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പെർഫോമൻസിൽ തരാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ബിഗിനിങ് ടു എൻഡ് ആ ഒറ്റ പവറായിട്ട് കൂടെ തന്നെ നിൽക്കുക എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിന്ന ആൾക്കാരൊക്കെ സഹകാരിയുടെ കൈപിടിച്ചുകൊണ്ട് അവരുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ റാങ്കുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊരാളാവട്ടെ നിങ്ങളും എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. ഹായ് ഓൾ, സഹകാരിയുടെ പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എർലി ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സോഫ്റ്റ്വെയറായ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ആണ്. എക്സലിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്നത്തത്. നമുക്കറിയാലോ, വേർഡ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് എക്സലിൽ നിന്നുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ എക്സലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും എക്സലിൻ്റെ ജനറൽ ഫാക്ട്സ് പഠിക്കണം, അതിൽ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണം, അതുപോലെ അതിലുള്ള ഫങ്ഷൻസ് ഒക്കെ പഠിക്കണം. ഓക്കെ, പ്രധാനമായും അക്കൗണ്ടിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് പരമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് പാക്കേജിലുള്ള സോഫ്റ്റ്വെയർ ആണ്
മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എന്ന് പറയുന്നത്. ക്ലിയർലേ? അതായത് അക്കൗണ്ട്സ് നമ്മൾ സാധാരണ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ലെറ്റേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യാൻ വേർഡ് ഉപയോഗിക്കുമ്പോൾ അക്കൗണ്ട്സ് പരമായിട്ടുള്ള കാൽക്കുലേഷൻ പരമായിട്ടുള്ള ജോലികൾ നിർവഹിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എന്ന് പറയുന്നത്. എക്സൽ 2007 എന്ന് പറയുന്നത്. ക്ലിയർലേ? നമ്മളതിൽ 2007 വെർഷനാണ് പഠിക്കുന്നത്. അതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏതൊരു പ്രോഗ്രാമും ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണിൽ തന്നെയാണ് എക്സൽ ഓപ്പൺ ചെയ്യുന്നത്. സ്റ്റാർട്ട് ബട്ടണിൽ ഇവിടെ ഓൾ പ്രോഗ്രാം ഉണ്ട്. ഓൾ പ്രോഗ്രാമിൽ നിങ്ങൾ നോക്കുക, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ട്. കണ്ടോ? മൈക്രോസോഫ്റ്റ് ഓഫീസ് കണ്ടോ? അതിലേക്ക് പോയിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ 2007 എടുക്കുമ്പോഴത്തേക്കും എക്സൽ 2007 വിൻഡോ ഓപ്പൺ ആയി വരും. ക്ലിയർലേ? അപ്പോൾ ഈ കാണുന്ന ഇൻ്റർഫേസ് ആണ്, അല്ലെങ്കിൽ ഈ കാണുന്നതാണ് എക്സൽ 2007 എന്തെന്ന് പറയുന്നത് വിൻഡോ എന്ന് പറയുന്നത്, എക്സൽ വിൻഡോ എന്ന് പറയുന്നത്. ക്ലിയർലേ? ഇതല്ല എങ്കിൽ നമുക്കറിയാം ഡെസ്ക് ടോപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇതിലില്ല ഡെസ്ക് ടോപ്പിൽ, ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, എക്സൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ സേവ്ഡ് ഫയലാണ് കിടപ്പുള്ളത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ സേവ്ഡ് ഫയലാണ് കിടപ്പുള്ളത്, അല്ലാതെ ആപ്ലിക്കേഷനായിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി പോയിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് എടുക്കാം. ഇതല്ല എങ്കിൽ, ഇങ്ങനെയല്ല ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ, ഇതല്ലാതെ വേറൊരു രീതിയുണ്ട്. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഏതൊരു പ്രോഗ്രാമും ഓപ്പൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ പേര് റൺ എന്നാണ്. ക്ലിയർലേ? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഏതൊരു പ്രോഗ്രാമും ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് റൺ. അപ്പോൾ റൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ആദ്യം റൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടണിൽ തന്നെയാണ് റൺ എടുക്കേണ്ടത്. ഇവിടെ റൺ എന്ന് ടൈപ്പ് ചെയ്യുക. റൺ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും റൺ ഓപ്പണായി വരും. ഈ റണ്ണ് ബോക്സിൽ കണ്ടോ, ഇവിടെ ഒരു അഡ്രസ് ബാർ ഉണ്ട്. ഈ ബാറിൽ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഏതാണോ ആ ആപ്ലിക്കേഷൻ്റെ എക്സ്റ്റൻഷൻ നെയിം അടിക്കുക. ആപ്ലിക്കേഷൻ്റെ എക്സ്റ്റൻഷൻ നെയിം എന്താണോ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഫയൽ നെയിം എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എക്സലിൻ്റെ ഫയൽ നെയിം എന്ത് തന്നെയാണ്, എക്സലിൻ്റെ ആപ്ലിക്കേഷൻ നെയിം എന്ത് തന്നെയാണ്, എക്സൽ എന്ന് തന്നെയാണ്. excel.exe എന്നാണ്. excel.exe വേണമെന്നില്ല, excel.exe എന്നാണ് പേര്. എക്സൽ എന്ന് അടിച്ചാൽ മതി. ക്ലിയർലേ? വേർഡിൻ്റെത് നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. വിൻവേർഡ് എന്നല്ലേ, വിൻവേർഡ് എന്നാണ് വേർഡിൻ്റെത്. നമുക്ക് വിൻവേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. വിൻവേർഡ് കണ്ടോ, വിൻവേർഡ് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യും. കണ്ടോ, വിൻവേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കും. അപ്പോൾ വേർഡ് ഓപ്പൺ ആയി വന്നു. കണ്ടോ, വിൻവേർഡ് എന്ന് കൊടുത്തപ്പോൾ വേർഡ് ഓപ്പൺ ആയി. അപ്പോൾ അതുപോലെ എക്സൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എക്സൽ എന്ന് കൊടുക്കുക. എക്സൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുക, എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഏത് ഓപ്പണായി വരും, എക്സൽ ഓപ്പണായി വരും. അപ്പോൾ ഈ റൺ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാൻ, റൺ എന്ന് പറയുന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്. റണ്ണിൻ്റെ ഷോർട്ട് കട്ട് കീ നമുക്കറിയാം ഏതാണ്, വിൻഡോസ് ബട്ടണിലെ കീബോർഡിലുള്ള ഒരു ബട്ടൺ ഉണ്ട്, വിൻഡോസ് ബട്ടൺ പ്ലസ് 6 ആണ്. വിൻഡോസ് ബട്ടൺ പ്ലസ് 6 കൊടുത്താൽ ഏത് ഓപ്പണായി വരും, റൺ ഓപ്പണായി വരും. ഓർമ്മിക്കുക, റൺ ബോക്സ് ഓപ്പണായി വരും. വിൻഡോസ് പ്ലസ് 6 കൊടുക്കുമ്പോൾ റൺ ഓപ്പണായി വരും. ക്ലിയർലി? 6 ഈ ആൽഫ ക്യാരക്ടറാണ് 6 കൊടുക്കുമ്പോഴത്തേക്ക് ഏത് ഓപ്പണായി, റൺ ബോക്സ് ഓപ്പണായി. അപ്പോൾ ഈ റൺ ബോക്സിൽ നമ്മൾ എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എക്സൽ എന്ത് ചെയ്ത് വരും, ഓപ്പണായി വരും. ക്ലിയർലി? ഇങ്ങനെ ഓപ്പണായി വരുന്ന എക്സൽ വിൻഡോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ എക്സൽ വിൻഡോയുടെ ഭാഗങ്ങൾ ആദ്യം പഠിക്കണം. ഏതൊക്കെ ഭാഗമാണ്, എവിടെയൊക്കെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെയൊക്കെ പേരെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം ആദ്യം. എന്നിട്ട് ആ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ അവിടെ അങ്ങനെ പഠിക്കുമ്പോഴാണ് എക്സൽ കംപ്ലീറ്റ് ആവുന്നത്. ആദ്യം പഠിക്കേണ്ടത് എക്സൽ വിൻഡോ ആണ്. എക്സൽ വിൻഡോയുടെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. എക്സൽ വിൻഡോയുടെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കണം. ആ ഭാഗങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയൊക്കെയാണെന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകതകളെല്ലാം പഠിക്കണം. ആ ഭാഗങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രത്യേകത പഠിക്കണം. അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എക്സൽ കംപ്ലീറ്റ് ആവും. നോക്കാം നമുക്ക്. കാരണം ഈ കാണുന്നതാണ് നിങ്ങൾ എക്സൽ വിൻഡോ എന്ന് പറയുന്നത്. ഈ എക്സൽ വിൻഡോയിൽ നിങ്ങൾ നോക്കിയേ, ഏറ്റവും റൈറ്റ് സൈഡ്, ഇതല്ലേ റൈറ്റ് സൈഡ് ടോപ്പിൽ നോക്കിയേ നിങ്ങൾ. ഇവിടെ ഇൻഡു മാറി കിടപ്പുണ്ട്. കണ്ട, ക്ലോസ് ഇൻഡു, മാക്സിമൈസ്, അതുപോലെ റീസ്റ്റോർ, മിനിമൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സ് കിടപ്പുണ്ട്. ഈ ബോക്സിൻ്റെ പേരെന്താണ് എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ഈ ബോക്സിൻ്റെ പേരാണ് കൺട്രോൾ ബോക്സ്. മറക്കല്ല്, ആ ബോക്സിൻ്റെ പേര് മറന്നുപോലെ കൺട്രോൾ ബോക്സ് ആണ്. ഓർമ്മിച്ചിരിക്കുക, മറക്കല്ലേ, ആ ബോക്സിൻ്റെ പേര് കൺട്രോൾ ബോക്സ് ആണെന്ന് ഓർമ്മിച്ചിരിക്കുക. മറക്കല്ലേ, ആ ബോക്സിൻ്റെ പേരാണ് കൺട്രോൾ ബോക്സ് എന്ന് പറയുന്നത്. ക്ലിയർലേ? അപ്പോൾ എക്സൽ വിൻഡോയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബോക്സ് കൺട്രോൾ ബോക്സ് ആണ്. ഈ ബാറിൻ്റെ പേര് ടൈറ്റിൽ ബാർ എന്നാണ്. മറക്കല്ല, ഈ ബാറിൻ്റെ പേര് ടൈറ്റിൽ ബാർ എന്നാണ്. അതുപോലെ ഓർമ്മിക്കുക, അടുത്ത ഭാഗം ഇവിടെ കാണുന്ന ഇതിൻ്റെ പേര് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണിത്. അതിൻ്റെ കൂടെ ഒപ്പം ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഇവിടെ കാണാൻ പറ്റും. ക്ലിയർലേ? ഇത് ടൂൾ ബാറാണ്. അതിൻ്റെ താഴെ ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ഈ കാണുന്ന ക്വിക്ക് ആക്സസ് മെനു ആണ്. ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലേ?
അതിൻ്റെ അടുത്തായിട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു റൗണ്ട് ബട്ടൺ ഉണ്ട്. അതിൻ്റെ പേര് ഓഫീസ് ബട്ടൺ എന്നാണ്. എക്സൽ വിൻഡോ ആണ് പഠിക്കുന്ന പിള്ളേരെ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് കൺട്രോൾ ബോക്സ്, ടൈറ്റിൽ ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ക്വിക്ക് ആക്സസ് മെനു. ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ്, ഇത് ടൂൾ ബാറാണ്. ഇതിൻ്റെ അടുത്ത് മെനു ഉണ്ട്. അതുപോലെ ഓർമ്മിച്ചിരിക്കുക ഓഫീസ് ബട്ടൺ ഉണ്ട്. ഓഫീസ് ബട്ടൺ വളരെ പ്രധാനം. ഇനി നോക്കി, ഇനി അടുത്ത് പഠിക്കേണ്ടതാണ്. അതായത് ഇവിടെ വരിക, റൈറ്റ് സൈഡിലേക്ക് വരിക. ഈ റൈറ്റ് സൈഡിൽ ആരുണ്ട്? ഹെൽപ്പ് ഐക്കൺ ഉണ്ട്. കണ്ടോ, ഹെൽപ്പ് ഐക്കൺ ഉണ്ട്. വർക്ക് ബുക്ക് കൺട്രോൾ ബോക്സ് ഉണ്ട്. വർക്ക് ബുക്ക് കൺട്രോൾ ബോക്സ്, തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രോൾ ബോക്സ് വർക്ക് ബുക്ക് കൺട്രോൾ ബോക്സ് ആണ്. മുകളിൽ കിടക്കുന്ന കൺട്രോൾ ബോക്സ് എക്സൽ വിൻഡോയുടെ കൺട്രോൾ ബോക്സ് ആണ്. ക്ലിയർ അല്ലേ? അത് രണ്ടും പ്രത്യേകത കൊണ്ട് പറഞ്ഞു തരാം. അത് എക്സൽ വിൻഡോയുടെ കൺട്രോൾ ബോക്സ് ആണെങ്കിൽ താഴെ കിടക്കുന്നത് വർക്ക് ബുക്കിൻ്റെ കൺട്രോൾ ബോക്സ് ആണ്. ഓർമ്മിച്ചിരിക്കുക, വർക്ക് ബുക്കിൻ്റെ കൺട്രോൾ ബോക്സ് ആണ്. അതിൻ്റെ അടുത്ത് എന്ത് കിടപ്പുണ്ട്? ഹെൽപ്പ് ഐക്കൺ ഉണ്ട്. എന്തുകൊണ്ട്? ഹെൽപ്പ് ഐക്കൺ. ഈ സ്ഥലങ്ങൾ ഓർമ്മിക്കണം. ഇത് റിബണിലാണ് ഇത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർമ്മിക്കുക, ഇത് റിബണാണ്. ഈ കാണുന്ന റിബണാണ്. നീല കളറിൽ കാണുന്ന ഇവിടെ ബോക്സ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ടാബുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ടാബാണ്. ഇപ്പോൾ 7 ടാബ് ഇവിടെ ഉണ്ട്. 7 ടാബും റിബണും. എത്ര ടാബാണ്? 7 ടാബും റിബണും ഇവിടെ ഉണ്ട്. അതടുത്തൊരു ഭാഗമാണ് 7 ടാബ്സ് ആൻഡ് റിബൺ. ആ റിബണിൻ്റെ റൈറ്റ് സൈഡിൽ ആരുണ്ട്? ഹെൽപ്പ് ഐക്കൺ ഉണ്ട്. അതുപോലെ വർക്ക് ബുക്കിൻ്റെ കൺട്രോൾ ബോക്സ് ഉണ്ടെന്ന് പഠിക്കുക. വർക്ക് ബുക്കിൻ്റെ കൺട്രോൾ ബോക്സും റൈറ്റ് സൈഡിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചിരിക്കുക. ക്ലിയർലി? അപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഓർമ്മിച്ചിരിക്കുക, നമ്മൾ എക്സൽ വിൻഡോയാണ് പഠിക്കുന്നത്, എക്സലാണ് പഠിക്കുന്നത്. അപ്പോൾ എക്സലിൻ്റെ ഭാഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മിച്ചിരിക്കുക. ഏറ്റവും മുകളിൽ ആദ്യം പഠിച്ചത് കൺട്രോൾ ബോക്സ് ആണ്. നെക്സ്റ്റ് ടൈറ്റിൽ ബാറാണ്. അടുത്തത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ക്വിക്ക് ആക്സസ് മെനു. ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഉണ്ട്, ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ഓഫീസ് ബട്ടൺ ഉണ്ട്. ഓർമ്മിച്ചിരിക്കുക, ഓഫീസ് ബട്ടൺ ഉണ്ട്. അടുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഹെൽപ്പ് ഐക്കൺ ആണ്. ഹെൽപ്പ് ഐക്കൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡ് ഓൺ ദ റിബൺ ആണ്. അതുപോലെ ഓർമ്മിച്ചിരിക്കുക, വർക്ക് ബുക്കിൻ്റെ കൺട്രോൾ ബോക്സ് ഉണ്ട്. വർക്ക് ബുക്കിൻ്റെ എന്തുണ്ട്? കൺട്രോൾ ബോക്സ് ഉണ്ട്. അതുപോലെ 7 ടാബുകളും റിബണും. 7 ടാബുകളും റിബണും ഉണ്ട്. ഓർമ്മിച്ചിരിക്കുക, അതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു. ഇനി അതിന് താഴെ, റിബണിന് താഴെയായി, റിബണിന് താഴെയായി കണ്ടില്ലേ ഈ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ പേര് നെയിം ബോക്സ് എന്നാണ്. ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ആ ബോക്സിൻ്റെ പേര് നെയിം ബോക്സ് എന്നാണ്. നെയിം ബോക്സ്. ഓർമ്മിച്ചിരിക്കുക, നെയിം ബോക്സ് ആണ്. നെയിം ബോക്സിൻ്റെ തൊട്ടടുത്ത് നോക്കി ഒരു ബാർ കാണാമല്ലോ. നെയിം ബോക്സിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് ഈ ഒരു ബാർ കണ്ട. ഇതിൻ്റെ പേര് ഫോർമുല ബാർ എന്നാണ്. ഓർമ്മിക്കുക, നെയിം ബോക്സും ഫോർമുല ബാറും. അപ്പോൾ ഫോർമുല ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലല്ലേ നെയിം ബോക്സ്? അങ്ങനെ പഠിക്കണം, മറന്നുപോലെ. ഫോർമുല ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആര്? നെയിം ബോക്സ്. ഓർമ്മിച്ചിരിക്കുക, ഫോർമുല ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നെയിം ബോക്സ്. അപ്പോൾ ഫോർമുല ബാർ, നെയിം ബോക്സ്. ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അതിന് താഴെയാണ് വർക്ക് ഷീറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? വർക്ക് ഷീറ്റ് ഏരിയയാണ് അതിൻ്റെ താഴെ കാണപ്പെടുന്നത്. വർക്ക് ഷീറ്റ് ഏരിയയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ABCDEF എന്ന് പറഞ്ഞ് കിടക്കുന്ന കോളം ഹെഡിങ്ങുകളും 1 2 3 എന്ന് പറഞ്ഞ് കിടക്കുന്ന റോ ഹെഡിങ്ങുകളും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ രണ്ടിൻ്റെ ഇടയിൽ സെൽ ഹൈലൈറ്റിംഗ് ടൂളുണ്ട്. കാരണം സെൽ ഹൈലൈറ്റിംഗ് ടൂൾ, ഓൾ സെല്ല് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ സെൽ ഹൈലൈറ്റിംഗ് ടൂള് ഇതിൻ്റെ ഇടയിലുണ്ട്. ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഓർമ്മിക്കുക, പറഞ്ഞത് ഫോർമുല ബാർ, അതുപോലെ നെയിം ബോക്സ്. ഫോർമുല ബാറിന് നെയിം ബോക്സിന് താഴെ വർക്ക് ഷീറ്റ് ഏരിയയാണ്. വർക്ക് ഷീറ്റ് ഏരിയയാണ്, അല്ലെങ്കിൽ ഷീറ്റ് ഏരിയയാണ്. വർക്ക് ഷീറ്റ് ഏരിയയിൽ ഓർമ്മിച്ചിരിക്കുക, വർക്ക് ഷീറ്റ് ഏരിയയിൽ റോ ഹെഡിങ്ങുകളുണ്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട്. കോളം ഹെഡിങ്ങിലുണ്ട് ABCD എന്ന് പറഞ്ഞിട്ട് കോളം ഹെഡിങ്ങിലുണ്ട്. ഈ റോ ഹെഡിങ്ങിൻ്റെയും കോളം ഹെഡിങ്ങിൻ്റെയും നടുക്കായിട്ട് സെൻറ്ററിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്, അതിൻ്റെ പേര് സെൽ ഹൈലൈറ്റ് ടൂളാണ്. ഓർമ്മിക്കുക, സെല്ല് ഹൈലൈറ്റ് ടൂളാണ്. സെൽ ഹൈലൈറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ സെല്ലും എന്ത് ചെയ്യും? സെലക്ട് ആവും. ക്ലിയർലി? സെൽ ഹൈലൈറ്റ് ടൂൾ അവിടെ ഉണ്ടെന്ന് പഠിക്കാം. ഇനി താഴെ വാ. ഇവിടെ നോക്കിയേ, താഴോട്ട് വന്നേ. താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബാറുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. കാണാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ പേര് സൂം ചെയ്ത് നോക്കുക. ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. 2 സ്ക്രോൾ ബാർ ഇവിടെ ഉണ്ട്. കണ്ടോ, ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും ഉണ്ട്, വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഉണ്ട്. ഓർമ്മിക്കുക, മറക്കല്ലേ? ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും ഉണ്ട്, വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓർമ്മിച്ചോളെ, മറക്കല്ലേ? ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും ഉണ്ട്, വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലേ? അപ്പോൾ അതുപോലെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ്ട് ഈ കാണുന്നതാണ്. ഈ കാണുന്ന ഇവിടെ നോക്കി, ഇതാ ഈ പറയുന്ന ഭാഗത്ത്, അതാണ്ട് ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നു. സൂം ചെയ്ത് നോക്കുക. അതാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗത്ത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓർമ്മിച്ചിരിക്കുക,
സ്പ്ലിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ഭാഗത്ത് കാണാൻ പറ്റും. ക്ലിയർലി അതൊരു ഏരിയയാണ്, മറന്നു പോകരുത്. അതായത് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിൻ്റെ മുകളിലായിട്ട് സ്പ്ലിറ്റ് ഷീറ്റ് ഏരിയ ഉണ്ട്. ഓർമ്മിക്കുക, വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് മുകളിലായിട്ട് സ്പ്ലിറ്റ് ഷീറ്റ് ഏരിയ ഉണ്ട് എന്നുള്ളത് ഓർമ്മിച്ചോളുക. ക്ലിയർലി അടുത്ത് വെർട്ടിക്കൽ സ്ക്രോൾ ബാറായി, ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറായി. ഇനി ഇവിടെ ദാണ്ട ഈ ഭാഗത്തായിട്ട് താഴെയായിട്ട് ദാണ്ട ഇവിടെ കാണപ്പെടുന്ന, അതായത് വർക്ക്ഷീറ്റ് ഏരിയയുടെ താഴെ ടാസ്ക് ബാർ നോക്കിയോ, സ്റ്റാറ്റസ് ബാറിന് മുകളിലായി, വർക്ക്ഷീറ്റ് ഏരിയയുടെ താഴെ സ്റ്റാറ്റസ് ബാറിന് മുകളിലായി എന്ത് കാണപ്പെടുന്നുണ്ട്? ഷീറ്റ് ടാബുകൾ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇതിൻ്റെ പേര് ഷീറ്റ് ടാബ് എന്നാണ് എന്നുള്ളത് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചത് ഷീറ്റ് ടാബ് ഏരിയയെ കുറിച്ചാണ്. ഷീറ്റ് ടാബുകളാണ്. നമുക്കറിയാം എക്സൽ 2007 വെർഷനിൽ ഡിഫോൾട്ടായിട്ട് കാണപ്പെടുന്ന വർക്ക്ഷീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3 ആണ്. ഡിഫോൾട്ട് വർക്ക്ഷീറ്റുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. കണ്ടോ, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, 3 വർക്ക്ഷീറ്റ് ഉണ്ട്. അതിൻ്റെ ടാബുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ക്ലിയർലി വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഇപ്പം നിലവിൽ ഇതിൻ്റെ ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് സ്റ്റാറ്റസ് ബാർ ഉണ്ട്. സ്റ്റാറ്റസ് ബാറാണ്. താഴെ നമുക്ക് സ്റ്റാറ്റസ് ബാർ ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിലും ഉള്ള ബാറാണ്. എല്ലാ വേർഡ്, എക്സൽ, പവർ പോയിന്റുകളിൽ സ്റ്റാറ്റസ് ബാർ ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് ബാർ താഴെ കാണാൻ പറ്റും. അതായത് എക്സൽ വിൻഡോയുടെ ഏറ്റവും ബോട്ടം കാണുന്ന ബാറാണ് ഏത്? സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ അതാണ്ട് ഈ കാണുന്ന ഒരു ഭാഗമുണ്ട്, കാണണമല്ലോ. ഇതിനെ വ്യൂ ഷോർട്ട് കട്ട്സ് എന്ന് പറയും. മറക്കല്ലേ, വ്യൂ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ വർക്ക് ബുക്ക് വ്യൂ ആണ്. നമുക്ക് വ്യൂ ഷോർട്ട് കട്ട്സ് എന്നാണ് അതിൻ്റെ പേര്. അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേര് വർക്ക് ബുക്ക് വ്യൂ എന്ന് പറയും. മറക്കല്ലേ പിള്ളേരെ, വർക്ക് ബുക്ക് വ്യൂ എന്ന് പറയും. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് സൂം ഉണ്ട്. കണ്ടോ, സൂം ഉണ്ട്, സൂം സ്ലൈഡർ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാ? കൺട്രോൾ ബോക്സ് ഉണ്ട്, ടൈറ്റിൽ ബാർ ഉണ്ട്, ക്വിക്ക് ആക്സസ് ടൂൾ ബാറും അതിൻ്റെ മെനു ഉണ്ട്, അത് ഓഫീസ് ബട്ടൺ ഉണ്ട്, ഹെൽപ്പ് ഐക്കൺ ഉണ്ട്, വർക്ക് ബുക്കിൻ്റെ കൺട്രോൾ ബോക്സ് ഉണ്ട്, 7 ടാബ്സ് ആൻഡ് റിബൺ ഉണ്ട്, നെയിം ബോക്സ് ഉണ്ട്, അതുപോലെ ഫോർമുല ബാർ ഉണ്ട്, താഴെ വർക്ക്ഷീറ്റ് ഏരിയ വരുന്നുണ്ട്. വർക്ക്ഷീറ്റ് ഏരിയയ്ക്ക് കോളം ഹെഡിങ് ഉണ്ട്, റോ ഹെഡിങ് ഉണ്ട്. അവയ്ക്ക് സെൻറ്ററിലായിട്ട് കാണപ്പെടുന്നത് ഷീറ്റ് ഹൈലൈറ്റ് ടൂൾ ആണെന്ന് പഠിച്ചു ഓർമ്മിച്ചിരിക്കുക. അതുപോലെ സ്പ്ലിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് ഷീറ്റ് ഓപ്ഷൻ കാണപ്പെടുന്നത് എവിടെയാണ്? വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് മുകളിൽ. മറക്കല്ലേ, വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് മുകളിൽ. അതുപോലെ തന്നെ ഏതിന് താഴെ? ഫോർമുല ബാറിന് താഴെ കാണപ്പെടുന്ന ഫംഗ്ഷനാണ് സ്പ്ലിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. മറക്കല്ലേ, സ്പ്ലിറ്റ് ഷീറ്റ് ഓർമ്മിച്ചിരിക്കണേ. സ്പ്ലിറ്റ് ഷീറ്റ് ഓർമ്മിക്കുക. ക്ലിയർലേ? അതുപോലെ വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഉണ്ട്, ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും ഉണ്ട്. ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ഉണ്ട്. ഷീറ്റ് ടാബ്സ്, മറക്കല്ലേ പിള്ളേരെ, ഷീറ്റ് ടാബ്സ് ഉണ്ട്. അവിടെ നമ്മൾ ഓർമ്മിക്കണം 3 ഷീറ്റുകൾ ആ ടാബിൽ എന്ത് ചെയ്ത്, ഷീറ്റ് ടാബായിട്ട് എത്ര ഷീറ്റുകൾ കാണും? 3 ഷീറ്റുകൾ ഉണ്ടാവും. തൊട്ട് താഴെയായിട്ട് സ്റ്റാറ്റസ് ബാർ ഉണ്ടാവും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വർക്ക് ബുക്ക് വ്യൂ അല്ലെങ്കിൽ വ്യൂ ഷോർട്ട് കട്ട്സ് ഉണ്ട്, സൂം സ്ലൈഡർ ഉണ്ട്. അപ്പോൾ പിള്ളേരെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് എക്സൽ 2007 വെർഷനാണ്. അതിൻ്റെ എക്സൽ വിൻഡോയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കൊരു അറിവ് തന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ എക്സൽ വിൻഡോ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ ആയി. അതൊക്കെ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്നൊക്കെ മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇതിലിനി ഓരോ ഭാഗത്തെക്കുറിച്ചുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ആദ്യം കൺട്രോൾ ബോക്സ് ആണ്. അവിടെ നിങ്ങൾ നോക്കുക എത്ര ടൂളുകളാണ് അവിടെ ഉള്ളത്. കൺട്രോൾ ബോക്സിൽ എത്ര ടൂളുകളാണ് ഉള്ളത് നോക്കിയേ. നിങ്ങൾ അവിടെ നോർമലി നോക്കുമ്പോൾ അവിടെ 3 ടൂളുകളല്ലേ കാണാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാ? ക്ലോസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ തൊട്ടടുത്തൊരു ഭാഗമുണ്ട്, അതിൻ്റെ അടുത്തൊരു മൈനസ് കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ക്ലോസ് ആണ്, ഒന്ന് ഏതാണ്? ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? ക്ലോസ് ആയിപ്പോവും. വിൻഡോ കംപ്ലീറ്റ്ലി എന്തായി പോയി? ക്ലോസ് ആയിപ്പോയി. ക്ലിയർ അല്ലേ? കംപ്ലീറ്റ് എന്തായി? ക്ലോസ് ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് എക്സൽ വിൻഡോ ആണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പേര് അങ്ങനെയാണ്, ക്ലോസ് എക്സൽ വിൻഡോ ആണ് അവിടുത്തെ ക്ലോസ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, നമുക്ക് എത്ര രീതിയിൽ എക്സൽ വിൻഡോ ക്ലോസ് ചെയ്യാം എന്നൊരിക്കലും ചോദിക്കില്ല. ഏതൊക്കെ രീതിയിൽ എക്സൽ വിൻഡോ ക്ലോസ് ചെയ്യാം എന്ന് ചോദിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 7 രീതി പരിചയപ്പെടുത്തി തരാം എക്സൽ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇത് വേർഡ് എടുക്കുമ്പോൾ വേർഡ് പഠിക്കുന്നത് തന്നെയാണ്, അതുപോലെ തന്നെയാണ് എക്സൽ വിൻഡോയും ക്ലോസ് ചെയ്യുന്നത്. ഒന്ന് എന്ത് തന്നെയാണ്? കൺട്രോൾ ബോക്സിൽ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്നു. രണ്ടാമത്തെ രീതി, സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ മുകളിലത്തെ ബാർ, ഈ ബാറിൻ്റെ പേര് ടൈറ്റിൽ ബാർ എന്നാണ്. ടൈറ്റിൽ ബാർ എന്നാണ്. ടൈറ്റിൽ ബാറിൽ വെച്ച് എന്ത് ചെയ്യുന്നു പിള്ളേരെ? ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യും.
അപ്പോൾ കണ്ട ഒരു മെനു വന്നു, കണ്ട അവിടെ ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് വന്നു, ഒരു മെനു വന്നു. ആ മെനുവിൻ്റെ പേര് കൺട്രോൾ മെനു എന്നാണ്. മറക്കല്ലേ, ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൻ്റെ പേരാണ് കൺട്രോൾ മെനു. അപ്പോൾ ആ കൺട്രോൾ മെനു വന്നില്ലേ, കൺട്രോൾ മെനുവിൽ ആരുണ്ട്, ക്ലോസ് ഉണ്ട്. കണ്ടോ, ക്ലോസ് ആയില്ലേ, കൺട്രോൾ മെനുവിൽ ആരുണ്ട്, ക്ലോസ് ഉണ്ട്. അപ്പോൾ ക്ലോസ് ആയി, ക്ലിയർ അല്ലേ. അപ്പോൾ അവിടെ പഠിക്കുക, ഒന്ന് ഇവിടുത്തെ ക്ലോസ് ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് ക്ലോസ് കൊടുക്കുന്നു, ക്ലോസ് ആയി. അടുത്ത് എന്താണ്, ഇവിടെ ടൈറ്റിൽ ബാറാണ്, ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്ത് കൊടുക്കുന്നു, ക്ലോസ് കൊടുക്കുന്നു. ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് കൊടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തത് ഇവിടെ കൺട്രോൾ ബോക്സിൽ ക്ലോസ്, അടുത്ത് ടൈറ്റിൽ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ മെനു വരും, ആ കൺട്രോൾ മെനുവിൽ എന്ത് കൊടുക്കും, ക്ലോസ് കൊടുക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ഓർമ്മിക്കുക, ക്ലിയർ അല്ലേ. ഇനി അടുത്ത കാര്യമാണ് ഓർമ്മിച്ചിരിക്കുക, അടുത്ത് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കി, ഇത് ഓഫീസ് ബട്ടൺ ആണ്, മുകളിൽ കാണുന്നത് എന്താണ്, ഓഫീസ് ബട്ടൺ ആണ്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഫഷണൽ 2007 ഓഫീസ് പാക്കേജാണ്. ഓഫീസ് പാക്കേജ് 2007 ലോഗോ അവിടെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഓഫീസ് പാക്കേജ് 2007 ലോഗോയാണ് കാണുന്നത്. നിങ്ങൾ നോക്കി, ആ ഓഫീസ് ബട്ടൺ അകത്ത് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുകളുടെ കോമൺ ലോഗോയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്, ക്ലിയർ അല്ലേ. ആ ലോഗോയാണ് ഓഫീസ് ബട്ടണിനകത്ത് അവർ അലോക്കേറ്റ് ചെയ്യുന്നത്. അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആ ലോഗോയിൽ വെച്ച് എന്ത് ചെയ്യപ്പെടുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, എന്താകുന്നു, ആപ്ലിക്കേഷൻ ക്ലോസ് ആകുന്നു എന്നുള്ളതാണ്, ക്ലിയർ അല്ലേ. എക്സൽ കംപ്ലീറ്റ്ലി എന്തായി പോകുന്നു, ക്ലോസ് ആയി പോകുന്നു എന്നുള്ളതാണ് അവിടെ പഠിക്കേണ്ടത്. ശരി, അതുപോലെ ഓർമ്മിക്കുക, ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, എക്സിറ്റ് എക്സൽ കൊടുക്കുന്നു. ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്ത് കൊടുക്കുന്നു, എക്സിറ്റ് എക്സൽ കൊടുക്കുന്നു, അപ്പോഴും ക്ലോസ് ആകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല, 7 രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ അതിൽ ആദ്യം പറഞ്ഞത് കൺട്രോൾ ബോക്സിൽ ക്ലോസ് ആണ്. അടുത്ത് ടൈറ്റിൽ ബാറിൽ എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ മെനു വരുന്നു, അതിൽ ക്ലോസ് കൊടുക്കുന്നു. ഓഫീസ് ബട്ടൺ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ലോഗോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. അവിടെ ഓഫീസ് ബട്ടണിൽ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഫീസ് മെനു വരും, അല്ലെങ്കിൽ ഫയൽ മെനു വരും. ആ മെനുവിൽ എന്ത് ചെയ്യുന്നു, എക്സിറ്റ് എക്സൽ ഉണ്ട്, അത് കൊടുക്കുന്നു, ക്ലിയർ അല്ലേ. അങ്ങനെ ക്ലോസ് ആയി പോകുന്നു. ഓക്കെ ആണ്, പറഞ്ഞത് വ്യക്തമായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിച്ചു പോകാൻ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്, കൺട്രോൾ ബോക്സിൽ ക്ലോസ്, ടൈറ്റിൽ ബാർ റൈറ്റ് ക്ലിക്ക് ക്ലോസ്, ഓഫീസ് ബട്ടണിൽ ക്ലോസ്, ഓഫീസ് ബട്ടണിൽ എക്സിറ്റ്, അതുപോലെ ഓഫീസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക്, 4 പഠിച്ചു, ക്ലിയർ അല്ലേ. ഞാൻ മൊത്തം 7 ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഇനി അടുത്ത് പഠിക്കാനുള്ളതാണ്, ഓർമ്മിച്ചിരിക്കുക. ഷോർട്ട് കട്ട് കീയാണ് Alt+F4. വിൻഡോ ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് Alt+F4. ഓർമ്മിക്കണേ, മറക്കല്ലേ, Alt+F4 ഒരു വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീയാണ്. ഓക്കെ, അതിപ്പോൾ Alt+F4ൻ്റെ പ്രത്യേകത, അത് എക്സൽ വിൻഡോ മാത്രം ക്ലോസ് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്. അത് വിൻഡോസിൽ ഓപ്പൺ ചെയ്യുന്ന ഏത് പ്രോഗ്രാമും നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാൻ പറ്റും. ഓർമ്മിച്ചിരിക്കണം, വിൻഡോസിൽ ഓപ്പൺ ചെയ്യുന്ന ഏത് പ്രോഗ്രാമും എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനുപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് Alt+F4. ഓർമ്മിക്കുക, Alt+F4 എന്ന് പറഞ്ഞാൽ വിൻഡോസിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന, വിൻഡോസിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു വിൻഡോയും, വിൻഡോസിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു വിൻഡോയും ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് Alt+F4. മറന്നു പോരുത്, Alt+F4. ഓർക്കൂലേ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഓർമ്മിക്കുക, അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ആക്സസ് കീ ആണ് പഠിക്കേണ്ടത്. Alt+Fx, മറക്കല്ല, Alt+Fx. അത് ആക്സസ് കീ ആണ്, ഷോർട്ട് കട്ട് കീ അല്ല, അത് ആക്സസ് കീ ആണ്, മറന്നു പോരുത്. ഓൾട്ട് അടിക്കുമ്പോഴത്തേക്കും, ഓൾട്ട് അടിച്ചിട്ട് F കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഓഫീസ് ബട്ടൺ വരും. എക്സ് കൊടുക്കുമ്പോഴത്തേക്കും എക്സിറ്റ് എക്സൽ എന്ന് പറയുന്ന കമാൻഡ് ആക്റ്റീവ് ആകുകയും അത് ക്ലോസ് ആകുകയും ചെയ്യും, ക്ലിയർലി. Alt+Fx ഓർമ്മിക്കണേ, Alt+Fx അതൊരു ആക്സസ് കീ ആണ്, ഓർമ്മിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇനിയൊരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഇത് എന്ത് ബാറാണ്, ഏറ്റവും താഴെ കാണുന്ന, നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ബാറിനെ വിളിക്കുന്ന പേര് ടാസ്ക് ബാറാണ്. അപ്പോൾ ടാസ്ക് ബാറിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും, ക്ലിയർലി. ടാസ്ക് ബാറിൽ എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റൂടാ, ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നമുക്കൊരു രീതിയാണ് പഠിക്കേണ്ടത്. അങ്ങനെ കോമൺ ആയിട്ടൊരു 7 രീതി നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, പഠിച്ച് വെക്കണം. ഈ രീതിയിലൊക്കെ എക്സൽ വിൻഡോ എന്ത് ചെയ്യാൻ പറ്റണം, ക്ലോസ് ചെയ്യാൻ പറ്റും, ക്ലിയർലി. അത് ഓർമ്മിക്കുക. ഇനി അടുത്ത് കിടക്കുന്ന ഫംഗ്ഷന് 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഓർമ്മിച്ചിരിക്കുക. അത് അവിടെ ഒന്ന്, ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കോ, ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെന്തായി, ഇത് ചെറുതായി, ക്ലിയർലി. വിൻഡോ എന്തായി, ചെറുതായി. അതായത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് റീസ്റ്റോർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്.
അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോഴത്തേക്ക് നോക്കിയോ മാക്സിമൈസ് ആയി കണ്ടോ. അപ്പോൾ മാക്സിമൈസും റീസ്റ്റോറുമാണ് ഇവിടുത്തെ ബട്ടൺസ്. 2 ബട്ടൺ ഇവിടെ ഉണ്ട്. ടോട്ടൽ 4 ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരിക. ഒന്നാമത്തത് ക്ലോസ്, ഓക്കെ. രണ്ടാമത്തത് ഒന്നുകിൽ മാക്സിമൈസ് അല്ലെങ്കിൽ റീസ്റ്റോർ. അതായത് വിൻഡോ ഫുൾ സ്ക്രീൻ ആയിരിക്കുമ്പോൾ, ഫിറ്റ് ടു സ്ക്രീൻ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ റീസ്റ്റോർ ആയിരിക്കും. വിൻഡോ റീസ്റ്റോർ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്തായിരിക്കും? മാക്സിമൈസ് ആയിരിക്കും. ക്ലിയർലി? അപ്പം മാക്സിമൈസും റീസ്റ്റോറും. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി? വിൻഡോയെ ചെറുതാക്കി ഫിറ്റ് നിന്ന് മാറ്റി ഡെസ്ക്ടോപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? റീസ്റ്റോർ ഉപയോഗിക്കുന്നത്. അപ്പോൾ റീസ്റ്റോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീസ്റ്റോർ വിൻഡോയെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഡെസ്ക് ടോപ്പിൽ ഇതേപോലെ മൂവ് ചെയ്യാൻ പറ്റും. റീസ്റ്റോർ വിൻഡോയെ നമുക്ക് ഡെസ്ക് ടോപ്പിൽ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, റീസ്റ്റോർ വിൻഡോയെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. റീസ്റ്റോർ വിൻഡോ ആക്കണമെങ്കിൽ ഇവിടെ ഫിറ്റ് ടു സ്ക്രീൻ ആയിരിക്കുന്ന സമയത്ത് കൺട്രോൾ ബോക്സിൽ ആരുണ്ട്? റീസ്റ്റോർ ഉണ്ട്. അപ്പോൾ റീസ്റ്റോർ കൊടുക്കുമ്പോഴത്തേക്ക് നോക്ക്, റീസ്റ്റോർ വിൻഡോയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെസ്ക് ടോപ്പിൽ ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. എവിടെ ക്ലിക്ക് ചെയ്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എവിടെ ക്ലിക്ക് ചെയ്ത്? ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത്. എവിടെ ക്ലിക്ക് ചെയ്ത്? ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത്. അപ്പോൾ റീസ്റ്റോർ വിൻഡോകളെ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മാക്സിമൈസ് റീസ്റ്റോർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓർമ്മിച്ചിരിക്കുക. മാക്സിമൈസ് അതുപോലെ റീസ്റ്റോർ. ഓർമ്മിക്കണേ, മറന്നു പോരുത്. ക്ലിയർലി? മാക്സിമൈസും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട്? റീസ്റ്റോറും ഉണ്ട്. മറന്നുപോലെ മാക്സിമൈസും ഉണ്ട്, അതുപോലെ റീസ്റ്റോറും ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇനി വേർഡ് പഠിക്കുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഷോർട്ട് കട്ട് കീ പഠിക്കും. ഇവിടെ ആ ഷോർട്ട് കട്ട് കീ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ക്ലിയർ? അത് വേർഡിലെ ഷോർട്ട് കട്ട് കീ ആണ്. Alt F10 കൺട്രോൾ F10 Alt F5 ഒക്കെ നമ്മൾ അവിടെ പഠിക്കും. ക്ലിയർലി? അതൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? വേർഡിൽ പഠിക്കുന്നതാണ്. ഇവിടെ വേർഡ് അല്ല, ഇത് എക്സൽ ആണ്. എക്സൽ ആ ഷോർട്ട് കട്ട് കീകളൊന്നും ഇല്ല. ക്ലിയർലി? പിന്നെ എക്സൽ വിൻഡോയെ നമുക്ക് മാക്സിമൈസ് റീസ്റ്റോറും ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. അതിന് ഷോർട്ട് കട്ട് കീ നമുക്ക് വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാൻ പറ്റും. വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട് കീ നമുക്കറിയാം. വിൻഡോസിൻ്റെ, അതായത് ഒരു വിൻഡോസിൽ ഓപ്പൺ ചെയ്യുന്ന ഏത് പ്രോഗ്രാമും മാക്സിമൈസും അതുപോലെ റീസ്റ്റോറും ചെയ്യാൻ പറ്റും. അതിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോ ബട്ടൺ ഇല്ലേ, കീബോർഡിലെ വിൻഡോ ബട്ടൺ പ്ലസ് അപ്പ് ആരോ ഡൗൺ ആരോ. അപ്പ് ആരോ കൊടുക്കുമ്പോൾ മാക്സിമൈസ് ആവും, ഡൗൺ ആരോ കൊടുക്കുമ്പോൾ റീസ്റ്റോർ ആവും. നോക്കിയോ, ഇതിപ്പോൾ ഞാൻ ഡൗൺ ആരോ കൊടുത്തു, കണ്ട റീസ്റ്റോർ ആയില്ലേ. അപ്പ് ആരോ കൊടുത്തു, എന്തായി? മാക്സിമൈസ് ആയി. ക്ലിയർലി? അപ്പോൾ ഓർമ്മിക്കുക, വിൻഡോ പ്ലസ് വിൻഡോ പ്ലസ് വിൻഡോ പ്ലസ് അപ്പ് ആരോ ഡൗൺ ആരോ, വിൻഡോ പ്ലസ് അപ്പ് ആരോ ഡൗൺ ആരോ. അത് പൊതുവേ ഉപയോഗിക്കുന്നതാണ്. എക്സലിലെ ഷോർട്ട് കട്ട് കീ അല്ല. ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിന്റ് ആയാലും ഇനി മാറ്റ് ഏതെങ്കിലും പെയിൻ്റ് ആയാലും എഡ്ജ് ആയാലും ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, മാക്സിമൈസ് റീസ്റ്റോർ ചെയ്യാൻ വിൻഡോസിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്. ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് കീ ഉണ്ടെങ്കിൽ അത് പഠിക്കണം. നിലവിൽ വേർഡിനുണ്ട്, പക്ഷേ എക്സലിന് അത് ഇല്ല. അതുകൊണ്ട് എക്സലിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പഠിക്കുന്നില്ല എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി മിനിമൈസിലേക്ക് വരെയാണ്. മിനിമൈസ് എന്താ? തൽക്കാലത്തേക്ക് സ്ക്രീനിൽ നിന്ന് വിൻഡോയെ ഷട്ട് ചെയ്യാനാണ്, വിൻഡോയെ ഓഫ് ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? മിനിമൈസ് ഉപയോഗിക്കുന്നത്. ഒരു വിൻഡോയെ ടെമ്പററിലി ഷട്ട് ഡൗൺ ചെയ്യാൻ. ക്ലിയർലി? ഒരു വിൻഡോയെ, മറക്കല്ലേ പിള്ളേരെ, ഒരു വിൻഡോയെ ടെമ്പററിലി ഷട്ട് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് മിനിമൈസ് എന്ന് പറയുന്നത്. തൽക്കാലത്തേക്ക് നമുക്ക് ആ വിൻഡോ സ്ക്രീനിൽ വേണ്ട, നമുക്ക് മിനിമൈസ് ചെയ്യാം. അതിപ്പോൾ എവിടെ പോവും? അങ്ങനെ മിനിമൈസ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ പോയി എവിടെ പോവും? ടാസ്ക് ബാറിലേക്ക് പോവും. കണ്ടില്ലേ? ടാസ്ക് ബാറിലല്ലേ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ക്ലിയർലി? അപ്പോൾ അതവിടെ ഓർമ്മിക്കേണ്ട കാര്യം അതാണ്. തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രീനിൽ നിന്ന് ടെമ്പററിലി ഷട്ട് ഡൗൺ ആണ്. ടെമ്പററിലി ഷട്ട് ഡൗൺ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്, മിനിമൈസ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷന് മിനിമൈസിന് എന്തില്ല? ഷോർട്ട് കട്ട് കീ ഇല്ല. വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ട് നമുക്ക് പഠിക്കാം. വിൻഡോ പ്ലസ് എം പഠിക്കാം. വിൻഡോ പ്ലസ് എം കൊടുക്കാം. വിൻഡോ പ്ലസ് എം കൊടുക്കുമ്പോഴത്തേക്കും എന്താവും? മിനിമൈസ് ആവും. ക്ലിയർലേ? വിൻഡോ പ്ലസ് എം കൊടുത്താൽ മതി, മിനിമൈസ് ആവും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. വിൻഡോ പ്ലസ് എം കൊടുക്കുമ്പോഴത്തേക്കും അത് മിനിമൈസ് ആവും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലേ? അപ്പോൾ ഇവിടെ കുറേ ഇതുണ്ട്. വിൻഡോ പ്ലസ് എം കൊടുക്കുകയാണ്. എത്ര പ്രോഗ്രാം ഉണ്ടതെല്ലാം എന്താവും? മിനിമൈസ് ആവും. മിനിമൈസ് ആവാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് വിൻഡോ പ്ലസ് എം. അത് വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. എക്സലിൻ്റെ ഷോർട്ട് കട്ട് കീ അല്ല. ഏത് പ്രോഗ്രാമും ഇങ്ങനെ മിനിമൈസ് ആവും. ക്ലിയർലേ? ശരി. അപ്പോൾ മിനിമൈസ് ആയോ തിരിച്ചെടുക്കാൻ വിൻഡോസ് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം അടിച്ചാൽ മതി. ക്ലിയർലേ? ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കിയോ, മിനിമൈസ് ചെയ്യാൻ നോക്കിയോ, മിനിമൈസ് ചെയ്തു. ആ മിനിമൈസ് ചെയ്ത് തിരിച്ച് വരാൻ വേണ്ടി വിൻഡോ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം കൊടുത്താൽ മതി. മിനിമൈസ് ചെയ്യാൻ വിൻഡോ എം, തിരിച്ച് വരാൻ വേണ്ടി വിൻഡോസ് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും? ഓപ്പണായി വരും. ക്ലിയർലേ? ഈ കാര്യം ഓർമ്മിച്ച് വെച്ചിരിക്കാം. മിനിമൈസ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇത് ടൈറ്റിൽ ബാർ അല്ലേ? അടുത്ത് പഠിക്കേണ്ട ഏരിയ ഏതാണ്? ടൈറ്റിൽ ബാറാണ്. അപ്പോൾ ടൈറ്റിൽ ബാർ പഠിക്കുമ്പോൾ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ടൈറ്റിൽ ബാറാണ്. ടൈറ്റിൽ ബാറിൽ നോക്കുക, ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? ബുക്ക് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർലി? അതായത് എക്സലിൻ്റെ ഒരു
എക്സലിൽ ഒരു ജനറൽ ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സലിൽ തയ്യാറാക്കുന്ന ഫയലുകളെ, എക്സലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫയലുകളെ നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് വിളിക്കുക. ഓർമ്മിച്ചിരിക്കണേ, മറക്കല്ല്. എക്സലിൽ പ്രിപ്പയർ ചെയ്യുന്ന, എക്സലിൽ തയ്യാറാക്കുന്ന വർക്കുകളെ പൊതുവെ വിളിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വർക്ക് ബുക്ക് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? എക്സലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകളെ നമ്മൾ എന്ന് വിളിക്കും? വർക്ക് ബുക്ക് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി വർക്ക് ബുക്ക് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് വിളിക്കും. സ്പ്രെഡ്ഷീറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഏത്? എക്സൽ. അല്ലെങ്കിൽ വർക്ക് ബുക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഏത്? എക്സൽ. ഒരു വർക്ക് ബുക്കിൽ എത്ര വർക്ക് ഷീറ്റ് ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഡിഫോൾട്ടിലി 3 വർക്ക് ഷീറ്റുകളായിരിക്കും ഉണ്ടാകുക. ഒരു വർക്ക് ബുക്കിൽ 3 വർക്ക് ഷീറ്റുകളായിരിക്കും ഉണ്ടാകുക. ക്ലിയർലി? വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റാണ്. വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റാണ്. ഓർമ്മിക്കുക. അപ്പം മറക്കല്ല്, ഇതിന് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയും. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റാണ്. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എക്സൽ എന്ന് പറയുന്നത്. ക്ലിയർലി? അപ്പോൾ എക്സൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, എക്സൽ ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിൽ തയ്യാറാക്കുന്ന ഫയലുകൾ നമ്മൾ എന്തെന്ന് വിളിക്കും? വർക്ക് ബുക്ക് എന്ന് വിളിക്കും. ഒരു വർക്ക് ബുക്കിൽ ഡിഫോൾട്ടിലി 3 വർക്ക് ഷീറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരു എക്സൽ എടുക്കുമ്പോൾ നോക്കിയേ, മുകളിൽ നോക്കിയേ, ഒരു ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിം അവിടെ ഇല്ലേ? ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിമാണ് അവിടെ പഠിക്കേണ്ടത്. എക്സൽ 2007 വെർഷൻ്റെ, എക്സൽ 2007 വെർഷൻ്റെ ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിമാണ്. എക്സൽ 2007 വെർഷൻ്റെ ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിമാണ് ബുക്ക് 1 എന്ന് പറയുന്നത്. ഓർമ്മിക്കണേ, മറക്കല്ലേ. എക്സൽ 2007 വെർഷൻ്റെ ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിമാണ് ബുക്ക് 1 എന്ന് പറയുന്നത്. ക്ലിയർലി? അവിടെ ബുക്ക് 1 മുകളിൽ കിടപ്പുണ്ട്, നോക്കി അറിയാൻ പറ്റും. കണ്ടില്ലേ? ടൈറ്റിൽ ബാറിൽ അതെന്ത് ചെയ്തിരിക്കും? ഷോ ചെയ്തിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക. വർക്ക് ബുക്ക് നെയിം എവിടെ ഷോ ചെയ്തിരിക്കും? ടൈറ്റിൽ ബാറിൽ ഷോ ചെയ്തിരിക്കും. ഇനി ആ ടൈറ്റിൽ ബാറിൽ വെച്ച് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ, ആ ടൈറ്റിൽ ബാറിൽ വെച്ച് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ, അത് എക്സൽ ആയിക്കോട്ടെ, വേർഡ് ആയിക്കോട്ടെ, പവർ പോയിൻ്റ് ആയിക്കോട്ടെ, ഏതൊരു വിൻഡോയുടെയും ടൈറ്റിൽ ബാറിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ, ടൈറ്റിൽ ബാറിൽ വെച്ച് മറന്നു പോരുതേ പിള്ളേരെ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ വിൻഡോ റീസ്റ്റോർ അല്ലെങ്കിൽ മാക്സിമൈസ് ആകും. മാക്സിമൈസ് ആണെങ്കിൽ റീസ്റ്റോർ ആവും, റീസ്റ്റോർ ആണെങ്കിൽ എന്താവും? മാക്സിമൈസ് ആവും. ക്ലിയർലി? ആ കണ്ടീഷൻ മറക്കല്ലേ പിള്ളേരെ. ഒരു വിൻഡോയുടെ ഏത് വിൻഡോ ആയിക്കോട്ടെ, ഒരു വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ വച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ വിൻഡോ മാക്സിമൈസ് ആകും അല്ലെങ്കിൽ റീസ്റ്റോർ ആകും എന്നുള്ളത് ഓർമ്മിച്ച് വച്ചിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ പഠിക്കേണ്ടത്, മറക്കാതെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ റീസ്റ്റോർഡ് വിൻഡോകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് മറന്നുപോലെ റീസ്റ്റോർഡ് വിൻഡോയെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ ക്ലിക്ക് ചെയ്ത്? ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത്. എവിടെ ക്ലിക്ക് ചെയ്താണ്? ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് എന്ന് പഠിക്കുക. മറക്കല്ലേ, റീസ്റ്റോർ വിൻഡോയെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. എവിടെ ക്ലിക്ക് ചെയ്ത് പിള്ളേരെ? ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത്. അതും കൂടി അവിടെ എന്ത് ചെയ്യണം? അറിയണം. ഓർമ്മിക്കണേ, മറക്കല്ല്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇതിപ്പോൾ ടൈറ്റിൽ ബാറാണ്. ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൻ്റെ പേര് കൺട്രോൾ മെനു എന്നാണ്. കൺട്രോൾ മെനുവിൽ 6 ഓപ്ഷൻസ് ആണുള്ളത്. ഓർമ്മിക്കുക, കൺട്രോൾ മെനുവിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 6 ഓപ്ഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ 6 ലിസ്റ്റുകളാണ് അവിടെ ഉള്ളത്. ഒന്നാമത്തത് നോക്ക്, മുകളിൽ റീസ്റ്റോർ, മൂവ്, സൈസ്, മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലത് ആക്റ്റീവാണ്, ചിലത് ഇനാക്റ്റീവാണ്. ഇനാക്റ്റീവ് ആവാൻ കാരണം അത് ഇങ്ങനെ ഈ ഒരു വിൻഡോയിൽ അത് നടത്താൻ പറ്റൂല, അതുകൊണ്ടാണ് ഇനാക്റ്റീവ് ആവാൻ കാരണം ഇത് ഫിറ്റ് ടു സ്ക്രീൻ വിൻഡോ ആണ്. അപ്പോൾ ഫിറ്റ് ടു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ആണ്. മാക്സിമൈസ്ഡ് വിൻഡോയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മൂവ് ചെയ്യാൻ പറ്റൂല. മാക്സിമൈസ്ഡ് വിൻഡോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ക്ലിയർലി? മിനിമൈസ് ചെയ്യാൻ പറ്റും, അത് എന്താണ്? ആക്റ്റീവാണ്. മാക്സിമൈസ് ചെയ്യാൻ പറ്റൂല, കാരണം ഓൾറെഡി വിൻഡോ എന്ത് തന്നെയാണ്? മാക്സിമൈസ്ഡ് ആണ്. ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലിയർലി? ഇനി റീസ്റ്റോർ വിൻഡോ ആണെങ്കിലോ നോക്ക്, റീസ്റ്റോർ വിൻഡോ ആണ്, മൂവ് ചെയ്യാം, സൈസ് ചെയ്യാം. സൈസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ വിൻഡോയുടെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ട, റീസ്റ്റോർഡ് വിൻഡോകളുടെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഓർമ്മിച്ചിരിക്കുക. റീസ്റ്റോർ വിൻഡോകൾക്ക് മാത്രമേ ആ ഒരു ഫീച്ചർ ഉള്ളൂ. റീസ്റ്റോർ വിൻഡോകളുടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റീസ്റ്റോർ വിൻഡോകളുടെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഇത് ഓർമ്മിക്കുക. റീസ്റ്റോർ വിൻഡോകളുടെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും,
റീസ്റ്റോർ വിൻഡോയെ എന്ത് ചെയ്യാനും പറ്റും, മൂവ് ചെയ്യാനും പറ്റും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൻ്റെ പേര് കൺട്രോൾ മെനു, മറക്കല്ലേ, കൺട്രോൾ മെനു എന്നാണ്. കൺട്രോൾ മെനുവിൽ ഉള്ള 6 ഫംഗ്ഷനാണ് റീസ്റ്റോർ, മൂവ്, സൈസ്, മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് എന്നിവയെന്ന് ഓർമ്മിക്കുക. ഇനി പിന്നെ ബുക്ക് ഓണിൻ്റെ കേസ് പഠിച്ചു. ബുക്ക് ഓൺ എന്താണ്? ബുക്ക് ഓൺ എന്ന് പറയുന്നത് ഡിഫോൾട്ട് വർക്ക് ബുക്ക് നെയിമാണ് ബുക്ക് ഓൺ. ഓക്കെ, ക്ലിയർ. നമ്മൾ നേരെ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. ക്ലിയർലേ? ഇതൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് പോകും. ക്ലിയർലേ? ഓർമ്മിക്കുക. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ്. നോക്ക് പിള്ളേരെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നോക്ക് 3 ഫംഗ്ഷനല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കി, ഈ വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിൻ്റ് ആയാലും അവൻ്റെയൊക്കെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ 3 ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മെനു, ടൂൾ ബാറൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ക്ലിയർലേ? മെനു എന്ന് പറഞ്ഞാൽ എന്താ? മെനു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ CID മൂസ സിനിമ കണ്ടിട്ടില്ലേടാ, അതിൽ ദിലീപിൻ്റെ അടുത്ത് പട്ടിയുടെ മെനു ചോദിക്കുമ്പോഴത്തേക്ക് ദിലീപ് ഇങ്ങനെ പൊക്കിയെടുത്ത് സംഭവം കാണിക്കില്ല. അപ്പോൾ ഒരു ലിസ്റ്റ് പോലെ ഇങ്ങനെ താഴോട്ട് വരില്ലേ, അതിൽ ലിസ്റ്റല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെനു എന്ന് പറയുന്നത്. ക്ലിയർലേ? അപ്പോൾ എപ്പോഴും മെനു എന്തായിരിക്കും? ലിസ്റ്റഡ് ആയിരിക്കും. ലിസ്റ്റഡ് ഇൻ്റർഫേസ് ആണ് എന്ന് പറയുന്നത് മെനു എന്ന് പറയുന്നത്. അതങ്ങനെ വേണം മനസ്സിലാക്കുക. എവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്കോ എവിടെ ക്ലിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസ് വരികയാണെങ്കിൽ അവ മെനു ആണ്. അതിന് വേറെ പേര് കാണും. ഇപ്പോൾ ടൈറ്റിൽ ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ മെനു വരും. കണ്ട, ഇത് കൺട്രോൾ മെനു. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വിക്ക് ആക്സസ് മെനു വരും. എന്ത് വരും? ക്വിക്ക് ആക്സസ് മെനു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്, ടൂൾ ബാറും ഉണ്ട്, മെനു ഉണ്ട്. ടൂൾ ബാറുകളുടെ പ്രത്യേകത, ടൂൾ ബാറിൽ ഐക്കൺ രൂപത്തിലുള്ള കണ്ടൻറ്റേ കാണുള്ളൂ. ക്ലിയർ? കണ്ടൻറ്റിൻ്റെ എന്ത് രൂപയെ കാണുള്ളൂ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ കാണുള്ളൂ. ഒരു കണ്ടൻറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ ഷോ ചെയ്യുന്ന ഇൻ്റർഫേസ് ആണ് എന്ന് പറയുന്നത് ടൂൾ ബാർ. ഓക്കെ അല്ലേ? ഒരു കണ്ടൻറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രം ഷോ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ടൂൾ ബാർ എന്ന് പറയുന്നത്. എന്നാൽ മെനുവിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാണും. അത് ലിസ്റ്റായിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുക? ഷോ ചെയ്തിരിക്കുക. ലിസ്റ്റായിട്ടായിരിക്കും ഷോ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഉണ്ട്, ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കൺട്രോൾ ചെയ്യുന്നത് ക്വിക്ക് ആക്സസ് മെനു ആണ്. ഓർമ്മിക്കുക, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ക്വിക്ക് ആക്സസ് മെനു ആണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ 3 ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. എപ്പോഴും ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഏതൊരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ 3 ഡിഫോൾട്ടായിട്ട് കാണുള്ളൂ: സേവ്, അണ്ടു, റീഡു എന്നിവ. മറക്കല്ല, സേവ്, അണ്ടു, റീഡു. എന്നാൽ ക്വിക്ക് ആക്സസ് മെനുവിൽ ഡിഫോൾട്ടായിട്ട് എത്ര ഫംഗ്ഷൻ ഉണ്ട് എന്നൊരു ചോദ്യം വരും. ഇത് എക്സൽ ആണ്. എക്സലിൽ ഡിഫോൾട്ടായിട്ട് 11 ഫംഗ്ഷനാണ് എവിടെ ഉള്ളത്? ക്വിക്ക് ആക്സസ് മെനുവിലുള്ളത്. വേർഡിൽ 10 ആണ്, എക്സലിൽ 11 ഫംഗ്ഷനാണ് എവിടെ ഉള്ളത്? ക്വിക്ക് ആക്സസ് മെനുവിലുള്ളത്. ഓർമ്മിക്കുക, വേർഡിൽ 11 ഫംഗ്ഷനും വേർഡിൽ 10 ഫംഗ്ഷനും എക്സലിൽ 11 ഫംഗ്ഷനും ഉള്ളത്. അപ്പോൾ ആ എക്സലിലുള്ള 11 ഒന്ന് നോക്കാം. എക്സലിലുള്ള 11 ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ഒന്നാമത്തത് ന്യൂ ആണ്. രണ്ടാമത്തത് ഓപ്പൺ, മൂന്നാമത്തത് സേവ്, നാലാമത്തത് ഇമെയിൽ, അഞ്ചാമത്തത് ക്വിക്ക് പ്രിൻ്റ്, ആറാമത്തത് പ്രിൻ്റ് പ്രിവ്യൂ, 7 സ്പെല്ലിങ്, 8 അണ്ടു, 9 റീഡു, അടുത്ത് സോർട്ട് അസെൻഡിങ്, സോർട്ട് ഡിസെൻഡിങ്. പഠിച്ചോണ്ടേ പിള്ളേരെ, സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ പഠിക്കണം. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേട്ടല്ലോ അല്ലേ? ടൂൾ ബാർ, മെനു. ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ടൂൾ ബാർ ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ്. ക്ലിയർ അല്ലേ? അവിടെ കണ്ടൻറ്റിൻ്റെ എന്ത് റെപ്രസെൻറ്റേഷനേ ഉള്ളൂ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനേ ഉള്ളൂ. എന്നാൽ ടൂൾ ബാറിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ മെനുവിൽ എന്തായിരിക്കും? മെനുവിൽ ലിസ്റ്റഡ് ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ നിയന്ത്രിക്കുന്നത് ആരാ? ക്വിക്ക് ആക്സസ് മെനു ആണ്. ടൂൾ ബാറിൽ 3 ഫംഗ്ഷനേ ഉള്ളൂ: സേവ്, അണ്ടു, റീഡു. ക്വിക്ക് ആക്സസ് മെനുവിൽ 11 ഫംഗ്ഷൻ എക്സലിലുണ്ട്. ഏതൊക്കെ? ന്യൂ, ഓപ്പൺ, സേവ്, ഇമെയിൽ, ക്വിക്ക് പ്രിൻ്റ്, പ്രിൻ്റ് പ്രിവ്യൂ, സ്പെല്ലിങ്, അണ്ടു, റീഡു, അതുപോലെ സോർട്ട് അസെൻഡിങ്, സോർട്ട് ഡിസെൻഡിങ്. ക്ലിയർലേ? ഇത്രയാണുള്ളത്. ഓർമ്മിച്ചിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ കമാൻഡ്സ്, ഇവിടെ മോർ കമാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് വേറെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ക്ലിയർലേ? ഇതിലില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇനി ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ നമുക്ക് വേണമെങ്കിൽ, ഇതിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ടൈറ്റിൽ ബാറിൻ്റെ ഏത് സൈഡിലാണ്? ലെഫ്റ്റ് സൈഡ് കോർണറിലാണ്. ടൈറ്റിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ എന്തിനാ പഠിക്കുക? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ടൈറ്റിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിലാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ബിലോ ദ റിബൺ ആക്കാം, താഴെ കൊണ്ടുവരാം. ക്ലിയർലേ? താഴെ റിബണിന് താഴെയായിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും? അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? റിബണിന് താഴെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. തിരിച്ച് ഡിഫോൾട്ടായിട്ട് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ടൈറ്റിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കോർണർ എന്ന് തന്നെ പഠിക്കണം. ലെഫ്റ്റ് സൈഡ് കോർണറിലാണ് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക.
ശരി, അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ചിരിക്കുക. അണ്ടു റീഡു ഓർമ്മിക്കുക. അണ്ടു റീഡു എവിടെ ഉണ്ട്? എക്സലിലുണ്ട്. എക്സലിൽ എത്ര തവണ അണ്ടു ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം വന്നാൽ 100 തവണ എന്ന് എഴുതിക്കൊള്ളുക. എക്സലിൽ അണ്ടു ചെയ്യേണ്ട അല്ലെങ്കിൽ അണ്ടു ലിമിറ്റ് എത്രയാണ്? 100 തവണയാണ്. വേർഡിൽ എത്ര വേണമെങ്കിലും നമുക്ക് പുറകിലോട്ട് പോകാം. എക്സലിൽ 100 തവണ എന്നുള്ളത് ഓർമ്മിക്കുക. നമ്പർ ഇവിടെ ഒന്ന് ഓർമ്മിച്ച് പഠിച്ചിരിക്കുക. ഇനി ഓഫീസ് ബട്ടണാണ് നമുക്ക് നോക്കേണ്ടത്. ഓഫീസ് ബട്ടണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. പിന്നെ അതിൻ്റെ എല്ലാ ടൂളും അതിലുള്ള എല്ലാ ഫംഗ്ഷനും പഠിക്കണം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എടുത്ത് പഠിക്കണം. ക്ലിയർലി? അപ്പോൾ നമുക്ക് ഓഫീസ് ബട്ടണിലേക്ക് പോകാൻ നോക്കിയോ. ഓഫീസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ എവിടെ കാണും? ലെഫ്റ്റ് സൈഡ് കോർണറിൽ തന്നെയാണ് ആരുള്ളത്? ഓഫീസ് ബട്ടൺ ഉള്ളത്. ടൈറ്റിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിലാണ് ആര് കാണപ്പെടുന്നത്? ഓഫീസ് ബട്ടൺ കാണപ്പെടുന്നത് എന്ന് പഠിക്കണേ പിള്ളേരെ. ആ ഓഫീസ് ബട്ടണിൽ ഓർമ്മിക്കണേ, ഓഫീസ് ബട്ടണിൽ അല്ലെങ്കിൽ ഓഫീസ് ബട്ടൺ എന്താണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും ഓർമ്മിക്കുക, ഫയൽ മാനേജ്മെൻറ്റ്. ഓർമ്മിക്കണേ, ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡുകൾ, ഫയൽ മാനേജ് ചെയ്യുന്ന കമാൻഡുകൾ, സേവ്, ഓപ്പൺ, ന്യൂ, ഇങ്ങനെയുള്ള ഫയൽ മാനേജ് ചെയ്യുന്ന കമാൻഡുകൾ അടങ്ങിയ ഫംഗ്ഷനാണ് ഏതെന്ന് പറയുന്നത്? ഓഫീസ് ബട്ടൺ. ക്ലിയർലി? എക്സലിലായിക്കോട്ടെ, വേർഡിലായിക്കോട്ടെ, പവർ പോയിന്റിലായിക്കോട്ടെ, ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡുകൾ അടങ്ങിയ ഫംഗ്ഷൻ ഏത് എന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ ഏതാണ്? ഓഫീസ് ബട്ടണാണ്. ക്ലിയർലി? ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡുകൾ അടങ്ങിയ ഫംഗ്ഷനാണ് ഓഫീസ് ബട്ടൺ. ഓർമ്മിക്കുക. ഓക്കെ അല്ലേ? ഞാനിവിടെ ഓഫീസ് ബട്ടൺ എടുക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓഫീസ് ബട്ടൺ എടുക്കുകയാണ്. അപ്പോൾ ഓഫീസ് ബട്ടണിലുള്ള ടൂളുകളാണ്. ഇനി ഓഫീസ് ബട്ടൻ്റെ വേറെ പേരുകളുണ്ട്. ഓഫീസ് ബട്ടൻ്റെ പഴയ പേര് ഫയൽ മെനു എന്നാണ്. ഓഫീസ് ബട്ടൻ്റെ പഴയ പേര് ഫയൽ മെനു എന്നും പുതിയ പേര് ഫയൽ ടാബാണ്. ക്ലിയർലി? അതായത് 2007 നമ്മൾ പഠിക്കുന്നത്. 2003 ഫയൽ മെനു, 2010 എബോ വെർഷനിലാണെങ്കിൽ ഫയൽ ടാബാണ്. അവിടെ ഓഫീസ് ബട്ടണില്ല. ഓഫീസ് ബട്ടണുള്ള ഒരു വെർഷനേ ഉള്ളൂ. അതേതാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ അല്ലെങ്കിൽ വേർഡ്, പവർ പോയിന്റ് 2007 മാത്രമേ ഓഫീസ് ബട്ടൺ ഉള്ളൂ. ക്ലിയർലി? ഓഫീസ് ബട്ടണിൻ്റെ അഡ്വാൻസ്ഡ് രൂപം ഫയൽ ടാബും പഴയത് ഏതുമാണ്? ഫയൽ മെനു ആണെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഓഫീസ് ബട്ടണാണ് കണ്ടത് നിങ്ങൾ. അതിൽ നോക്കുക, ഓഫീസ് ബട്ടണിൽ ഉള്ള ഫങ്ഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ്. ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, സേവസ് ഉണ്ട്, പ്രിൻ്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്, എക്സൽ ഓപ്ഷൻസ്, എക്സിറ്റ് എക്സൽ. ഓക്കെ, ഏതൊക്കെയാ? ന്യൂ, ഓപ്പൺ, സേവ്, സേവസ്, പ്രിൻ്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്, എക്സൽ ഓപ്ഷൻസ്, എക്സിറ്റ് എക്സൽ. അങ്ങനെ 11 ഫംഗ്ഷനാണ് ഇതിനകത്തുള്ളത്. ക്ലിയർലി? ഇതിനകത്ത് ഓഫീസ് ബട്ടണിനകത്ത് ടോട്ടലി 11 ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. അത് 11 അവിടെ ഉണ്ട്, ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലി? ഈ ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡുകളിലുള്ള ഒരു ഫംഗ്ഷനാണ് ന്യൂ. പുതിയ എന്നുള്ള അർത്ഥം. ന്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂ ഉപയോഗിക്കുന്നത് ടു ഓപ്പൺ ന്യൂ വർക്ക് ബുക്ക് എന്നുള്ളതാണ്. ക്ലിയർലി? ടു ഓപ്പൺ എന്താണ്? ന്യൂ വർക്ക് ബുക്ക് എന്നാണ് അവിടെ പഠിക്കേണ്ടത്. ന്യൂ എന്ന് പറഞ്ഞ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഓപ്പൺ ന്യൂ വർക്ക് ബുക്ക്. മറക്കല്ലേ പിള്ളേരെ? ടു ഓപ്പൺ ന്യൂ വർക്ക് ബുക്കാണ് ഇവിടുത്തെ ന്യൂ എന്ന് പറയുന്നത്. പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കിയേ, പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. കണ്ടില്ലേ? പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിവിടെ പറ്റും. അവിടെ ടെംപ്ലേറ്റ്സ് എഴുതിയിരിക്കുന്നുണ്ട്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ബ്ലാങ്ക് അല്ലെങ്കിൽ റീസെൻറ്റ് ടെംപ്ലേറ്റ് ചോദിക്കാം. ബ്ലാങ്ക്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിഫോൾട്ട് വർക്ക് ബുക്ക് ടെംപ്ലേറ്റ്, ബ്ലാങ്ക് വർക്ക് ബുക്കാണ്. ഓർമ്മിക്കുക, ഡിഫോൾട്ട് വർക്ക് ബുക്ക് ടെംപ്ലേറ്റ് ബ്ലാങ്ക് വർക്ക് ബുക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റുകൾ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. വേറെ മോഡൽ ടെംപ്ലേറ്റുകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ? ഇവിടെ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റുകൾ വേറെ ഉണ്ട്. കണ്ടോ? ഇതേപോലത്തെ ടെംപ്ലേറ്റുകളുണ്ട്. ബില്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ബ്ലഡ് പ്രഷർ ട്രാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും എന്ത് ചെയ്ത് വരിക? ക്രിയേറ്റ് ചെയ്ത് വരിക. നമുക്കിതിൽ മാറ്റം വരുത്തിയാൽ മതി. ക്ലിയർലി? ഓൾറെഡി ഫംഗ്ഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും ഇത്. ഇതിലെന്ത് വരുത്തിയാൽ മതി? മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ വരുത്തി നമുക്കിത് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇതല്ല, നമുക്കിതൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? പുതിയ രീതി, അതായത് നമുക്ക് തന്നെ ചെയ്യണം, നമുക്ക് തന്നെ ഒരു പുതിയ ടെംപ്ലേറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ടെംപ്ലേറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം ഇവിടെ മൈ ടെംപ്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അത് എടുക്കാം. നമുക്കത് വേണ്ട, അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബ്ലാങ്ക് എടുത്താൽ മതി. ക്ലിയർലി? അപ്പോൾ അവിടെ ബ്ലാങ്ക് എപ്പോഴും ഡിഫോൾട്ട് ആയിരിക്കും എന്നുള്ളതാണ്. ക്ലിയർലി? ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ വർക്ക് ബുക്ക്
ക്രിയേറ്റ് ചെയ്യാനാണ് ന്യൂ ഉപയോഗിക്കുന്നത്. പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫോൾട്ട് വർക്ക് ബുക്ക് ടെംപ്ലേറ്റ് ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഓർമ്മിച്ചിരിക്കുക, ഡിഫോൾട്ട് വർക്ക് ബുക്ക് ടെംപ്ലേറ്റ് ഏത് എന്ന ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ആ ഡിഫോൾട്ട് വർക്ക് ബുക്ക് ടെംപ്ലേറ്റ് ആണ് ഏത്, ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ബ്ലാങ്ക് വർക്ക് ബുക്കാണ് ഡിഫോൾട്ട് വർക്ക് ബുക്ക് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. മറന്നുപോലെ പിള്ളേരെ, ബ്ലാങ്ക് വർക്ക് ബുക്കാണ് ഡിഫോൾട്ട് വർക്ക് ബുക്ക് ടെംപ്ലേറ്റ്. അത് അവിടെ മറന്നു പോകരുത്. ഓക്കെ, ശരി. ഇനി ന്യൂ എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് ഷോർട്ട് കട്ട് കീയും ഉണ്ട്, ആക്സസ് കീയും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ല, വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പഠിക്കണം. അപ്പോൾ ന്യൂ എടുക്കുമ്പോൾ പുതിയ വർക്ക് ബുക്ക് വരും. മറക്കല്ലേ, ന്യൂ എടുക്കുമ്പോൾ എന്ത് വരും പിള്ളേരെ, പുതിയ വർക്ക് ബുക്ക് ഓപ്പണായി വരും. അപ്പോൾ ന്യൂ കൊടുക്കുമ്പോൾ പുതിയ വർക്ക് ബുക്ക് വരുമെന്നറിയാം. അതിൻ്റെ ഷോർട്ട് കട്ട് കീ, പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+N. മറക്കല്ലേ, Ctrl+N ആണ്. കണ്ടോ ഇവിടെ ബുക്ക് 4 വന്ന്, കണ്ട ബുക്ക് 4. ഞാൻ വീണ്ടും Ctrl+N കൊടുത്തു കഴിഞ്ഞാൽ എത്ര, ബുക്ക് 5 ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, Ctrl+N എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് കീ ഉപയോഗിക്കാം, Alt+F+N ഉപയോഗിക്കാം. കണ്ടില്ലേ, Alt+F+N ഉപയോഗിച്ച് പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബുക്ക് 6 വന്നില്ലേ, അപ്പോൾ വർക്ക് Alt+F+N എന്ന് പറയുന്നത് ആക്സസ് കീ ആണ്. വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്സസ് കീ ആണ് Alt+F എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, വളരെ പ്രധാനം. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എക്സലിനെ കുറിച്ചാണ്, എക്സലിൻ്റെ ഓഫീസ് പഠനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി അടുത്ത് ഓർമ്മിക്കുക, ഓപ്പൺ എന്ന് പറയുന്ന കമാൻഡാണ് പഠിക്കാനുള്ളത്. ഓപ്പൺ കമാൻഡാണ്, അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറയുന്ന ടൂളാണ് പഠിക്കാനുള്ളത്. എന്താ ഓപ്പൺ? ഓപ്പൺ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് വർക്ക് ബുക്ക് ഫയലുകൾ, മറക്കല്ലേ, എക്സിസ്റ്റിംഗ് വർക്ക് ബുക്ക് ഫയലുകൾ ഓപ്പൺ ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്, ഓപ്പൺ ഉപയോഗിക്കുന്നത്. അതായത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത, സേവ് ചെയ്ത വർക്ക് ബുക്ക് ഫയലുകൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഓപ്പൺ കൊടുക്കുമ്പോൾ നോക്കിയേ, ഓപ്പൺ കൊടുക്കുമ്പോൾ എന്ത് വരും, ഒരു ഡയലോഗ് ബോക്സ് വരും. കണ്ടോ, ഓപ്പൺ കൊടുത്തപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഡയലോഗ് ബോക്സിൻ്റെ പേരും എന്ത് തന്നെയാണ്, ഓപ്പൺ തന്നെയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എല്ലാവരും വന്നേ. ഇത് ലെഫ്റ്റ് സൈഡല്ലേ, ഇവിടെ നമുക്ക് ലൊക്കേഷൻസ് ഉണ്ട്, എവിടെ നിന്നൊക്കെ ഓപ്പൺ ചെയ്യണം. വിൻഡോസിൻ്റെ പ്രധാനപ്പെട്ട ഫോൾഡറുകളാണ് ഇത്, ലൊക്കേഷനാണ്. ഏതൊക്കെയുണ്ട്, ഡെസ്ക് ടോപ്പ് ഉണ്ട്, ഡൗൺലോഡ്സ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, പിക്ചേഴ്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത്, നേരത്തെ ഓൾറെഡി സേവ് ചെയ്ത ഫയൽ ഇതിലെവിടെയാണ് കിടക്കുന്നത് എന്ന് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓപ്പൺ ചെയ്യാൻ. അപ്പം ഞാൻ ഡെസ്ക് ടോപ്പിലുണ്ടെങ്കിൽ ഡെസ്ക് ടോപ്പിൽ നിന്ന് എടുക്കാം. ഡെസ്ക് ടോപ്പിൽ ഇവിടെ ഒരു ന്യൂ വർക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് ഷീറ്റ് എന്ന് കിടപ്പുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? ഞാനപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഡെസ്ക് ടോപ്പിൽ നിന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിവിടെ ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ ഫയൽ നെയിമായിട്ട് വന്നു. ഓക്കെ കൊടുക്കുക, ഓപ്പൺ കൊടുക്കുകയാണ്. ഓക്കെ, ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇതെന്തായി, ഓപ്പൺ ആയി വന്നു. കണ്ടോ, ഇത് ഓർമ്മിച്ചിരിക്കുക, വളരെ പ്രധാനമാണ്. ഞാൻ ഇവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. പഴയ, അതായത് നേരത്തെ സേവ് ചെയ്ത വർക്ക് ബുക്കുകൾ ഓപ്പൺ ചെയ്യുക, അതായത് എക്സിസ്റ്റിംഗ് വർക്ക് ബുക്കുകൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഓപ്പൺ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, നമ്മൾ ഓപ്പൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്. ലൊക്കേഷനിൽ നിന്ന് ഫയൽ നെയിം സെലക്ട് ചെയ്ത് കൊടുത്ത് ഓപ്പൺ കൊടുക്കുമ്പോൾ ഓപ്പണായി വരും. ഷോർട്ട് കട്ട് കീ Ctrl+O തന്നെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീ ആണ് Ctrl+O. എല്ലാവർക്കും അറിയാവുന്ന ഷോർട്ട് കട്ട് കീ ആണത്. Ctrl+O ആണ് വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീ, മറന്നുപോലെ. Ctrl+O ആണെന്ന് പഠിക്കുക, Ctrl+O ആണ്. അതുപോലെ ഒരു ഷോർട്ട് കട്ട് കീ കൂടി പഠിക്കാറുണ്ട്, ഓർമ്മിക്കുക, Ctrl+F12. ഓർമ്മിക്കണേ, ഓപ്പണിൻ്റെ വേറൊരു ഷോർട്ട് കട്ട് കീ ആണ് Ctrl+F12. Ctrl+F12 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീയും ഉപയോഗിക്കാം. അപ്പോൾ ഓപ്പണിന് 2 ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+Oയും ഉണ്ട്, Ctrl+F12 ഉണ്ട്. Ctrl+F12 ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ 2 ഷോർട്ട് കട്ട് കീ അവിടെ പഠിക്കണം. ഓപ്പൺ ആണേ പഠിച്ചത്, ഓപ്പൺ വളരെ പ്രധാനം. ക്ലിയർ അല്ലേ? ഇനി അവിടെ ഒരു കാര്യം കൂടി പഠിക്കാം, അവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇവിടെ വീണ്ടും ഓപ്പൺ എടുക്കുകയാണ്, നോക്കിയേ, ഓപ്പൺ എടുത്തു. അപ്പോൾ ഇവിടെ ഓപ്പണായി, ഓപ്പൺ എന്ന് പറയുന്ന ഓപ്പൺ ഡയലോഗ് ബോക്സ് വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട നിങ്ങളൊരു കാര്യമുണ്ട്, ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഏത്, ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ അവിടെയും ഡോക്യുമെൻറ്റ്സ് എന്ന് തന്നെ എഴുതണം. ക്ലിയർ അല്ലേ? ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ മറക്കല്ലേ പിള്ളേരെ. ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഡോക്യുമെൻറ്റ്സ് ആണ് എന്ന് പഠിക്കാം, മറക്കല്ലേ. ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് ഓർമ്മിച്ചിരിക്കുക. ഓർമ്മിക്കൂലേ? ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഏതാണ്, ഡോക്യുമെൻറ്റ്സ് ആണ്. അത് വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിൻ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഏത് എന്നൊരു ചോദ്യം വന്നാൽ അത് ഡോക്യുമെൻറ്റ്സ് ആണെന്ന് കൂടി
അവിടെ എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെച്ചിരിക്കണം. ക്ലിയർലി? അപ്പോൾ ഇത്രയാണ് ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു അക്സസ് കീ പഠിക്കാം. ഓപ്പണിൻ്റെ അക്സസ് കീ നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ ന്യൂ പഠിച്ചപ്പോൾ അക്സസ് കീ പഠിച്ചില്ലേ, ഓൾട്ട് FN എന്ന് പഠിച്ചില്ലേ? അതുപോലെ ഓപ്പണിനും എന്തുണ്ട്, അക്സസ് കീ ഉണ്ട്. ഓൾട്ട് FO ആണ്, ഓർമ്മിക്കുക. ഓൾട്ട് FO ആണ് ഓപ്പണിൻ്റെ അക്സസ് കീ എന്ന് പറയുന്നത്. ഓൾട്ട് FO ആണ് ഓപ്പണിൻ്റെ അക്സസ് കീ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് എക്സലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എക്സലുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമുക്ക് അടുത്തൊരു ഏരിയ പഠിക്കാം. ഓക്കെ. ഹോയ് ഓൾ, നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈപ്പിസ്റ്റ് അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പവർ പോയിൻ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. MS പവർ പോയിൻ്റ് നിങ്ങൾക്കറിയാം, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന പ്രസൻറ്റേഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് MS പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറും അതിൻ്റെ കുറേ കാര്യങ്ങളുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വേർഡ് എക്സലൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളവരാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാവുള്ളൂ, പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ വേർഡും എക്സലും ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയാണ് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൽ പുതുതായിട്ടൊരു കാര്യം പഠിക്കാനുള്ളത്, ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എടുക്കാം, ഓൾ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ഓൾ പ്രോഗ്രാമിൽ നിന്ന് എവിടെ നിന്ന് എടുക്കാം, മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പോയിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിൻ്റ് 2007 വെർഷൻ ഓപ്പൺ ചെയ്യാം. ഇതല്ല എങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്ക് പവർ പോയിൻ്റ് വെർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇവിടെ സ്റ്റാർട്ടിൽ തന്നെ ഓൾ എന്താണ് റൺ ബോക്സ് നമുക്ക് എടുത്തിട്ട് അവിടെ റൺ ബോക്സിൽ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ പവർ പോയിൻ്റ് എക്സ്റ്റൻഷൻ നെയിമായ പവർ PNT കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യാം. ക്ലിയർ അല്ലേ? പവർ പോയിൻ്റ് ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇതിൽ ഇത് മാറിക്കിടക്കുന്നതാണ്, ഡിസൈൻ മാറിക്കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഡിഫോൾട്ട് തീം മാറിക്കിടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഡിഫോൾട്ട് തീം ഇതിൽ മാറ്റിയിട്ടതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഓർമ്മിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പവർ പോയിൻ്റ് ഇതുപോലെ ഓപ്പണായി വരും. അപ്പോൾ ഈ കാണുന്നതാണ് പവർ പോയിൻറ്റിൻ്റെ ആ ഒരു വിൻഡോ. പവർ പോയിൻ്റ് വിൻഡോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പവർ പോയിൻ്റ് വിൻഡോയിലും വേർഡിലുള്ളതുപോലെ അല്ലെങ്കിൽ എക്സലിലുള്ളതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ ബോക്സ് ഉണ്ട്. ഓക്കെ, ടൈറ്റിൽ ബാർ ഉണ്ട്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്, ഓഫീസ് ബട്ടൺ ഉണ്ട്, ഇവിടെ ഹെൽപ്പ് ഐക്കൺ ഉണ്ട്, അതുപോലെ 7 ടാബ്സ് ആൻഡ് റിബൺ ഉണ്ട്. 7 ടാബുകളും റിബണും ഉണ്ട്, ഓർമ്മിച്ചിരിക്കുക. 7 ടാബുകളും റിബണും ഇവിടെയും ഉണ്ട്, ഓർമ്മിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിനെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ഇതിൻ്റെ നോർമൽ വ്യൂ എന്ന് പറയുന്നത്. പവർ പോയിൻ്റിൻ്റെ നോർമൽ വ്യൂവിനെ, ഇത് നോർമൽ വ്യൂ ആണ് പവർ പോയിൻ്റിൻ്റെ നോർമൽ വ്യൂവിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്ക്, പവർ പോയിൻ്റിൻ്റെ നോർമൽ വ്യൂവിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഇൻ്റർഫേസിന് സ്ലൈഡ് എന്ന് പറയും. ഇത് സ്ലൈഡാണ്, ഈ കാണുന്നത് സ്ലൈഡാണ്. സ്ലൈഡിലാണ് നമ്മൾ പ്രസൻറ്റേഷൻ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് സ്ലൈഡ് എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ ഈ സ്ലൈഡ് ഇരിക്കുന്ന ഈ ഒരു ഇൻ്റർഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലൈഡ് ഏരിയ. മറന്നു പോരുതേ, സ്ലൈഡ് ഏരിയ എന്ന് പറയും. ഇത് സ്ലൈഡ് ഏരിയയാണ്. അടുത്ത് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ദാണ്ട ഈ ഒരു ഇൻ്റർഫേസ്, ഈ കാണുന്ന ഒരു ഇൻ്റർഫേസ്, ഇതിൻ്റെ പറയുന്ന പേര് ലെഫ്റ്റ് മറക്കല്ല്. ഇത് ലെഫ്റ്റ് പാൻ എന്ന് ഇതിനെ പറയും, ഓർമ്മിച്ചിരിക്കുക. ഇത് ലെഫ്റ്റ് പാൻ ആണ്. അടുത്ത് താഴെ അതാണ്ട് ഈ കാണുന്ന ഒരു ഇൻ്റർഫേസ്, നിങ്ങൾ താഴെ താണ്ട് ഇവിടെ നോക്കിയാൽ ഈ ഇൻ്റർഫേസിനെ വിളിക്കുന്ന പേരാണ് നോട്ട്സ് പാൻ അല്ലെങ്കിൽ നോട്ട്സ് ഏരിയ എന്ന് പറയും. നോട്ട്സ് പാൻ അല്ലെങ്കിൽ നോട്ട്സ് ഏരിയ ആണ് ഈ കാണുന്നത്. ക്ലിയർലേ? അപ്പോൾ ഇത് സ്ലൈഡ് ഏരിയ. ഈ സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് പാൻ ആണ്, ഇത് ലെഫ്റ്റ് പാൻ ആണ്. ഇത് നോട്ട്സ് പാൻ ആണ് അല്ലെങ്കിൽ നോട്ട്സ് ഏരിയ ആണെന്ന് പറയും. ക്ലിയർലേ? നോർമൽ വ്യൂവിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? സ്ലൈഡ് ഏരിയ അല്ലെങ്കിൽ സ്ലൈഡ് പാൻ, ലെഫ്റ്റ് പാൻ, അതുപോലെ നോട്ട്സ് പാൻ അല്ലെങ്കിൽ നോട്ട്സ് ഏരിയ എന്ന് ഇതിനെ പറയും. ക്ലിയർലേ? അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മിച്ചിരിക്കാം. ഇനി ഇത് ലെഫ്റ്റ് പാൻ ആണെന്ന് അറിയാം. ഈ ലെഫ്റ്റ് പാനിനെ 2 ആയി തിരിക്കാം. സ്ലൈഡ്സും ഔട്ട്ലൈനും മറക്കല്ല. ലെഫ്റ്റ് പാനിനെ 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? സ്ലൈഡ്സും, ഒന്ന് സ്ലൈഡ്, മറ്റൊന്ന് ഏതാണ്? ഔട്ട്ലൈൻ ആണ്. ക്ലിയർലേ? സ്ലൈഡ്സും ഔട്ട്ലൈനും ആണെന്നുള്ളത് ഓർമ്മിക്കുക. ലെഫ്റ്റ് പാനിൽ 2 ടാബുകളാണുള്ളത്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ലെഫ്റ്റ് പാനിൽ 2 ടാബുകൾ ഏതൊക്കെയാണ്? സ്ലൈഡ്സ് ഉണ്ട്, അടുത്തത് ഔട്ട്ലൈൻ ഉണ്ട്. അങ്ങനെ 2 ടാബുകളാണ് ലെഫ്റ്റ് പാനിലുള്ളത്. ഓക്കെ അല്ലേ?
ഇത് നോട്ട്സ് ഏരിയ സ്പീക്കർ നോട്ടൊക്കെ ടൈപ്പ് ചെയ്യാനാണ്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ആ സ്ഥലങ്ങളും അത് എവിടെ കിടക്കുന്നു എന്നുള്ളത് ഭംഗിയായിട്ട് പഠിക്കുക. കാരണം ഇതിൻ്റെ ലൊക്കേഷനാണ് വളരെ പ്രധാനപ്പെട്ടത്. ലൊക്കേഷൻ എവിടെയെന്നുള്ളത് നമ്മൾ അറിയണം. ഇനി അടുത്തത് ഈ കാണുന്ന ബാറാണ്. ഈ ബാറിൻ്റെ പേരാണ് നമുക്കറിയാം സ്റ്റാറ്റസ് ബാറാണ്. താഴത്തെ ബാറാണ് സ്റ്റാറ്റസ് ബാറാണ്. സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ട് വ്യൂ ഷോർട്ട് കട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ വ്യൂസ് ഇവിടെ ഉണ്ട്, ഓർമ്മിച്ചിരിക്കുക. അത് കഴിഞ്ഞ് സൂം ഉണ്ട്, സൂം സ്ലൈഡർ ഉണ്ട്, ഓർമ്മിച്ചിരിക്കുക. സൂം ഉണ്ട്, അതുപോലെ എന്തുണ്ട്? സൂം സ്ലൈഡർ ഉണ്ട്. സൂം ടു ഫിറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷനും കൂടി ഉണ്ട്, ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ താഴെ നോക്കുമ്പോഴത്തേക്ക് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? വ്യൂ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ വ്യൂ ഉണ്ട്, സൂം ഉണ്ട്, സൂം സ്ലൈഡർ ഉണ്ട്, സൂം ടു ഫിറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കണം, വളരെ വളരെ പ്രധാനം. ഓക്കെ, ശരി. ഇനി അടുത്ത് ചിന്തിക്കേണ്ടതാണ്, ഇവിടെ നിങ്ങൾക്കറിയാം മറ്റ് ഇതിലുള്ളതുപോലെ സ്ക്രോൾ ബാർ ഇല്ല, റൂളർ ഡിഫോൾട്ടിൽ ഇല്ല. റൂളർ വേണമെങ്കിൽ നമുക്ക് സ്ലൈഡിൽ ഇൻസർട്ട് ചെയ്യാം, ഡിഫോൾട്ടായിട്ട് എന്തില്ല? റൂളർ ഇല്ല. അതൊക്കെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം. ഹോം ടാബ് പഠിക്കുകയാണ്, നമ്മൾ ഇത് പവർ പോയിൻ്റാണ് പഠിക്കുന്നത്. പവർ പോയിൻറ്റിലുള്ള ഭാഗങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കൺട്രോൾ ബോക്സ്, ടൈറ്റിൽ ബാറ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്, ഇവിടെ ഓഫീസ് ബട്ടൺ ഉണ്ട്, അതുപോലെ ഹെൽപ്പ് ഐക്കൺ ഉണ്ട്, 7 ടാപ്സ് ആൻഡ് റിബൺ ഉണ്ട്. പിന്നെ ഉള്ളത് നോർമൽ വ്യൂ ആണ്, സ്ലൈഡിൻ്റെ നോർമൽ വ്യൂ ആണ്. ആ നോർമൽ വ്യൂവിൽ സ്ലൈഡ് ഏരിയ ഉണ്ട്, ലെഫ്റ്റ് പാൻ ഉണ്ട്, അതുപോലെ നോട്ട്സ് പാൻ ഉണ്ട്. അതുപോലെ ഈ കാണുന്ന ബാറിൻ്റെ പേരാണ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ 4 ഫംഗ്ഷൻ ഉണ്ട്, ഓർമ്മിക്കുക. ഒന്ന് പ്രസൻറ്റേഷൻ വ്യൂ, അല്ലെങ്കിൽ വ്യൂ ഷോർട്ട് കട്ട്സ്, സൂം സ്ലൈഡർ, സൂം ടു ഫിറ്റ്, അങ്ങനെ 4 ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. ഇത് പവർ പോയിൻ്റ് ആയതുകൊണ്ട് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പഠിക്കണം. ഇനി നമ്മൾ പവർ പോയിന്റിലേക്ക് വരികയാണ്. പവർ പോയിന്റ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ പവർ പോയിന്റ് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പവർ പോയിന്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് കൺട്രോൾ ബോക്സ് ഉണ്ട്, അവിടെ ക്ലോസ്, മാക്സിമൈസ്, റീസ്റ്റോർ, മിനിമൈസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വേർഡിലും എക്സലിലും ആയിട്ടൊക്കെ പറഞ്ഞത് തന്നെയാണ്. എക്സലിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പവർ പോയിന്റിലും. ക്ലിയർ അല്ലേ? നമുക്ക് വേർഡിലുള്ളതുപോലെ അല്ല, വേർഡിൽ ഒരുപാട് അതിനൊക്കെ വേണ്ടി ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതുപോലെ പവർ പോയിന്റ് വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 7 രീതി തന്നെയാണ്. അത് വേർഡ് എക്സലിൽ പഠിച്ചത് തന്നെയാണ്. നിങ്ങൾ ആ ക്ലാസ് കാണുമ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റും. വീണ്ടും അത് പഠിക്കേണ്ട, അതുകൊണ്ട് അത് പഠിപ്പിക്കാത്തത് 7 രീതി തന്നെയാണ് ഇവിടെയും ക്ലോസ് ചെയ്യാൻ കഴിയുക. അത് നിങ്ങൾ ആ ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, ഓർമ്മിക്കുക. അതുപോലെ ഇവിടെ മാക്സിമൈസ്, റീസ്റ്റോർ എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വേർഡിൽ അതിന് ഷോർട്ട് കട്ട് കീ ഒക്കെ പഠിക്കും. എക്സലിൽ നമുക്ക് എക്സലിലായിട്ട് ഷോർട്ട് കട്ട് കീ ഇല്ല, വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അത് തന്നെയാണ് പവർ പോയിന്റിലും പറയുന്നത്. പവർ പോയിന്റിൽ പ്രത്യേകിച്ച് മാക്സിമൈസിനും അതുപോലെ തന്നെ എന്താണ് മാക്സിമൈസ്, റീസ്റ്റോറിനൊന്നും എന്തില്ല, ഷോർട്ട് കട്ട് കീ പവർ പോയിന്റിലില്ല. നമുക്ക് വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതായത് വിൻഡോസ് ബട്ടൺ പ്ലസ് ഡൗൺ ആരോ, അതുപോലെ അപ്പ് ആരോ. ക്ലിയർ അല്ലേ? ഡൗൺ ആരോ, അപ്പ് ആരോ എന്ത് ചെയ്യാം? അവിടെ ഉപയോഗിക്കാം. പിന്നെ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുന്ന കാര്യവും കൺട്രോൾ മെനുവിൻ്റെ കാര്യമൊക്കെ ഓർമ്മിക്കാം. ഇനി ഇവിടുത്തെ അടുത്ത് പഠിക്കേണ്ടത് ടൈറ്റിൽ ബാറിലൊരു കാര്യമാണ്. ടൈറ്റിൽ ബാറിൽ ഇവിടെ നമുക്ക് ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ നെയിം പഠിക്കണം. ക്ലിയർ അല്ലേ? ടൈറ്റിൽ ബാറിൽ എന്ത് എഴുതിയിട്ടുണ്ടാവും? ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ നെയിം ഉണ്ടാവും. ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ നെയിമാണ് പ്രസൻറ്റേഷൻ 1. ഓർമ്മിച്ചിരിക്കുക, ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ നെയിം മറന്നുപോലെ പിള്ളേരെ. ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ നെയിം എന്താണ് എന്ന് ചോദിച്ചാൽ മറക്കല്ലേ, വളരെ പ്രധാനം, പ്രസൻറ്റേഷൻ 1 ആണ്. ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ നെയിം എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റേഷൻ 1 ആണ്. ഓർമ്മിക്കണേ, പ്രസൻറ്റേഷൻ 1 ആണ്. ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ നെയിം മറക്കല്ലേ, പ്രസൻറ്റേഷൻ 1 ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ നേരെ പോകുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ മെനുവിലുമാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ 3 തന്നെയാണ്. ഏതൊക്കെയാണ്? സേവ്, അണ്ടു, റീഡ് തന്നെയാണ്. ഇന്ന് ക്വിക്ക് ആക്സസ് മെനുവിൽ നോക്ക്. ഇവിടെ നമുക്ക് ക്വിക്ക് ആക്സസ് മെനുവിൽ പഠിക്കുമ്പോഴത്തേക്കും ഇവിടെ 10 ഫംഗ്ഷനാണുള്ളത്. ഇവിടെ ലാസ്റ്റത്തെ പുതിയ കാര്യം മാത്രം പഠിച്ചാൽ മതി. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. ഏതാണ് സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ന്യൂ, ഓപ്പൺ, സേവ്, ഇമെയിൽ, ക്വിക്ക് പ്രിന്റ് പ്രിവ്യൂ, സ്പെല്ലിങ്, അത് അണ്ടു റീഡോ. അടുത്ത അണ്ടു റീഡ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വേർഡിൽ ഡ്രോ ടേബിൾ പഠിക്കും. എക്സലിൽ സോർട്ട് അസെൻഡിങ്ങും സോർട്ട് ഡിസെൻഡിങ്ങും പഠിക്കും. ഇവിടെ വരുമ്പം സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. ഏതാണ്? സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് എന്ന് പഠിക്കുക. ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ നമ്മൾ അവിടെയൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ക്ലിയർ അല്ലേ? അത് അവിടെ ഓർമ്മിച്ചിരിക്കുക. ഇനി നമ്മൾ ഓഫീസ് ബട്ടണാണ് പഠിക്കുന്നത്. ഓഫീസ് ബട്ടണിലേക്ക് വരിക. ഓഫീസ് ബട്ടണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എക്സലിലും വേർഡിലൊക്കെ പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും 11 ഫംഗ്ഷൻ തന്നെയാണ്. ന്യൂ, ഓപ്പൺ, സേവ്, സേവസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്, പവർ പോയിന്റ് ഓപ്ഷൻസ്, എക്സിറ്റ് പവർ പോയിന്റ്. ക്ലിയർ അല്ലേ? പവർ പോയിന്റ് വേർഡിലും എക്സലിലും ഒക്കെ ഉള്ള അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക, പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ
ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ ടെംപ്ലേറ്റ് ചോദിച്ചാൽ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണ്. ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ ടെംപ്ലേറ്റ് ചോദിച്ചാൽ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് തീമുകളോ ഒക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അല്ലാതെ വേറെ എക്സിസ്റ്റിംഗ് തീം ഉപയോഗിക്കണമെങ്കിൽ എക്സിസ്റ്റിംഗ് തീം വേറെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് എടുക്കാം. ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ബ്ലാങ്ക് ആണ്, ഓർമ്മിച്ചിരിക്കുക, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണ്. ഓക്കെ, കൺട്രോൾ എൻ തന്നെയാണ്. കൺട്രോൾ എൻ ആണ് പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. മറന്നുപോലെ പിള്ളേരെ, കൺട്രോൾ എൻ ആണ്, കൺട്രോൾ എൻ തന്നെയാണ് എന്നുള്ളത് പഠിക്കുക. മറക്കല്ല, പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏത് തന്നെയാണ്? കൺട്രോൾ പ്ലസ് എൻ ആണ് എന്നുള്ളത് ഓർമ്മിച്ച് വച്ചിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏത് എന്നൊരു ചോദ്യം വന്നാൽ അവിടെ ആൻസർ മറക്കല് കൺട്രോൾ പ്ലസ് എൻ തന്നെയാണ്. ശരി, അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കിക്കോ, അടുത്ത് ഓപ്പൺ നമുക്ക് വേണ്ടി പഠിച്ചത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ എക്സലിൽ പഠിച്ചതുപോലെ അവിടെ എക്സിസ്റ്റിംഗ് വർക്ക് ബുക്ക് ആണെങ്കിൽ ഇവിടെ എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യാനാണ് ഓപ്പൺ ഉപയോഗിക്കുന്നത്. ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഏത് തന്നെയാണ്, ഡോക്യുമെൻ്റ് തന്നെയാണ് ഇവിടെയും, മാറ്റമൊന്നുമില്ല. കൺട്രോൾ പ്ലസ് ഒ തന്നെയാണ് ഷോർട്ട് കട്ട് കീ. അതുപോലെ നമ്മൾ ന്യൂ പഠിച്ചല്ലോ, കൺട്രോൾ പ്ലസ് എൻ പഠിച്ചല്ലോ. അതുപോലെ ഓൾട്ട് എഫ് എൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഓൾട്ട് എഫ് ഒ ഉപയോഗിക്കാം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അതായത് ഓപ്പണിൻ്റെത് ഓൾട്ട് എഫ് ഒ ആണ്, ന്യൂവിൻ്റെത് ഓൾട്ട് എഫ് എൻ ആണ്. ക്ലിയർ അല്ലേ? അത് ആക്സസ് കീ ആണ്. പിന്നെ നമ്മൾ പഠിച്ചല്ലോ കൺട്രോൾ F12 ഇവിടെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓപ്പണിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ പ്ലസ് F12. ക്ലിയർ അല്ലേ? സേവ് നമുക്കറിയാം, കൺട്രോൾ എസ് ചെയ്ത് സേവ് ചെയ്യാം. അതുപോലെ ഷിഫ്റ്റ് F12 കൊടുത്തും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, സേവ് കൊടുക്കാൻ പറ്റും. ഓർമ്മിച്ചിരിക്കുക, ഷിഫ്റ്റ് F12 കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, സേവ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. മറക്കല്ലേ, മറന്നുപോലെ. ക്ലിയർ അല്ലേ? അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട്, ഓർമ്മിക്കുക. ഓൾട്ട് F2 മറക്കല്ലേ, ഓൾട്ട് പ്ലസ് F2 കൊടുത്ത് നമുക്കിവിടെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് കീ കൂടി പഠിക്കണം. പവർ പോയിന്റിൽ പഠിക്കുമ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ഷോർട്ട് കട്ട് കീ കൂടി പഠിക്കുക. ഓൾട്ട് പ്ലസ് F2 മറക്കല്ലേ, ഓൾട്ട് പ്ലസ് F2വും ഇവിടെ എന്ത് ചെയ്യാനാണ്, സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇത് ഓൾട്ട് പ്ലസ് F2 എവിടെ മാത്രമേ പറ്റുള്ളൂ, എക്സൽ പവർ പോയിന്റിലേ പറ്റുള്ളൂ എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ അടുത്ത് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് സേവ് പ്രിൻറ്റിൻ്റെ കാര്യം നമുക്കിവിടെ പഠിക്കേണ്ട. പ്രിൻറ്റിൻ്റെ കാര്യം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രിൻറ്റ് പഠിക്കുന്നത് ഡിസൈൻ ടാബിൽ പഠിക്കും, അതെടുക്കുമ്പോൾ പഠിക്കാം. സേവസ് നമുക്കറിയാം, ഒരിക്കൽ സേവ് ചെയ്ത പ്രസൻറ്റേഷന് ഫയൽ നെയിം മാറ്റി വീണ്ടും വേറൊരു ഫയൽ നെയിമിൽ സെയിം ലൊക്കേഷനിൽ സേവ് ചെയ്യാനാണ് സേവസ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. ക്ലിയർ അല്ലേ? ഇനി ക്ലോസ് നോക്കിയാൽ പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യാനാണ്. നമുക്കറിയാലോ 4 രീതി നമുക്ക് കോമൺലി അറിയാം. ഒന്ന്, പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓഫീസ് ബട്ടണിൽ പോയിട്ട് ക്ലോസ് കൊടുത്താൽ മതി, പ്രസൻറ്റേഷൻ എന്താവും, ക്ലോസ് ആവും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ഒരു പുതിയ പ്രസൻറ്റേഷൻ എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ ഓഫീസ് ബട്ടണിൽ ക്ലോസ് ചെയ്താൽ പ്രസൻറ്റേഷൻ ക്ലോസ് ആവും. അടുത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് കൺട്രോൾ പ്ലസ് W മറക്കല്ലേ, കൺട്രോൾ പ്ലസ് W, കൺട്രോൾ പ്ലസ് F4 പ്രസൻറ്റേഷൻ ക്ലോസ് ആവും. അടുത്ത് ഇവിടെ കൺട്രോൾ പ്ലസ് F4 പ്രസൻറ്റേഷൻ ക്ലോസ് ആവും. 4 രീതി ഇവിടെ ഓർമ്മിക്കണം. 4 രീതി വളരെ പ്രധാനം. ഓൾട്ട് FC പ്രസൻറ്റേഷൻ എന്ത് ചെയ്യും, ക്ലോസ് ആവും. പ്രസൻറ്റേഷൻ ക്ലോസ് ആവാൻ വേണ്ടി ഇവിടെ 4 രീതികളാണുള്ളത്. കൺട്രോൾ പ്ലസ് F4, ഓൾട്ട് FC മറക്കല്ല, ഓൾട്ട് FC, അതുപോലെ കൺട്രോൾ പ്ലസ് W, ഓഫീസ് ബട്ടണിൽ ക്ലോസ്. ഇത് ഇത്രയും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. പ്രസൻറ്റേഷൻ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനുപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് ഇവ എന്നുള്ളത് ഓർമ്മിച്ച് വച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കണേ. നമുക്കറിയാലോ ഓഫീസ് ബട്ടണിൽ നമുക്ക് എക്സിറ്റും ഉണ്ട്, അതുപോലെ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതൊക്കെ 7 ക്ലോസിങ് മെത്തേഡിൽ വരുന്നതാണ്. അത് വിൻഡോ ക്ലോസിങ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ഇത് പവർ പോയിൻ്റ് ആണ്. പവർ പോയിൻ്റ് വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പുതിയ ഷോർട്ട് കട്ട് കീ പഠിക്കണം. പവർ പോയിൻ്റ് വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ Q എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. കൺട്രോൾ പ്ലസ് Q ഓർമ്മിച്ചിരിക്കുന്നത്, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൺട്രോൾ പ്ലസ് Q എന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് പവർ പോയിൻ്റ് വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ 8 രീതിയിൽ നമുക്ക് പവർ പോയിൻ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. 7 രീതി വേഡിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ 7 രീതിയോടൊപ്പം തന്നെ കൺട്രോൾ പ്ലസ് Q കൂടി ഉപയോഗിച്ച് നമുക്ക് പവർ പോയിൻ്റ് വിൻഡോ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 8 രീതിയിൽ പവർ പോയിൻ്റ് വിൻഡോ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ പവർ പോയിൻ്റ് വിൻഡോ ആയാലും അതുപോലെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആയാലും ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്നത് സേവ് ആൻഡ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ നോക്കിയോ,
ഞാൻ ക്ലോസ് കൊടുക്കുകയാണ്, നോക്കിയോ. എന്തെങ്കിലും ടൈപ്പ് ചെയ്തു ഞാൻ എന്നിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ക്ലോസ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കേട്ടോ, ഡു യു വാണ്ട് ടു സേവ് യു മേഡ് ദ പ്രസൻറ്റേഷൻ. അതായത് പ്രസൻറ്റേഷൻ സേവ് ചെയ്യാൻ പറയണം. അപ്പോൾ ഞാൻ യെസ് കൊടുത്ത് ഒരു ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആകി ഇതങ്ങ് ക്ലോസ് ആവും. ക്ലിയർലേ? എപ്പോഴും ഓർമ്മിക്കുക, ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സേവ് ആൻഡ് ക്ലോസ് ആണ്. അത് എപ്പോഴും ഓർമ്മിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോസിൻ്റെ അർത്ഥം ഇതാണ്. ക്ലോസ് വിൻഡോ ആയാലും ശരി, ക്ലോസ് പ്രസൻറ്റേഷൻ ആയാലും ശരി, ക്ലോസ് ഡോക്യുമെൻ്റ് ആയാലും ശരി, ക്ലോസ് വർക്ക് ബുക്ക് ആയാലും ശരി, ക്ലോസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ക്ലോസ് ആൻഡ് സേവ് എന്നാണ്. സേവ് ആയിട്ടേ എന്താവുള്ളൂ, ക്ലോസ് ആവും. നിർബന്ധമില്ല, നമുക്ക് സേവ് ആക്കാതെ ആക്കാം, എങ്കിലും സേവ് ആൻഡ് ക്ലോസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അതാണ് അവിടുത്തെ ഫംഗ്ഷൻ, അവിടെ സംഭവിക്കുന്ന ഫംഗ്ഷൻ അതാണ്, സേവ് ആൻഡ് ക്ലോസ് ആണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ക്ലിയർലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ്, പവർ പോയിന്റിൽ പഠിക്കുന്ന കാര്യമാണ്, ഓർമ്മിച്ചിരിക്കുക. ഇനി പവർ പോയിന്റ് വളരെ പ്രധാനം. പവർ പോയിന്റ് ഏരിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, പവർ പോയിന്റിൽ അടുത്ത് ഹെൽപ്പ് ഐക്കൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 7 ടാബ് റിബണും ഉണ്ട്. റിബൺ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയാം, റിബൺ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് F1 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഇവിടെയും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. കൺട്രോൾ പ്ലസ് F1 ഉപയോഗിച്ച് റിബൺ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനും പറ്റും, മാക്സിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനും പറ്റും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തും ചെയ്യാം, അതുപോലെ F1 കൺട്രോൾ പ്ലസ് F1 കൊടുത്തും ചെയ്യാം. 7 ടാബുകളുണ്ട്. 7 ടാബുകൾ വളരെ പ്രധാനപ്പെട്ട 7 ടാബുകൾ. ഒന്നാമത്തത് ഹോം ടാബാണ്, രണ്ടാമത്തത് ഇൻസേർട്ട് ടാബാണ്, 3 ഡിസൈൻ ടാബ്. മറക്കല്ലേ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ. ഓക്കെ, ഏതൊക്കെ മറക്കല്ല്, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, അനിമേഷൻസ്, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ. മറക്കല്ലേ, ഏതൊക്കെയാ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, അനിമേഷൻസ്, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ. മറന്നുപോലെ പിള്ളേരെ, ഒന്നുകൂടി പറഞ്ഞു തരും. ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, അനിമേഷൻസ് ഉണ്ട്, സ്ലൈഡ് ഷോ ഉണ്ട്, റിവ്യൂ ഉണ്ട്, വ്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയും ടാബുകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനം. ഇനി ഓരോ ടാബിലെയും ഓരോ ടാബ് ആക്സസ് ചെയ്യാൻ ആക്സസ് കീ ഉണ്ട്. ഹോം ടാബ് ആക്സസ് ചെയ്യാൻ ആക്സസ് കീ ആണ് Alt+H. അടുത്ത ഇൻസേർട്ട് ടാബ് ആക്സസ് ചെയ്യാൻ ആക്സസ് കീ Alt+N. ഡിസൈൻ ടാബ് ആക്സസ് ചെയ്യാൻ ആക്സസ് കീ Alt+G ആണ്. അനിമേഷൻസ് ടാബ് ആക്സസ് ചെയ്യാൻ ആക്സസ് കീ Alt+A ആണ്. സ്ലൈഡ് ഷോ ആക്സസ് ചെയ്യാൻ ആക്സസ് കീ Alt+S ആണ്. റിവ്യൂ ആക്സസ് ചെയ്യാൻ ആക്സസ് കീ Alt+R ആണ്. വ്യൂ ഉണ്ട്, അത് Alt+W ആണ്. ഓക്കെ, അപ്പോൾ ആക്സസ് കീകളിൽ കൂടി പഠിക്കുക, ഓരോ ടാബിൻ്റെ ആക്സസ് കീ പഠിക്കുക. ഹോം ആണെങ്കിൽ Alt+H, ഇൻസേർട്ട് Alt+N, ഡിസൈൻ ആണെങ്കിൽ Alt+G ആണ്, മറക്കല്ല്. അനിമേഷൻസ് Alt+A, സ്ലൈഡ് ഷോ Alt+S, റിവ്യൂ Alt+R, വ്യൂ Alt+W. അപ്പോൾ 7 ടാബുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനം. ആ 7 ടാബുകളും അതിൻ്റെ ആക്സസ് കീകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൽ ഓരോ ടാബുകളും എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം പഠിക്കേണ്ടത് ഹോം ടാബാണ്. ഹോം ടാബിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്ക്, ഇവിടെ 6 ഗ്രൂപ്പുകളാണുള്ളത്. മറക്കല്ല്, ഹോം ടാബിൽ 6 ഗ്രൂപ്പുകളാണ് പവർ പോയിന്റിലുള്ളത്. ക്ലിയർലേ? വേർഡിൽ 5 ഗ്രൂപ്പ്, എക്സലിൽ 7 ഗ്രൂപ്പ്, ഇവിടെ വരുമ്പോൾ 6 ഗ്രൂപ്പാണ്. ക്ലിയർലേ? പവർ പോയിന്റിൽ എത്ര ഗ്രൂപ്പാണുള്ളത്? 6 ഗ്രൂപ്പാണുള്ളത് ഓർമ്മിക്കുക. ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് ഏത് തന്നെയാണ്, കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്ട് ക്ലിപ്പ് ബോർഡാണ്. ഇവിടെ മറക്കല്ല്, ഇവിടെ ഹോം ടാബിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് ക്ലിപ്പ് ബോർഡാണ്. ഇവിടെ വരുമ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ മാറ്റം, സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് രണ്ടാമതുള്ളത്. മൂന്നാമത്തത് ഫോണ്ട് ഗ്രൂപ്പാണ്. നാലാമത്തത് പാരഗ്രാഫ് ഗ്രൂപ്പാണ്. അഞ്ചാമത്തത് ഡ്രോയിങ്സ് ആണ്, അല്ലെങ്കിൽ ഡ്രോയിങ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അടുത്തത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഏതൊക്കെയാ? ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്. മറക്കല്ലേ പിള്ളേരെ, ഏതൊക്കെ ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്. ഓർമ്മിക്കണേ, മറക്കല്ലേ. ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്, എഡിറ്റിംഗ്. ഇങ്ങനെയുള്ള 6 ഗ്രൂപ്പുകളാണ് ഹോം ടാബിൽ ഉള്ളത്. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്. ഓർമ്മിക്കണേ, ആദ്യത്തെ ഗ്രൂപ്പാണ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്. ഓഫീസ് ക്ലിപ്പ് ബോർഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കട്ട്, കോപ്പി, പേസ്റ്റ്. മറക്കല്ലേ, കട്ട്, കോപ്പി, പേസ്റ്റ്. ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ, മറക്കല്ലേ, പേസ്റ്റ് സ്പെഷ്യൽ. അതുപോലെ പേസ്റ്റ് ഹൈപ്പർ ലിങ്ക്. അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്. ഓർമ്മിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ ഫോർമാറ്റ് പെയിൻറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ പുതുതായിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡാണ്, അതുകൂടി ഓർമ്മിക്കുക. കട്ട്, കോപ്പി, അതുപോലെ പേസ്റ്റ് സ്പെഷ്യൽ, പേസ്റ്റ് ഹൈപ്പർ ലിങ്ക്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്, അതുപോലെ ഫോർമാറ്റ് പെയിൻറ്റർ. ബാക്കി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിച്ചത് തന്നെയാണ്, വേർഡിലും എക്സലും ഒക്കെ പഠിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ വീണ്ടും പഠിക്കേണ്ട. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യം മാത്രം ഓർമ്മിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൻ്റെ കാര്യം ഓർമ്മിക്കുക. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്ലൈഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. കണ്ടോ, ഈ സ്ലൈഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഇവിടെ താഴെ എടുത്തു, വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താഴെ വന്നു. കണ്ടില്ലേ? അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+D എന്ന് പഠിക്കുക. മറക്കല്ലേ, Ctrl+D ആണ്
ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൻ്റെ ഷോർട്ട് കട്ട് കീ. കൺട്രോൾ ഡിയും ഉപയോഗിക്കാം, കൺട്രോൾ ഷിഫ്റ്റ് ഡിയും ഇവിടെ ഉപയോഗിക്കാം. മറക്കല്, നമ്മൾ കൺട്രോൾ ഡി ഒക്കെ വേറെ സ്ഥലത്ത് വേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് പവർ പോയിന്റ് ആണ്. കൺട്രോൾ ഡി ആണ് പവർ പോയിന്റിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. കൺട്രോൾ പ്ലസ് ഡി ആണ്. കൺട്രോൾ പ്ലസ് ഡി അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് ഡി നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കാൻ ഉപയോഗിക്കാം. പേസ്റ്റ്, കട്ട്, കോപ്പി, പേസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് കീയിലൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലിപ്പ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കാര്യം പഠിക്കണം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ മാത്രമല്ല, സ്ലൈഡ്സിൽ ന്യൂ സ്ലൈഡിനകത്തും എന്തുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൻ്റെ ഓപ്ഷനുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് രണ്ടിടത്തും ഉണ്ടെന്ന് പഠിക്കണേ. ഒന്ന് പേസ്റ്റ് അല്ലെങ്കിൽ പേസ്റ്റ് ഓപ്ഷനകത്ത് ക്ലിപ്പ് ബോർഡിലും ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ട്, സ്ലൈഡ്സ് ഗ്രൂപ്പിലും എന്തുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ട്. ഷോർട്ട് കട്ട് കീ അത് തന്നെയാണ്, കൺട്രോൾ പ്ലസ് ഡി അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡി ആണെന്ന് ഉള്ള കാര്യം അവിടെ പുതുതായിട്ട് പഠിക്കണം. ഇവിടെ പുതുതായിട്ട് 2 ഷോർട്ട് കട്ട് കീ ഇപ്പോൾ ഒന്ന് പഠിച്ച്, ഇപ്പോൾ ഏതാ പഠിച്ചത്? ഒന്നാമത് ആദ്യം കൺട്രോൾ ക്യൂ പഠിച്ചു അല്ലേ. കൺട്രോൾ ക്യൂ നമ്മൾ വേർഡിൽ പഠിക്കുന്നത് എന്തിനാണ്? കൺട്രോൾ ക്യൂ ഉപയോഗിക്കുന്ന ഹാങ്ങിങ് ഇൻഡൻ്റ് അല്ലേ. വേർഡിൽ കൺട്രോൾ ക്യൂ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ ക്യൂ അല്ലല്ലോ. കൺട്രോൾ ക്യൂ വേർഡിൽ ഉപയോഗിക്കുന്നത് ക്ലിയർ പാരഗ്രാഫ് ഫോർമാറ്റ് ആണ് കൺട്രോൾ ക്യൂ വേർഡിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ക്ലിയർ അതല്ല, ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ ക്ലോസ് പവർ പോയിന്റ് ആണ്. ക്ലോസ് പവർ പോയിന്റ് ഷോർട്ട് കട്ട് കീ അല്ലെങ്കിൽ ക്ലോസ് പവർ പോയിന്റ് ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ ക്യൂ ഇവിടെ പഠിച്ചത്. ക്ലിയർ അല്ലേ? വേർഡിൽ എന്താ പഠിച്ചത്? വേർഡിൽ ക്ലിയർ പാരഗ്രാഫ് ഫോർമാറ്റ് ആണ് കൺട്രോൾ ക്യൂ. അപ്പോൾ ഇവിടെ കൺട്രോൾ ഡി പഠിച്ചു, കൺട്രോൾ ഷിഫ്റ്റ് ഡി പഠിച്ചു. വേർഡിൽ കൺട്രോൾ ഡി പഠിച്ചത് എന്തിനാ? വേർഡിൽ കൺട്രോൾ ഡി പഠിച്ചത് ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഡി ഡബിൾ അണ്ടർലൈൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ അതെന്തായി, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡായി. രണ്ടിനും രണ്ട് ഫംഗ്ഷനും രണ്ട് ഷോർട്ട് കട്ട് കീയും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. കൺട്രോൾ ഡിയും കൺട്രോൾ ഷിഫ്റ്റ് ഡിയും ഇവിടെ ഒന്നായിട്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത്, സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു.